നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ഓണപരീക്ഷയ്ക്ക് ഫിസിക്സിൽ 4 ചാപ്റ്ററാണ് മെയിനായിട്ട്. അത് 4 നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്, 2 ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, 3 കറണ്ട് ഇലക്ട്രിസിറ്റി, 4 മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഈ 4 ചാപ്റ്ററും വെയിറ്റേജ് ഉണ്ട്, നന്നായിട്ട് പഠിക്കാനുണ്ട്. 4 ചാപ്റ്ററും വളരെ കുറച്ച് മണിക്കൂർ കൊണ്ട് ഫുള്ള് നമുക്ക് പഠിക്കാം. അപ്പം നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. കാരണം കഷ്ടപ്പെട്ടായിരിക്കും ഓരോ വീഡിയോസ് എടുക്കുന്നത്. ചാനലിനകത്ത് ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളും നിങ്ങൾക്ക് കിട്ടും. എല്ലാം നമുക്ക് പ്രയോജനം ചെയ്യുന്നതായിരിക്കും, പ്രാക്ടിക്കൽസ് ഉൾപ്പെടെ. അന്നേരം സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക മാക്സിമം. 4 ചാപ്റ്റർ ഇത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ കണ്ടിട്ട് പറയാം. കമൻസ് എന്തായാലും ഇടുക. നിങ്ങളുടെ കമൻസ് ഇടുക. വളരെ സിമ്പിളായിട്ട് വളരെ കുറച്ച് മണിക്കൂർ നിങ്ങൾ പഠിച്ചാൽ മതി. ഇത്രയും കാര്യങ്ങൾ 4 ചാപ്റ്റർ വളരെ ഈ പരിമിതമായ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. അന്നേരം ഇത് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് പ്രയോജനം ചെയ്യും, ഓണപരീക്ഷയ്ക്കും ക്രിസ്മസ് പരീക്ഷയ്ക്കും എല്ലാം പ്രയോജനം. കാരണം അത്രയും വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. വളരെ ലെങ്തി ആയിട്ടുള്ള ഡെറിവേഷൻ പോലും നമ്മൾ സിമ്പിളായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഏത് സിമ്പിളായിട്ടുള്ള എത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള ഡെറിവേഷൻ സിമ്പിൾ വേയിൽ തന്നെയാണ്. വളരെ നോട്ട്സും വളരെ സിമ്പിളാണ്. അതുകൊണ്ട് നിങ്ങൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. നമുക്ക് തുടങ്ങാം. അന്നേരം നമുക്ക് 5 ചാപ്റ്ററാണ് +2 പഠിക്കാനുള്ളത്. ആദ്യത്തെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, കറണ്ട് ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിക് എഫക്ട്സ്, ബയോട്ട് സാവാർട്ട്സ്, ആംബിയർ സർക്യൂട്ടൽ തിയറി ഒക്കെ ഉള്ളതാണ്. പിന്നെ മാഗ്നറ്റിക്സ്, ഫെറോ മാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്. ചിലർ ഒന്നായിട്ട് എടുക്കുന്നതുകൊണ്ടാണ് ഇത് എടുത്തു പറഞ്ഞത്. നിങ്ങൾക്ക് എൻ്റെ കൂട്ടത്തിൽ പഠിച്ചു പോകാം. നിങ്ങൾക്ക് എൻ്റെ കൂട്ടത്തിൽ തന്നെ പഠിച്ചു പോകാം. വളരെ ഈസി ആയിട്ട്, എന്നാൽ വളരെ സമയം കുറച്ച് നിങ്ങൾക്ക് ഫുൾ ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്ത് തരും. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, മാഷ് ഇത്രയും കഷ്ടപ്പെടുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ഒക്കെ ചെയ്തേക്കുക. വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ള സംശയം വേണ്ട. നിങ്ങളുടെ സീനിയേഴ്സ് സൂപ്പർ സീനിയേഴ്സിനൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല കമൻസ് ഇട്ടേക്കുക. മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ മോശമൊന്നും ഇടുന്ന ഇട്ടേക്കുക കേട്ടോ, ഒരു കുഴപ്പമില്ല. അന്നേരം ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിനകത്ത് 25 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ആൻസേഴ്സിലേക്ക് ഞാൻ കടക്കുകയാണ്. തുടങ്ങുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. ചാർജിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത്, ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ചാർജ് എന്ന് പറയുന്നത്. ചാർജിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് കൂളമ്പാണ്. അവിടെ മുതലൊന്ന് പറഞ്ഞേക്കാം. ചാർജിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണെങ്കിൽ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. യൂണിറ്റ് ഓഫ് ചാർജ് കൂളമ്പാണ്. കൂളം എന്ന് പറയുന്നത്, ചാർജ് എന്ന് പറയുന്നത് സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അതായത് യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് കൂളമ്പും, ചാർജ് എന്ന് പറയുന്നത് സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ബേസിക് പ്രോപ്പർട്ടീസ് 4 എണ്ണമാണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, മെൻഷൻ സം ബേസിക് പ്രോപ്പർട്ടീസ് എന്ന് ചോദിച്ചാൽ പേര് മാത്രം എഴുതിയാൽ മതി. ഫോഴ്സ് ബിറ്റ്വീൻ 2 ചാർജസ്, നമ്പർ 1. നമ്പർ 2, അഡിറ്റിവിറ്റി ഓഫ് ചാർജസ്. നമ്പർ 3, കോണ്ടൈസേഷൻ ഓഫ് ചാർജ്. നമ്പർ 4, കൺസർവേഷൻ ഓഫ് ചാർജ്. എൻ്റെ കൂട്ടം നിങ്ങളൊന്ന് പറഞ്ഞു വന്നത് ഫസ്റ്റ് 1, ഫോഴ്സ് ബിറ്റ്വീൻ 2 ചാർജസ്. നിങ്ങൾ ഈ ഒരു സെൻറ്റൻസ് മാത്രം എഴുതിയാൽ മതി. വളരെ സിമ്പിളായിട്ടുള്ള നോട്ട്സ് ആണ്. നോട്ട്സ് എല്ലാം ഞാൻ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഇട്ടേക്കാം. ഫോഴ്സ് ബിറ്റ്വീൻ 2 ചാർജസ് പറഞ്ഞാൽ ചാർജസ് 2 പോസിറ്റീവ് ചാർജും 2 നെഗറ്റീവ് ചാർജ്, ഒരുപോലുള്ള ചാർജസ്, ലൈക്ക് ചാർജസ് ആണ്. അന്നേരം നമുക്ക് എന്തോടെ സംഭവിക്കുന്നത്, 2 ഒരേപോലെയാണ്. ലൈക്ക് ചാർജസ് റിപ്പല്ലാണ് അല്ലേ. പോസിറ്റീവ് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അവിടെ അട്രാക്ഷൻ ആണ്. അന്നേരം നിങ്ങൾ ഇത്രയും മാത്രം എഴുതിയാൽ മതി. ഫോഴ്സ് ബിറ്റ്വീൻ 2 ചാർജസ് ആർ അട്രാക്ഷൻ ആൻഡ് റിപ്പൽഷൻ. അവിടെ നിങ്ങൾക്ക് മാർക്ക് കിട്ടി. വേറെ നിങ്ങൾ ഇലാബറേറ്റ് ചെയ്തൊന്നും എഴുതണ്ട. അന്നേരം ദി ഫോഴ്സ് ബിറ്റ്വീൻ 2 ചാർജസ് ആർ അട്രാക്ഷൻ ആൻഡ് റിപ്പൽഷൻ. കഴിഞ്ഞു, ഫസ്റ്റ് പ്രോപ്പർട്ടി പഠിച്ചു കഴിഞ്ഞു ഇല്ലേ. ഫോഴ്സ് ബിറ്റ്വീൻ 2 ചാർജസ്, 2 ചാർജസ് ഇടയിലുള്ള ഫോഴ്സ് അട്രാക്ഷനും റിപ്പൽഷനുമാണ്. 2 എളുപ്പപടി. അഡിറ്റിവിറ്റി ഓഫ് ചാർജസ്. അഡിറ്റിവിറ്റി ഓഫ് ചാർജസ് സിംപ്ലി മീൻസ് അഡീഷൻ ഓഫ് ചാർജസ്. ചാർജസ് തമ്മിൽ ആഡ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് അഡിറ്റിവിറ്റി ഓഫ് ചാർജസ്. കുറേ ചാർജസ് ഉണ്ട്, Q1, Q2, Q3 അങ്ങനെ Qn വരെ ഉണ്ടെങ്കിൽ അഡീഷൻ ആഡ് ചെയ്യുക. Q എന്ന് പറയുന്നതാണ് ഫുൾ ചാർജും. Q Q1 പ്ലസ് Q2 പ്ലസ് Q3 പ്ലസ് അപ് ടു Qn. ഇതാണ് അഡിറ്റിവിറ്റി ഓഫ് ചാർജസ്. അഡിറ്റിവിറ്റി ഓഫ് ചാർജസ് സിംപ്ലി മീൻസ് അഡീഷൻ ഓഫ് ചാർജസ്. ഇക്വേഷൻ Q Q1 പ്ലസ് Q2 പ്ലസ് Q3 പ്ലസ് അപ് ടു Qn. അന്നേരം രണ്ടാമത്തെ പ്രോപ്പർട്ടി കഴിഞ്ഞു. മൂന്നാമത്തവൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. കോണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ ചാർജിൻ്റെ റൂൾ എന്നാണ് കോണ്ടൈസേഷൻ. According to condensation of charge of a body is always an integral multiple of a fundamental charge. ഒന്നുകൂടെ, according to, നിങ്ങൾ എൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു നോക്കി, according to condensation of charge,
ചാർജ് ഓഫ് എ ബോഡി ഈസ് ഓൾവേസ് ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എ ഫണ്ടമെൻ്റൽ ചാർജ്. ചാർജ് ഓഫ് എ ബോഡി എന്ന് പറയുന്നതാണ് Q, ഈസ് ഓൾവേസ് ഈക്വൽ. ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ എന്ന് പറയുന്നതാണ് പ്ലസ് ഓർ മൈനസ്. ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ n എന്ന് പറയുന്നത് ഇൻഡിജറാണ്. എൻ്റെ വാല്യൂ 1 2 3 4 5 അപ് ടു എക്സെട്ര ഓഫ് എ ഫണ്ടമെൻ്റൽ ചാർജ്. കെമിസ്ട്രിയിലും ഫിസിക്സിലും ഒക്കെ ഫണ്ടമെൻ്റൽ ചാർജ് എന്ന് പറയുന്നത് എപ്പോഴും ഓർത്തോണം ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ ആണ്. ഇക്വേഷൻ Q ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് NE. പ്രോബ്ലം വരുമ്പോൾ അതുകൂടെ അങ്ങ് ഓർത്ത് പഠിച്ചോണം. പ്ലസ് ഓർ മൈനസ് വേണ്ടേ, Q ഈസ് ഈക്വൽ ടു NE എന്ന് മതി പ്രോബ്ലം വരുമ്പോൾ. ഇതിൻ്റെ പ്രോബ്ലം ചോദിക്കാം. അന്നേരം അല്ലാതെ എന്താണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്? അക്കോർഡിംഗ് ടു ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്, ചാർജ് ഓഫ് എ ബോഡി ഈസ് ഓൾവേസ് ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എ ഫണ്ടമെൻ്റൽ ചാർജ്, ദാറ്റ് ഈസ് ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ. Q ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് NE, NE ഈസ് ഈക്വൽ ടു 1 2 3 അപ് ടു എക്സെട്ര. ഈയുടെ വാല്യൂ എന്ന് പറയുന്നത് സ്മോൾ ഈയുടെയാണ്. ഈയുടെ വാല്യൂ എന്ന് പറയുന്നത് 1.6 ഇൻറ്റു 10⁻⁻19 കൂളം. ചാർജിൻ്റെ യൂണിറ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ആൻഡ് ദി ലാസ്റ്റ് വൺ, ഫോർത്ത് വൺ ഈസ് കൺസർവേഷൻ ഓഫ് ചാർജ്. കൺസർവേഷൻ ഓഫ് എനർജി നിങ്ങൾക്ക് അറിയാം. അതുപോലെ തന്നെ കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ ചാർജസ് ക്യാൻ ബി നൈദർ ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ചാർജ് നമുക്ക് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധിക്കത്തില്ല. ഫോർ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ദി ടോട്ടൽ ചാർജ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞാൽ സെയിം എന്ന് ഉദ്ദേശിച്ചാണ്, ഈക്വൽ. ഈക്വൽ സിസ്റ്റം ആണെങ്കിൽ ടോട്ടൽ ചാർജ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. കാരണം ചാർജസ് ക്യാൻ ബി നൈദർ ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. For an isolated system, the total charge remains constant. അന്നേരം ബേസിക് പ്രോപ്പർട്ടീസ് നിങ്ങൾ പഠിച്ചു. ഇനി ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണമായിട്ട് ചോദിച്ചാലും അത് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതിൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു പ്ലസ് ഓർ മൈനസ് വേണ്ട, പക്ക പഠിച്ച് പോവാം. ക്ലിയർ? അടുത്തതിലേക്ക് പോയിന്റ് ചാർജസ്. കൂളംസ് ലോയ്ക്ക് മുമ്പുള്ളൊരു സാധനമാണ് പോയിന്റ് ചാർജസ്. പോയിന്റ് എന്ന് പറയുന്നതാണ് ഇങ്ങനെ ഇടുന്നതിനല്ലേ പോയിന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഇടുന്നതന്നെ നമ്മൾ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കുന്ന സർക്കിളോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഉള്ളത് പോയിന്റ് എന്ന് പറഞ്ഞാൽ അത് ചെറു. അന്നേരം പോയിന്റ് ചാർജസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? മാസ് വളരെ കുറവുള്ള ചാർജസ്. അത്രയും മനസ്സിലാക്കിയാൽ മതി. മാസ് വളരെ കുറവുള്ള ചാർജസിനെ പറയുന്ന പേരാണ് പോയിന്റ് ചാർജസ്. ഈ പോയിന്റ് ചാർജസ് നമുക്ക് ആകെ ഒരേ ഒരു ലോയിലേ നമ്മൾ അപ്ലൈ ചെയ്യുന്നുള്ളൂ, കൂളംസ് ലോ. കൂളംസ് ലോയ്ക്ക് പറയുന്ന മറ്റൊരു പേരാണ്, ഓർത്തിരുത്തോണം, അങ്ങനെയും പരീക്ഷയ്ക്ക് വയ്ക്കാം, ഇൻവേഴ്സ് സ്ക്വയർ ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഇൻവേഴ്സ് സ്ക്വയർ ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. വളരെ സിമ്പിളായിട്ട് Q1 Q2 ഇവിടെ രണ്ട് പോയിന്റ്, Q1ൻ്റെ തലയ്ക്ക് മണ്ടയ്ക്ക് ഒരു പോയിന്റ് കൊടുത്തേക്കുന്ന പോലെ Q1 നാണ്ടിക്കാനെ Q1 Q2 പോയിൻ്റൊക്കെ വ്യക്തമായിട്ട് കൊടുക്കണം. അത് മനസ്സിലാക്കണം. പോയിന്റ് ചാർജസ് ആണ് കൂളംസ് ലോയ്ക്കകത്ത് Q1 Q2. അതിനിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോളർ. അന്നേരം കൂളംസ് ലോ എന്താണ്? ദി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ബിറ്റ്വീൻ ടു പോയിന്റ് ചാർജസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദി ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഇത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഗ്രാവിറ്റേഷനകത്ത് പ്ലസ് വണ്ണകത്ത് എവറി പാർട്ടിക്കിൾ ഇൻ ദി യൂണിവേഴ്സ് അട്രാക്ട്സ് എവറി അതർ പാർട്ടിക്കിൾ വിത്ത് എ ഫോഴ്സ് ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് ദിയർ മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അതുപോലെ തന്നെ ദി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ബിറ്റ്വീൻ ടു പോയിന്റ് ചാർജസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദിയർ ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. നമുക്ക് ഇനി ഇക്വേഷനായിട്ട് എഴുതാം. ഫോഴ്സ് എന്ന് പറയുന്നത് F ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, അവിടെ പോയിന്റ് നമ്മൾ പോയിന്റ് ഒന്നും ഇടണ്ട ഇക്വേഷൻ ഫ്രെയിം ചെയ്യുമ്പോൾ, പ്രോഡക്റ്റ് ഓഫ് ദി ചാർജസ് എന്ന് പറഞ്ഞാൽ Q1 Q2 ആൻഡ് ഇൻവേഴ്സ്ലി എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ്. ഇപ്പം D ആകാൻ ഡിസ്റ്റൻസ് R ആകാം. ഇവിടെ നമ്മൾ R ഡിസ്റ്റൻസ് എടുത്തേക്കുന്നുണ്ട്. സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് R². ഒരുമിച്ച് അങ്ങ് എഴുതിയാൽ F ഈസ് പ്രൊപ്പോർഷണൽ ടു Q1 Q2 R². പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് ഗുണിക്കണം. F ഈസ് ഈക്വൽ ടു K ഇൻറ്റു Q1 Q2 R². ആ K എന്ന് പറയുന്നത് ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. അതിന് വാല്യൂ ഉണ്ട്. K ഈസ് ഈക്വൽ ടു 1/4πε. പലർക്കും ആ ലെറ്റർ കിട്ടത്തില്ല. എപ്സിലോൺ. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം എന്നാണ്. അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം. അന്നേരം K ഈസ് ഈക്വൽ ടു 1/4πε. അന്നേരം എന്ത് വരും? Therefore F ഈസ് ഈക്വൽ ടു Kക്ക് വരാം 1/4πε Q1 Q2 R². ഇക്വേഷൻ നമ്പർ 1 where epsilon is known as absolute permittivity of the medium. In free space or vacuum, ഈ ഇക്വേഷൻ അത്ര ചെറിയ വ്യത്യാസമേ ഉള്ളൂ. നോക്കിയേ, F ഈസ് ഈക്വൽ ടു 1/4πε0. എപ്സിലോൺ വരെ എപ്സിലോൺ 0 Q1 Q2 R². അത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. ആ എപ്സിലോൺ 0 പറയുന്ന പേരാണ് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഓർ വാക്യൂം. ഇവിടെ വരെ എഴുതിയാൽ മതി. നിങ്ങൾ 2 മാർക്ക് കൂളംസിൽ ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇവിടെ വരെ എഴുതിയാൽ മതി.
മനസ്സിലായോ? ഇനി ഡിറൈവ് കുളംസ് എന്ന് പറഞ്ഞ് ചോദിക്കാം, അന്നേരം ബാക്കി ഇവിടെ എഴുതണം. എപ്സിലോൺ സീറോയുടെ വാല്യൂ ആഡ് ചെയ്ത് 8.85 × 10⁻⁴. അന്നേരം 1/4π എപ്സിലോൺ സീറോയുടെ വാല്യൂ എങ്ങനെ വരും? 1/ നിങ്ങൾ തന്നെ നോക്കിയാൽ 4 × പൈക്ക് പകരം 3.14 × എപ്സിലോൺ സീറോയ്ക്ക് പകരം 8.85 × 10⁻12 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന 9 × 10⁹. എന്നിട്ട് നിങ്ങൾ കണ്ട് ഈ 1/4π എപ്സിലോൺ സീറോയുടെ സ്ഥാനത്ത് നമുക്ക് എന്തോ കൊടുക്കാം? 9 × 10⁹ എന്ന് കൊടുക്കാം. അന്നേരം F = 9 × 10⁹ Q1 Q2/R². അത് ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് എടുക്കണം കേട്ടോ. ഇനി ലാസ്റ്റ് സ്റ്റെപ്പുകളിലേക്ക് വരികയാണ്. എപ്സിലോൺ = എപ്സിലോൺ 0 എപ്സിലോൺ R. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം, തെറ്റിപ്പോകരുത്. എപ്സിലോൺ 0 അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഓർ വാക്യൂം. എപ്സിലോൺ R റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ F = 1/, എപ്സിലോൺ ഉള്ള ഇക്വേഷൻ ഏതാണ്? അതാണ് ഈ ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ എപ്സിലോണിന് പകരം നമ്മൾ എപ്സിലോൺ 0 എപ്സിലോൺ R എന്ന് കൊടുക്കും. എന്നാൽ F = 1/4π എപ്സിലോൺ 0 എപ്സിലോൺ R Q1 Q2/R². അതിനകത്ത് 1/4π എപ്സിലോൺ 0യ്ക്ക് പകരം നമുക്ക് 9 × 10⁹ കൊടുക്കാം. എന്നാൽ ഇക്വേഷൻ എന്താ വരും? F = 9 × 10⁹ എപ്സിലോൺ R Q1 Q2/R². ഇത് 3 മാർക്കിന് കൂളംസ് ചോദിക്കുകയാണെങ്കിൽ ഡിറൈവ് ചെയ്ത് വ്യക്തമായിട്ട് എഴുതണം. 2 മാർക്ക് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ വരെ എഴുതിയാൽ മതി. ഇക്വേഷൻ നമ്പർ 2 വരെ എഴുതി നിർത്തിയാൽ മതി. ക്ലിയർ ആയോ? പിന്നെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓർ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്, അതൊക്കെ നിങ്ങൾക്ക് നോക്കാനുള്ളതേ ഉള്ളൂ. കൂളമ്പിൻ്റെ ഡെഫിനിഷൻ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞേക്കാം. സ്റ്റാൻഡേർഡ് യൂണിറ്റുകളുടെ ഡെഫിനിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ F = നമ്മുടെ ഇക്വേഷൻ നമ്പർ 3 ആണ് 9 × 10⁹ Q1 Q2/R². F = 9 × 10⁹ ന്യൂട്ടൺ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ വണ്ണാണ്? Q1 = Q2 = 1 കൂളം ആൻഡ് R = 1 മീറ്റർ. അന്നേരം F = 9 × 10⁹ ന്യൂട്ടൺ. എന്നിട്ട് നിങ്ങൾ കുളമ്പിൻ്റെ ഡെഫിനിഷൻ എഴുതണം. കുളമ്പ് ഈസ് ദാറ്റ് ചാർജ് വിച്ച് വിൽ പ്ലേസ് ഇൻ ഫ്രീ സ്പേസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1 മീറ്റർ. എന്ന് പറഞ്ഞാൽ R = 1 മീറ്റർ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1 മീറ്റർ ഫ്രം ആൻ ഈക്വൽ ആൻഡ് സിമിലർ ചാർജ്. ഈക്വൽ ആൻഡ് സിമിലർ ചാർജ് എന്ന് പറയുന്നത് Q1 = Q2 = 1 കുളം. റിപ്പൽസ് വിത്ത് എ ഫോഴ്സ്. അന്നേരം നമുക്ക് കിട്ടുന്ന ഫോഴ്സ് ആണ് 9 × 10⁹ ന്യൂട്ടൺ. നിങ്ങൾ 1-2 വട്ടം റിപ്പീറ്റ് ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ ഇത് ക്ലിയർ ആണ്, ക്രിസ്റ്റൽ ക്ലിയർ ആണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്ത ഫ്രിക്ഷൻ ഇലക്ട്രിസിറ്റി ആണ് നമുക്ക് ടോപ്പിക്ക് വേണ്ട, അതൊന്നും നോക്കില്ല. പിന്നെ അത് പഠിച്ചു കഴിഞ്ഞു. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട ഈ ഒരു ഇക്വേഷൻസ് ഒക്കെ പഠിച്ചിരിക്കുന്ന നല്ലതാണ്. ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ 2 ഇക്വേഷൻ. E = F/Q. F എന്ന് പറഞ്ഞാൽ ഫോഴ്സ്, Q എന്ന് പറയുന്നത് ചാർജ്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്തുവാണ്? ന്യൂട്ടൺ. ചാർജിന് എന്തുവാ? കൂളം. അതായത് ന്യൂട്ടൺ പെർ കുളം അല്ലെങ്കിൽ ന്യൂട്ടൺ കുളം ⁻⁻1. പിന്നെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ പഠിച്ചാൽ മതി. E = V/d. V എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ, D എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ്. പൊട്ടൻഷ്യലിൻ്റെ വോൾട്ട് പെർ മീറ്റർ അല്ലെങ്കിൽ വോൾട്ട് മീറ്റർ ⁻⁻1. ക്ലിയർ ആയോ? അന്നേരം ഇലക്ട്രിക് ഫീൽഡിൻ്റെ 2 ഇക്വേഷൻ ഒന്ന് ഒരുമിച്ച് അങ്ങ് ഓർത്തിരുന്നോണേ. E = F/Q. ഈ F/Q എന്നാണ് പലയിടത്തും F = QE എന്ന് എഴുതുന്നത് കേട്ടോ. ഫോഴ്സ് നമ്മൾ തെറ്റിപ്പോരുത്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോഴ്സ് ആണ് F = QE. വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മൾ പലയിടത്തും യൂസ് ചെയ്യും. പിന്നെ E = V/d. ഇത് 2 യൂണിറ്റ് തന്നിരിക്കും. അടുത്ത 1 മാർക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഇലക്ട്രിക് ഡൈപോൾ. നിങ്ങൾ പടം നോക്കി, -Q + Q. അതിനുള്ള ഡിസ്റ്റൻസ് A അല്ലെങ്കിൽ 12. എന്താണ് ഇലക്ട്രിക് ഡൈപോൾ? എ പെയർ ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് അല്ലേ. ഇപ്പം Q ഈക്വൽ ഓപ്പോസിറ്റ് വന്നു, ഒരെണ്ണം മൈനസും ഒരിടത്ത് പ്ലസും. അത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയില്ലേ? എ പെയർ ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ വെക്റ്റർ ഡിസ്റ്റൻസ് ഈസ് കോൾഡ് ഇലക്ട്രിക് ഡൈപോൾ. It is a vector quantity. Its direction is from negative charge to positive charge. അന്നേരം a pair of equal and opposite charges, അതായത് -Q + Q, അതിനുള്ള ഡിസ്റ്റൻസ് ആണ് A അല്ലെങ്കിൽ 12. അതിനെ പറയുന്ന പേരാണ് ഇലക്ട്രിക് ഡൈപോൾ. ഈ A or 12നെ നമ്മൾ പറയുന്ന പേരെന്തോന്ന് അറിയാതെ ഡൈപോൾ ലെങ്ത് എന്നാണ്. ഇതൊക്കെ ഓർത്തെടുത്തോണേ. A or 12നെ ചില ടെക്സ്റ്റിനകത്ത് A അല്ലെങ്കിൽ ചില ടെക്സ്റ്റിനകത്ത് 12, നമുക്ക് രണ്ടും വെച്ച് പഠിക്കാം. A or 12നെ പറയുന്ന പേരാണ് ഡൈപോൾ ലെങ്ത്. എന്താണ് ഇലക്ട്രിക് ഡൈപോൾ? ക്ലിയർ ആയല്ലോ, അതിൻ്റെ ഡയറക്ഷൻ ക്ലിയർ ആയി. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ് ഡൈപോൾ മൊമെൻറ്റ്. ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദി ചാർജസ്. ഇപ്പം നമ്മളെപ്പോഴും +Q -Q ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണല്ലോ, നമ്മൾ പോസിറ്റീവ് വൈബ് എല്ലാവർക്കും കൊടുക്കുന്നത്.
പ്ലസ് ആയിട്ട് ഇക്വേഷൻ എല്ലാം നമ്മൾ പ്ലസ് എടുക്കത്തുള്ളൂ. മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദി ചാർജസ് എന്ന് പറഞ്ഞാൽ പി ഈസ് ഈക്വൽ വൺ ഓഫ് ദി ചാർജസ് എന്ന് പറഞ്ഞാൽ എന്തുവാ ക്യൂ ആൻഡ് ഡൈപോൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ ക്യൂ ഇൻറ്റു 12 എന്ന് പറഞ്ഞാൽ പി ഈസ് ഈക്വൽ ടു 12Q. അല്ലെങ്കിൽ ആ ഡിസ്റ്റൻസിന് വരെ എനിക്ക് 12ന് വരെ വേണമെങ്കിൽ എ എന്ന് കൊടുക്കാം. അന്നേരം പി ഈസ് ഈക്വൽ ടു ക്യൂ എ എന്ന് എഴുതാം. ആ ഇക്വേഷൻ എഴുതാം പി ഈസ് ഈക്വൽ ക്യൂ എ. രണ്ടും ഈ ഡൈപോൾ മൊമെൻ്റ് ഇക്വേഷൻ. ഇനി ഡൈപോൾ മൊമെൻ്റ് യൂണിറ്റ് നോക്കിയേ കുളമ്പ് മീറ്റർ. കാരണം ക്യൂ എന്ന് പറയുന്ന ചാർജിൻ്റെ യൂണിറ്റ് എന്തോ കുളമ്പ്, എ എന്ന് പറയുന്നത് ഡിസ്റ്റൻസിൻ്റെ മീറ്റർ. അന്നേരം കുളമ്പ് മീറ്റർ, കുളം പെർ മീറ്റർ അല്ല കുളമ്പ് മീറ്റർ. ഒരു ചെറിയ ഹൈഫൻ കൊടുത്താലും കുഴപ്പമില്ല. ഇതാണ് ഡൈപോൾ മൊമെൻ്റ്. അത് ഇലക്ട്രിക് ഡൈപോൾ അറിഞ്ഞിരിക്കണം, ഡൈപോൾ മൊമെൻ്റ് അറിഞ്ഞിരിക്കണം. അന്നേരം ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡൈപോൾ മൊമെൻ്റ് എന്താണ്, ഇതൊക്കെ സബ് ഡിവിഷൻ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചോദിക്കാം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ് ഫോഴ്സ് ആൻഡ് ടോർക്ക് ഓൺ എ ഡൈപോൾ പ്ലേസ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. പലരും തെറ്റിച്ച് കുളവാക്കുന്നതാണ്, പക്ഷേ എളുപ്പമാണ്. ഫോഴ്സ് ആൻഡ് ടോർക്ക് ഓൺ എ ഡൈപോൾ പ്ലേസ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഇവിടെയൊക്കെ നമ്മൾ ഫിഗറൂടെ വരയ്ക്കണം. ഈ ഫിഗർ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഒരു പ്ലസ് ക്യൂ ഉണ്ട് കണ്ടോ, അവിടുത്തെ ഫോഴ്സാണ് പ്ലസ് ക്യൂ ഇ. എന്നാൽ നിങ്ങൾ വിചാരിക്കുന്നത് എങ്ങനെ കാണപ്പെടണമെന്നൊന്നും അല്ല, നമ്മൾ ഇവിടെ പറഞ്ഞാൽ ഫോഴ്സിനുള്ള ഇക്വേഷൻ ആണ് ക്യൂ ഇ കണ്ടോ. അതായത് പ്ലസ് ക്യൂവിൻ്റെ അവിടുത്തെ ഫോഴ്സ് പ്ലസ് ക്യൂ ഇ, മൈനസ് ക്യൂവിൻ്റെ അവിടുത്തെ ഫോഴ്സ് മൈനസ് ക്യൂ ഇ. രണ്ടും ഓപ്പോസിറ്റുമാണ്, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനുമാണ്. പിന്നെ ഇവിടെ ഒരു ആംഗിൾ ഉണ്ട് തീറ്റ. ഇതൊരു ഇലക്ട്രിക് ഡൈപോൾ ആണെന്ന് സംശയമുണ്ടോ? ഒരു സംശയം വേണ്ട. പ്ലസ് ക്യൂവിനും മൈനസ് ക്യൂവിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് എ വന്നു കഴിഞ്ഞാൽ ഒരു അതിൻ്റെ ഡിസ്റ്റൻസ് എ അല്ലെങ്കിൽ 12 വന്നാൽ കഴിഞ്ഞാൽ അത് ഇലക്ട്രിക് ഡൈപോളാണ്, സംശയം വേണ്ട. പിന്നെ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ട് എ സൈൻ തീറ്റ എന്നൊക്കെ പറഞ്ഞ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ട്. അന്നേരം എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഇത്രയും നിങ്ങൾ ഹെഡിങ് ഒന്നുകൂടെ ഒന്ന് വായിച്ചാൽ ക്ലിയർ ആവും. ഫോഴ്സ് ആൻഡ് ടോർക്ക്, ഫോഴ്സും കണ്ടുപിടിക്കണം, ടോർക്കും കണ്ടുപിടിക്കണം. ഫോഴ്സ് വളരെ എളുപ്പമാണ്. പ്ലസ് ക്യൂവിൻ്റെ അവിടുത്തെ പ്ലസ് ക്യൂ ഇയും മൈനസ് ക്യൂവിൻ്റെ അവിടുത്തെ മൈനസ് ക്യൂ ആണെങ്കിൽ ടോട്ടൽ ഫോഴ്സ് എന്താ വരും? എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇ പ്ലസ് മൈനസ് ക്യൂ ഇ എന്ന് പറഞ്ഞാൽ എഫ് ഈസ് ഈക്വൽ ടു 0 ആണ്ടേ. ഈ പടവും വരച്ച് ഇത്ര എഴുതുമ്പോൾ 1.5 മാർക്ക് കിട്ടി. ചിലപ്പോൾ 4 മാർക്കിൻ്റെ ആണെങ്കിൽ 2 മാർക്ക് കിട്ടും. ഇനി ടോർക്ക് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസാണ്. പക്ഷേ ഇവിടെ 2 ഫോഴ്സ് ഉണ്ട്, പ്ലസ് ക്യൂ ഇ ഉണ്ട്, മൈനസ് ക്യൂ ഇ ഉണ്ട്. നിങ്ങൾ ഏതെടുക്കും? പ്ലസ് ക്യൂ ഇ എടുക്കുമോ മൈനസ് ക്യൂ ഇ എടുക്കുമോ? പ്ലസ് ക്യൂ ഇ എടുക്കത്തുള്ളൂ, കാരണം പോസിറ്റീവ് വൈബ് നമുക്കുണ്ട് അവിടെ അല്ലേ. അന്നേരം അതുകൊണ്ടാണ് ടോ ഈസ് ഈക്വൽ ടു വൺ ഓഫ് ദി ഫോഴ്സസ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. വൺ ഓഫ് ദി ഫോഴ്സ് എന്ന് പറയുമ്പോൾ ടോ ഈസ് ഈക്വൽ ടു വൺ ഓഫ് ദി ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ക്യൂ ഇ പ്ലസ് ക്യൂ ഇ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ എടുക്കുന്ന എ സൈൻ തീറ്റ, അന്നേരം ഇൻറ്റു എ സൈൻ തീറ്റ. അതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. ടോ ഈസ് ഈക്വൽ ടു ആദ്യം ക്യൂ എഴുതി, പിന്നെ എ എഴുതി, പിന്നെ ഇ എഴുതി, പിന്നെ സൈൻ തീറ്റ എഴുതി. ചുമ്മാ അറേഞ്ച് ചെയ്തതല്ല, കാരണം താണ്ടി ഇവിടെ എഴുതിയിട്ടുണ്ട് ഡൈപോൾ മൊമെൻറ്റ് പി ക്യൂ എക്ക് വരെ നമുക്ക് പി എന്ന് കൊടുക്കാം. താണ്ടി ക്യൂ എക്ക് വരെ നമുക്ക് പി എന്ന് കൊടുക്കാം അവിടെ. അന്നേരം താണ്ട് ക്യൂ എക്ക് വരെ പി കൊടുക്കാം. അതിന് ടോ ഈസ് ഈക്വൽ ടു ഫൈനൽ ഇക്വേഷൻ പി ഇ സൈൻ തീറ്റ. ഇത് വെക്റ്റർ ഫോമിൽ എങ്ങനെ എഴുതും? ഇപ്പം വെക്റ്റർ എ ക്രോസ് വെക്റ്റർ ബി എന്ന് പറഞ്ഞാലാണ് എ ബി സൈൻ തീറ്റ. അങ്ങനെയാണെങ്കിൽ പി സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വെക്റ്റർ പി ക്രോസ് വെക്റ്റർ ഇ. അന്നേരം വെക്റ്റർ ടോ ഈസ് ഈക്വൽ ടു വെക്റ്റർ പി ക്രോസ് വെക്റ്റർ ഇ. ഇത്രയും ചെയ്യുമ്പോൾ 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്കാണെങ്കിൽ ഇത്രയും നല്ല വൃത്തിയായിട്ട് എഴുതാൻ എന്ത് സിമ്പിളായിട്ട് പറ്റും. അതായത് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഫോഴ്സ് ആൻഡ് ടോർക്ക് ഓൺ എ ഡൈപോൾ പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. സിമ്പിൾ അല്ലേ? സിമ്പിളാണ്. അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് ആക്സിയൽ ലൈനും ഇക്വിറ്റോറിയൽ ലൈനും ആണ്. അത് ഡെറിവേഷൻ ആണ്, സിമ്പിൾ ഡെറിവേഷൻ ആയിട്ട് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ വേണമെങ്കിൽ എടുത്തുതരാം. ആക്സിയൽ ലൈനും ഇക്വിറ്റോറിയൽ ലൈനും സിമ്പിളായിട്ട് എല്ലാ സ്റ്റെപ്പും നല്ല ക്രീമി ആയിട്ട് തന്നിട്ടുണ്ട്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആക്സിയൽ ലൈൻ ഇക്വിറ്റോറിയൽ ലൈൻ കേട്ടോ. പിന്നെ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ്, അത് ഈ ഡയഗ്രം എല്ലാം പഠിച്ചിരിക്കണം. ഇപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ്, അതിൻ്റെ ആരോ മാർഗെല്ലാം പുറത്തോട്ടാണ്, നെഗറ്റീവ് ചാർജിന് ആരോ മാർഗെല്ലാം അകത്തോട്ടാണ്, പോസിറ്റീവ് നെഗറ്റീവ് ഈ പടങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. എന്താണ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ്? ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് സ്ട്രെയിറ്റ് ലൈൻ ആകാം, ആ ലൈൻ കർവ് ആകാം. പക്ഷേ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. അന്നേരം ആൻ ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സ് ഈസ് എ പാത്ത്, എ സ്ട്രെയിറ്റ് ലൈൻ ഓർ എ കർവ് എലോങ് വിച്ച് ആൻ ഇമാജിനറി പോസിറ്റീവ് ചാർജ് മൂവ്സ്. വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് അടുത്തത്. ടാൻജൻറ്റ് ടു ദി ലൈൻ ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു ഇങ്ങനെ വര വരയ്ക്കുമ്പോഴാണ് അതിനെ ടാൻജൻറ്റ് എന്ന് പറയുന്നത്. ടാൻജൻ്റ് ആണ് നിശ്ചയിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അന്നേരം ടാൻജൻറ്റ് ടു ദി ലൈൻ ഓഫ് ഫോഴ്സ് അറ്റ് എനി പോയിൻറ്റ് ഗീവ്സ് ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾ ലൈൻസ് ഒറിജിനേറ്റ് ഫ്രം, എല്ലാ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഒറിജിനേറ്റ് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് ടെർമിനേറ്റ്
ടു നെഗറ്റീവ് ചാർജ്, ടെർമിനേറ്റ് ഓൺ നെഗറ്റീവ് ചാർജ്. എല്ലാ ലൈൻസ് ഓഫ് ഫോഴ്സും തുടങ്ങുന്നത് പോസിറ്റീവ് ചാർജ് ചെയ്യുന്നു, അവസാനിക്കുന്നത് നെഗറ്റീവ് ചാർജ് ചെയ്യുന്നു. നോ ലൈൻസ് ഓഫ് ഫോഴ്സ് എക്സിസ്റ്റ് ഇൻസൈഡ് എ ചാർജ് കണ്ടക്ടർ. ഇങ്ങനെ ഒരു ഇതാണ് ചാർജ് കണ്ടക്ടർ പോസിറ്റീവ്. ഇതിനകത്ത് ലൈൻസ് ഓഫ് ഫോഴ്സ് ഒന്നുമില്ല, ഇതിന് പുറത്താണ് ലൈൻസ് ഓഫ് ഫോഴ്സ്. അന്നേരം അകത്ത് ഒരു ചാർജ് കണ്ടക്ടറിന് അകത്ത് എന്തില്ല, ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇല്ല. അന്നേരം നോ ലൈൻസ് ഓഫ് ഫോഴ്സ് എക്സിസ്റ്റ് ഇൻസൈഡ് എ ചാർജ് കണ്ടക്ടർ. 3 ലൈൻസ് ഓഫ് ഫോഴ്സ് ഡസ് നോട്ട് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. തമ്മിൽ ഏതെങ്കിലും ലെൻസ് കൂട്ടിമുട്ടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. ഒരു ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ത് ചെയ്തില്ല, കൂട്ടിമുട്ടത്തില്ല, പരസ്പരം കൂട്ടിമുട്ടും. നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. 4 ഈ പറഞ്ഞ പോയിന്റ് ടാൻജന്റ് ടു ദി ലൈൻ ഓഫ് ഫോഴ്സ് അറ്റ് എനി പോയിന്റ് ഗീവ്സ് ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. എന്നാൽ എൻ്റെ കൂട്ടത്തിൽ 4 പോയിന്റ് നിങ്ങൾക്ക് പറയാമോ? ഓൾ ലൈൻസ് ഓഫ് ഫോഴ്സ് ഒറിജിനേറ്റ് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് ടെർമിനേറ്റ് ഓൺ നെഗറ്റീവ് ചാർജ്. നോ ലൈൻസ് ഓഫ് ഫോഴ്സ് എക്സിസ്റ്റ് ഇൻസൈഡ് എ ചാർജ് കണ്ടക്ടർ. തേർഡ് വൺ, lines of force will never intersect each other. Fourth one, the tangent to the line of force gives the direction of electric field. പിന്നെ ഇലക്ട്രിക് ഫ്ലക്സ്. എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ്? ഇറ്റ് ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ലൈൻസ് പാസിംഗ് ത്രൂ ദി സർഫസ്. ഡിനോട്ട് ലെറ്റർ എപ്പോഴും ഫൈ ആണ്. ഫൈക്കുള്ള ഇക്വേഷൻ നിങ്ങൾ പഠിച്ചാൽ മതി. ഫൈ ഈസ് ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ എന്നുണ്ട്. സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. ഇത് നമ്മുടെ വലിയ സൂപ്പർ ഉറപ്പിക്കാവുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഗോസസ് തിയറം. അതിൻ്റെ പ്രൂഫ് 3 ആപ്ലിക്കേഷൻ. നമ്മളത് ഇത് കഴിഞ്ഞ് പഠിക്കും. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഇലക്ട്രിക് ഫ്ലക്സ്. ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമുക്കത് പഠിക്കാൻ പറ്റത്തുള്ളൂ. അതിന് ഫൈ ഈസ് ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. അതിൻ്റെ യൂണിറ്റ് വേണമെങ്കിൽ പറയാം. ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ന്യൂട്ടൺ പെർ കുളം അല്ലെങ്കിൽ ന്യൂട്ടൺ കുളം റേസ് ടു -1. ഡി എസ് എന്ന് പറഞ്ഞ ഏരിയയുടെ മീറ്റർ സ്ക്വയർ. അന്നേരം ന്യൂട്ടൺ കുളം റേസ് ടു -1 മീറ്റർ സ്ക്വയർ. പിന്നെ പൊതുവേ ഫ്ലക്സ് പറയുന്ന വെബറിലുമാണ്, മെഷർ ചെയ്യുന്ന വെബറിലുമാണ്. അന്നേരം അത് മാഗ്നറ്റിക് ഫ്ലക്സിനെ പറയുന്നെങ്കിലും നിങ്ങൾക്ക് 2 ഉണ്ട്. ഈ യൂണിറ്റ് പ്രധാനമായിട്ട് നിങ്ങൾ എടുത്തു, ന്യൂട്ടൺ കുളം റേസ് ടു -1 മീറ്റർ സ്ക്വയർ. ഇക്വേഷൻ ഓർത്തിരുന്നോണം. ഫൈ ഈസ് ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. ഇനി നമുക്ക് നമ്മുടെ ഗോസസ് തിയറും പ്രൂഫും 3 ആപ്ലിക്കേഷൻ നല്ല വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പോലും ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ 1 മണിക്കൂർ കൊണ്ട് പഠിക്കാം. അവിടെ ഈസി ആയിട്ട് ഇങ്ങനെ 1 മണിക്കൂർ അരമണിക്കൂർ നിങ്ങളൊരു 3-4-5 മണിക്കൂർ പഠിച്ചാൽ, നല്ല വൃത്തിയായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് 5 ചാപ്റ്റർ തീർക്കാം ഫിസിക്സിൻ്റെ സൂപ്പറായിട്ട്. അന്നേരം നമുക്ക് അടുത്തത് ഗോസസ് തിയറത്തിലോട്ട് പോകാം. എപ്പടി ഇருக்கு? സൂപ്പറായി ഇருக்கு. സബ്സ്ക്രൈബ് ചെയ്യേണ്ടവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. നെവർ എവർ എവർ ഗിവ് അപ്പ്. അടിപൊളിയായിട്ട് പഠിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇട്ടേക്കുക കേട്ടോ. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായെന്നിട്ടേക്കുക. മനസ്സിലായെങ്കിൽ ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതൊക്കെ കാര്യം ഓർത്തേക്കണം. ബെല്ലൈക്കണൊക്കെ എല്ലാ വിഷയത്തിനും ഇതുപോലെ കിട്ടും. നിങ്ങൾക്ക് നല്ല അടിപൊളി ക്ലാസ്സുകൾ കിട്ടും കേട്ടോ. അന്നേരം നന്നായിട്ട് പഠിക്കുക. ഗോസസ് തിയറം. അന്നേരം ഗോസസ് തിയറത്തിന് സ്പെല്ലിംഗ് എഴുതുമ്പോൾ GAUSS'. ഗോസസ് തിയറം. ഓക്കെ, എന്താണ് ഗോസസ് തിയറം? അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വൃത്തിയായിട്ട് പഠിക്കണം. ഗോസസ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് the electric flux through any closed surface in free space is equal to 1/epsilon 0 times the total charge enclosed by the surface. സ്റ്റേറ്റ്മെൻറ്റ് ഇതുപോലെ എൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ പഠിച്ച് പോകണം. എന്താണ് ഗോസസ് തിയറം? ഗോസസ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് the electric flux through any closed surface in free space, electric flux denominator phi, is equal to 1/epsilon 0 times the total charge enclosed by the surface. 1/epsilon 0 times എന്ന് പറഞ്ഞാൽ 1/epsilon 0 ഇൻറ്റു ടോട്ടൽ ചാർജ് ആയിട്ട് ഞാൻ ക്യൂവിനെ എടുക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ എഴുതാം. ഫൈ ഈസ് ഈക്വൽ ടു 1/epsilon 0 ക്യൂ. ഇത് പഠിക്കുന്നതിന് മുമ്പ്, ഗോസസ് തിയറം പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ പഠിക്കുന്നതാണ്. ഫൈ ഈസ് ഈക്വൽ ടു സർഫസിൻ്റെ, നിങ്ങളിപ്പോൾ അങ്ങ് ഓർത്തിരുന്നാൽ മതി, ഇ ഡോട്ട് ഡി എസ്. അതായത് ഫൈയുടെ വാല്യൂ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഇക്വേഷനാണ് സർഫസിൻ്റെ ഇ ഡോട്ട് ഡി എസ്. അന്നേരം ഈ ഫൈക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കുക? അവിടെ സർഫസിൻ്റെ ഇ ഡോട്ട് ഡി എസ്. അന്നേരം സർഫസിൻ്റെ ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു 1/epsilon 0 ക്യൂ. ഇനി ഇതും ഗോസസ് തിയറം ആണ്, ഇതും ഗോസസ് തിയറം ആണ്. ആപ്ലിക്കേഷൻ അതെല്ലാം ഞാൻ ഇതായിരിക്കും ഉപയോഗിക്കുന്നത്. 2 ഗോസസ് തിയറം ആണല്ലോ. എന്തുകൊണ്ടാണ് മാഷ് ഇത് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ്റഗ്രേഷൻ ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ചെയ്തു പോകാം. അതാണ് കാരണം. ഇൻ്റഗ്രേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആവും. കോംപ്ലിക്കേറ്റഡ് ആകണോ? വേണ്ട. അന്നേരം ഗോസസ് തിയറം എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് ഗോസസ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ദി ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഇൻ ഫ്രീ സ്പേസ് ഈസ് ഈക്വൽ ടു 1/epsilon 0 ടൈംസ് ദി ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി സർഫസ്. ഫൈ ഈസ് ഈക്വൽ ടു 1/epsilon 0 ക്യൂ.
ഫൈക്ക് വരെ സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് വരെ സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു 1/ε0 ക്യൂ. ക്ലിയർ? ഇനി പ്രൂഫ് ഓഫ് ഗോസസ് തിയറം. ഇതും ഇതുപോലെ തന്നെ പഠിക്കാം. ചിലപ്പം പ്രൂഫ് മാത്രം 3 മാർക്കിന് ചോദിക്കാം. ഗോസസ് തിയറം അപ്ലൈ ചെയ്യുന്ന ഏത് സർഫസ് ആയാലും ആ സർഫസിനെ പറയുന്ന പേരാണ് ഗോഷ്യൻ സർഫസ്. എന്താ സർഫസ് ആണ്? ഗോഷ്യൻ സർഫസ്. ഗോസസ് തിയറം അപ്ലൈ ചെയ്യുന്ന സർഫസ്. സ്ഫിയർ ആണെങ്കിൽ അത് ഗോഷ്യൻ സ്ഫിയർ, സിലിണ്ടർ ആണെങ്കിൽ അത് ഗോഷ്യൻ സിലിണ്ടർ. എന്താ പറയുക, ഇതൊരു സ്ഫിയർ പോലാണ്. അതിൻ്റെ സെൻറ്റർ ആണ് O. ഒറ്റ ചാർജേ ഉള്ളൂ പ്ലസ് Q. ആ O മുതൽ ഒരു പോയിന്റ് വരെ P വരെയുള്ള ഡിസ്റ്റൻസ് ആണ് R. പുറത്ത് ഇയും ഡി എസും ഉണ്ട്. ഇയും ഡി എസും ഉണ്ടെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫ്ലക്സ് ഉണ്ടെന്നാണ് അർത്ഥം. ഒറ്റ ചാർജ് ഉള്ളെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ E = ഒറ്റ പോയിന്റ് ചാർജ് ഉള്ളെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ E = 1/4πε0 Q/r². ഇക്വേഷൻ നമ്പർ 1. 2 ചാർജ് ഉണ്ടെങ്കിലാണ് Q1 Q2. ഇത് ഒറ്റ ഉള്ളെങ്കിൽ Q/r². ഇനി ഞാൻ പറഞ്ഞു ഇലക്ട്രിക് ഫ്ലക്സ് ഉണ്ട്. ഇലക്ട്രിക് ഫ്ലക്സ് ഉണ്ടെങ്കിൽ E ഡോട്ട് ഡി എസ് എ ഡോട്ട് ബി എന്ന് പറയുന്നത് എന്തോടെ എ ബി കോസ് തീറ്റ. അങ്ങനെയാണ് ഇ ഡോട്ട് ഡി എസ് എക്സ്പാൻഡ് ചെയ്യുമ്പം ഇ ഡി എസ് കോസ് തീറ്റ. ഇനി ഏത് കോസസ് തിയറത്തിനും 2 പ്രത്യേകത, 2 അഡ്വാൻറ്റേജ് ഉണ്ട്. 2 അഡ്വാൻറ്റേജ്. ഒന്ന്, ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, ആംഗിൾ 0 ആയിരിക്കും. ഇത് നിങ്ങൾ ഇങ്ങനെ മനസ്സിലെപ്പോഴും വേണം. ഇലക്ട്രിക് ഫീൽഡ് ഇ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും, ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇ ഡോട്ട് ഡി എസ് ഈസിക്കൽ ടു ഇ ഡി എസ് കോസ് തീറ്റ. ആംഗിൾ 0, തീറ്റയ്ക്ക് 0 എന്ന് കൊടുത്തേ. ഇ ഡോട്ട് ഡി എസ് ഈസിക്കൽ ടു ഇ ഡി എസ് കോസ് 0. കോസ് 0 എന്ന് പറഞ്ഞാൽ എത്ര ആടേ? കോസ് 0 1. അങ്ങനെയാണെങ്കിൽ ഇ ഡോട്ട് ഡി എസ് ഈസിക്കൽ ടു ഇ ഡി എസ്. ഇക്വേഷൻ നമ്പർ 2. ക്ലിയർ? ഇനി സബ്സ്റ്റിറ്റ്യൂട്ടിങ് 1 in 2. ഡോട്ട് പ്രോഡക്റ്റ് ഉള്ളിടത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടില്ല, പറ്റത്തില്ല. നിങ്ങൾക്ക് ഇൻ്റഗ്രേഷനൊക്കെ പഠിച്ചിട്ടുള്ളതാണ്, ഡോട്ട് പ്രോഡക്റ്റ് ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടില്ല. അന്നേരം ഇ ഡോട്ട് ഡി എസ് ഈസിക്കൽ ഈ ഇക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 1/4πε0 Q/r² കൊടുക്കാം. നോക്കിയേ, ഇ ഡോട്ട് ഡി എസ് ഈസിക്കൽ ടു ഇക്ക് പകരം 1/4πε0 Q/r² ഇൻറ്റു ഡി എസ്. ഇനി ഇൻ്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ്. 2 സൈഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. സാധാരണ ഇൻ്റഗ്രേഷൻ ഒക്കെ നിങ്ങൾ പഠിച്ചാൽ, അടിപൊളിയായിട്ട് പഠിച്ചാൽ, ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷൻ ഒക്കെ പഠിച്ചാൽ അന്നേരം 2 സൈഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. സാധാരണ ഇൻ്റഗ്രൽ ആണെങ്കിൽ അത് ഇൻ്റഗ്രലാണ്. ഇത് ഒരു ഗോഷ്യൻ സർഫസ് ആയതുകൊണ്ട് നമ്മൾ എസ് കൂടെ കൊടുക്കും. ഇതിനെ പറയുന്ന ഒരു സർഫസ് ഇൻ്റഗ്രലാണ്. എന്നിട്ട് ഞാൻ ഇൻ്റഗ്രേറ്റ് എന്നിട്ട് ഇവിടെ ഞാൻ എസ് എന്ന് കൊടുക്കണം കേട്ടോ. എല്ലായിടത്തും എസ് 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 എസ്. ഓക്കെ. അന്നേരം സർഫസ് ഇൻ്റഗ്രൽ രണ്ടിടത്തും ഇൻ്റർ കൊടുത്തു. സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈസിക്കൽ ടു ഇപ്പുറത്തും സർഫസ് ഇൻ്റഗ്രൽ 1/4πε0 Q/r² ഇൻറ്റു ഡി എസ്. ഒരു ഭാഗം ഞാൻ അതുപോലെ ഇട്ടു. സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈസിക്കൽ ടു ഇവിടെ എന്തൊക്കെയാണ് കോൺസ്റ്റൻ്റ് ആയിട്ട് പുറത്തെടുക്കേണ്ടത്? അന്നേരം 1/4πε0 കോൺസ്റ്റൻ്റ് ആണെന്നറിയാം. Q/r². അതെന്താ മാഷേ 1/4πε0 Q/r² കോൺസ്റ്റൻ്റ് ആയത്? കാരണം ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു. ഇലക്ട്രിക് ഫീൽഡിനുള്ള ഇക്വേഷൻ എന്തുവാടെ? 1/4πε0 Q/r². പഠിക്കുമ്പോൾ നല്ല മനസ്സിലാക്കി പഠിക്കണം. ചുമ്മാ കാണപ്പെടും പഠിക്കാവോ? പറ്റത്തില്ല. അന്നേരം സർഫസിൽ ഇ ഡോട്ട് ഡി എസ് ഈസിക്കൽ ടു 1/4πε0 Q/r² ഇൻറ്റു സർഫസ് ഇൻ്റഗ്രൽ ഡി എസ്. സർഫസ് ഇൻ്റഗ്രൽ ഡി എസ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു സ്ഫിയറിൻ്റെ ഏരിയ ആണ്. സ്ഫിയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4πr². അന്നേരം സർഫസ് ഇൻ്റഗ്രൽ ഡി എസിന് വരെ എന്ത് കൊടുക്കാം? 4πr². അന്നേരം നോക്കിയേ, ഒരു സൈഡ് ഇതുപോലെ തന്നെ സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈസിക്കൽ ടു 1/4πε0 Q/r² ഇൻറ്റു സർഫസ് ഇൻ്റഗ്രൽ ഡി എസിന് പകരം 4πr². ഒരു 4πയും 4πയും വെട്ടി r²ഉം വെട്ടിയിട്ട് ബാക്കി സർഫസ് ഇൻ്റഗ്രൽ ഡി എസ് ഈസിക്കൽ ടു 1/ε0 Q. എന്ത് സിമ്പിൾ! നിങ്ങൾ നോക്കുക, താണ്ടേ ഇതാണ് പ്രൂഫ്. ഫൈനൽ ഇക്വേഷൻ. അന്നേരം പ്രൂഫ് ഓഫ് ഗോസസ് തിയറവും ആപ്ലിക്കേഷൻ ഓഫ് ഗോസസ് തിയറവും ഒക്കെ സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങൾക്ക് പഠിക്കാം. മനസ്സിലാക്കി നല്ല പൊളിച്ച് സിമ്പിളായിട്ട് പഠിക്കാം. എന്നിട്ട് നിങ്ങളുടെ കമൻസുകളെല്ലാം രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടാൽ കമൻസ് കൊണ്ട് വാരിയണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ഇടണം, കുഴപ്പമില്ല. മാഷ മനസ്സിലാകും കേട്ടോ നിങ്ങളുടെ വിഷമം. അടുത്ത ആപ്ലിക്കേഷൻ ഓഫ് ഗോസസ് തിയറം. 3 ആപ്ലിക്കേഷനാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. ആയത് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു ആൻ ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ്. ഇൻഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റാത്ത ഡിസ്റ്റൻസിൽ എന്നുള്ളതാണ് ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ്. എന്നിട്ട് ഇവിടെ ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റ് ഉണ്ട്. അവിടുത്തെ സർഫസ് ചാർജ് ഡെൻസിറ്റിയാണ് സിഗ്മ. എന്തുവാണ്? സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ. ഒരു സിലിണ്ടർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിന് 2 വശങ്ങൾ എയും ബിയും. അതിൻ്റെ രണ്ടിടത്തെയും ഏരിയ എന്ന് പറയുന്നത് ഏരിയ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഡി എസ്. ഇതിനിടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആർ. ക്ലിയർ? ഇനി നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് അവിടുത്തെ കണ്ടുപിടിക്കാൻ പോവാണ്.
എല്ലാം ഇങ്ങനെ ആയിരിക്കും തുടങ്ങുന്നത്. ഫൈ ഈസ് ഈക്വൽ ടു നമുക്ക് ഫൈക്കുള്ള ഈ സാധാരണ ഇക്വേഷൻ ഇ ഡി എസ് എന്നാണ്. ഇ ഇൻറ്റു ഡി എസ് ഡോട്ടായാലും ഇ ഇൻറ്റു ഡി എസ്. ഇവിടെ ഫൈ ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഇവിടെ ഒരു ഡി എസ് അല്ല, സിലിണ്ടറിന് 2 എൻ ഫേസ് ഉണ്ട്. അന്നേരം ഏരിയ ഓഫ് 2 എൻ ഫേസസ് ഓഫ് ദി സിലിണ്ടർ. അന്നേരം ഫൈ ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു 2 ഡി എസ് എന്നാകണം ഇക്വേഷൻ നമ്പർ 1. ആദ്യം ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കണം. അടുത്ത ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി ഗോഷ്യൻ സർഫസ്. ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. സിഗ്മ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എ. ഇവിടെ സിഗ്മ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എക്ക് പകരം ഇവിടെ ഏരിയ എന്ന് പറയുന്നത് ഡി എസ് ആണ്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ക്യൂ ഈസ് ഈക്വൽ ടു ചാർജ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ഓഫ് 1 എൻ ഫേസ് ഓഫ് എ സിലിണ്ടർ. ഇതിൽ നിന്നാണ് ഇതെടുക്കുന്നത്. ഇതിൽ നിന്ന് ക്യൂ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? സിഗ്മ ഇൻറ്റു ഡി എസ്. മനസ്സിലായോ? ഇത് യഥാർത്ഥ ഇക്വേഷൻ സിഗ്മ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എ. അതിൽ നിന്ന് സിഗ്മ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ഡി എസ്. അതിൽ നിന്ന് ക്യൂ ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഡി എസ്. ഇക്വേഷൻ നമ്പർ 2. അപ്ലൈ ഏതിൻ്റെ ആപ്ലിക്കേഷൻ? ഗോസ് തിയറത്തിൻ്റെ. അന്നേരം ഫൈ ഈസ് ഈക്വൽ ടു 1/ε0 ക്യൂ. ഇക്വേഷൻ നമ്പർ 3. ഈ ക്യൂവിന് പകരം എനിക്ക് സിഗ്മ ഇൻറ്റു ഡി എസ് കൊടുക്കാം. എന്നൊരു ഇക്വേഷൻ എന്ത് വരുമെന്ന് പറഞ്ഞേ? അന്നേരം ഫൈ ഈസ് ഈക്വൽ ടു 1/ε0 ക്യൂ. ക്യൂവിന് പകരം നമുക്ക് സിഗ്മ ഇൻറ്റു ഡി എസ് എന്ന് കൊടുക്കാം. എന്നൊരു ഇക്വേഷൻ എന്ത് വരും? ഫൈ ഈസ് ഈക്വൽ, ഈ സ്റ്റെപ്പ് തെറ്റാണ്. ഫൈ ഈസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ക്യൂവിന് പകരം എന്ത് കൊടുക്കാം? സിഗ്മ ഡി എസ്. അത് ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കാം. ഇക്വേറ്റിംഗ് 1 ആൻഡ് 4. അന്നേരം ഇ ഇൻറ്റു 2 ഡി എസ്. 1 എന്ന് പറയുന്നത് ഇതാണ്, ഇ ഇൻറ്റു 2 ഡി എസ്. 4 എന്ന് പറയുന്നത് 1/ε0 സിഗ്മ ഡി എസ്. ഇവിടെ ഡി എസും ഡി എസും ക്യാൻസലായി. അന്നേരം ഇ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ ഈ 2 ഇങ്ങോട്ട് വരും 2/ε0. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ആദ്യം ഫൈ ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു 2 ഡി എസ്. ഇക്വേഷൻ നമ്പർ 1. Q is equal to sigma into ds. Applying Gauss theorem apply ചെയ്തേ പറ്റൂ. Phi is equal to 1/ε0 Q. Phi is equal to 1/ε0 into Q ന് വരെ sigma ds. Equation number 4. Equating 1 and 4. 1 ഉം 4 നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. E into 2 ds is equal to 1/ε0 sigma ds. അതിൽ നിന്ന് E is equal to sigma by 2/ε0. ഇതാണ് ഫൈനൽ ഇക്വേഷൻ. വളരെ സിമ്പിളാണ്. ഒരു 5 മിനിറ്റ് മാക്സിമം നല്ലപോലെ കഷ്ടപ്പെട്ടങ്ങ് എഴുതി പഠിക്കണം. ഓക്കെ. അടുത്ത രണ്ടാമത്തെ ഗോസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻ ഇലക്ട്രിക് ഇന്റൻസിറ്റി ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെൽ. ആദ്യം പഠിച്ച ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ്. തെറ്റിപ്പോകരുത്. ഇലക്ട്രിക് ഇന്റൻസിറ്റി, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വേറെയുണ്ട്. അന്നേരം ഇത് കൺഫേം ആയിട്ട് ഓർത്തിരിക്കണം. ഇലക്ട്രിക് ഇന്റൻസിറ്റി ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെൽ. ഇവിടെ ഈ നടുക്ക് വരച്ചേക്കുന്ന ഒരു ഒറിജിനൽ സ്ഫിയറാണ്. അതിൻ്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ ആർ. അതിൻ്റെ സെൻറ്ററോ അതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ. ഈ അസ്യൂം ചെയ്ത് വരച്ചേക്കുന്നതാണ് ഡോട്ടഡ് ലൈൻ വരച്ചേക്കുന്നത്. അതിൻ്റെ റേഡിയസ് സ്മോൾ ആർ. പി എന്ന് പറയുന്ന പോയിന്റ് അവിടുത്തെ ഇലക്ട്രിക് ഇന്റൻസിറ്റി കണ്ടുപിടിക്കണം. അന്നേരം നടുക്ക് വരച്ചേക്കുന്ന ഒറിജിനൽ സ്ഫിയറാണ്, ചുറ്റും വരച്ചേക്കുന്ന സ്ഫിയറാണ്, പക്ഷേ അത് ഗോഷ്യൻ സ്ഫിയറാണ്, അസ്യൂം ചെയ്തേക്കുന്നതാണ്. അന്നേരം നമുക്ക് നോക്കാം. ആദ്യം ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കണം. ഫൈ ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡി എസ് അല്ലേ. ഇവിടെ ഡി എസിന് വരെ ഏരിയ ഓഫ് ദി ഗോഷ്യൻ സ്ഫിയർ. ഗോഷ്യൻ സ്ഫിയറിൻ്റെ റേഡിയസ് എന്തുവാ? ആർ. ഏരിയ ഓഫ് ദി സ്ഫിയർ എന്ന് പറഞ്ഞാൽ 4πr². അന്നേരം ഫൈ ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു 4πr². ഇക്വേഷൻ നമ്പർ 1. സിമ്പിൾ. അപ്ലൈ ഡയറക്റ്റ് ആയിട്ട് ഗോസ് തിയറം അപ്ലൈ ചെയ്യുക. ഫൈ ഈസ് ഈക്വൽ ടു 1/ε0 ക്യൂ. ഇക്വേഷൻ നമ്പർ 2. മനസ്സിലായിട്ട് നന്നായിട്ട്. ആദ്യം ഫൈ ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു 4πr². ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഈ ഗോഷ്യൻ സ്ഫിയർ എഴുതിയ സ്ഫിയറിൻ്റെ ഏരിയ 4πr². അപ്ലൈ ഗോസ് തിയറം ഫൈ ഈസ് ഈക്വൽ ടു 1/ε0 ക്യൂ. ഇക്വേഷൻ 1 ഉം 2 നോക്കി ഒരു സൈഡ് സെയിം ആണ്, ഫൈ ആണ് അല്ലേ. ഇക്വേറ്റിംഗ് 1 and 2. ഇക്വേറ്റ് ചെയ്യുമ്പോൾ വരും ഇ ഇൻറ്റു 4πr² ഈസ് ഈക്വൽ ടു 1/ε0 ക്യൂ. അതിനെ നമുക്കറിയാവുന്ന രീതിയിൽ നമ്മളൊന്ന് റീ അറേഞ്ച് ചെയ്യുന്നു. ഇ ഈസ് ഈക്വൽ ടു 1 ഈ 4π ഇങ്ങോട്ടേക്ക് വരും 1/4πε0 ക്യൂ ബൈ r². ഇക്വേഷൻ നമ്പർ 3. ക്ലിയർ ആയോ? ഇനി ചാർജ് എൻക്ലോസ്ഡ് ബൈ എ ഗോഷ്യൻ സർഫസ്. ചാർജ് നമ്മൾ കഴിഞ്ഞതിനകത്തും പഠിച്ചെങ്ങനെയാണ്? ചാർജ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ഓഫ് ദി ഒറിജിനൽ സ്ഫിയർ. ചാർജ് ഡെൻസിറ്റി ക്യൂ ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഒറിജിനൽ സ്ഫിയറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ആണ്. അങ്ങനെയാകുമ്പം 4π ക്യാപിറ്റൽ r². നമുക്കതിനെ ഇങ്ങനെ എഴുതാം. ക്യൂ ഈസ് ഈക്വൽ ടു 4πr² സിഗ്മ. ഇനി എന്ത് ചെയ്യണമെന്നറിയോ? താണ്ട് ഈ ക്യൂവിൻ്റെ സ്ഥാനത്തോട്ട് നമുക്ക് എന്ത് കൊടുക്കണം? ഇവിടെ 4πr² സിഗ്മ കൊടുക്കണം. എന്നിട്ട് എന്തൊരു ഇക്വേഷൻ? ഇ ഈസ് ഈക്വൽ ടു 1/4πε0 4πr² സിഗ്മ ബൈ r². 4π ക്യാൻസൽ. റേഡിയസ് എല്ലാം ഒരുമിച്ച് കേട്ടെ r² ബൈ r². ഈ സിഗ്മ നമുക്ക് ഇപ്പുറത്തോട്ട് ഇങ്ങോട്ട് വരാം. അന്നേരം എന്തോ ഒരു ഇക്വേഷൻ?
ഇ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു ആർ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. അതാണ് നാണ്ടി എഴുതിയിരിക്കുന്നത്. ഇനി സർഫസിൽ ഓൺ ദി അല്ല ഓൺ ദി സർഫസ് ഓഫ് ദി സ്ഫെറിക്കൽ ഷെൽ രണ്ട് റേഡിയസ്, ഒന്ന് ഒറിജിനൽ സ്ഫിയറും മറ്റേത് ഡ്യൂപ്ലിക്കേറ്റ് സ്ഫിയറുമാണ്, ഗോഷ്യൻ സ്ഫിയറുമാണ്. രണ്ടിൻ്റെ റേഡിയസ് സെയിം ആയിട്ട് കരുതുക. എന്ന് പറഞ്ഞാൽ സ്മോൾ ആറിന് പകരം ക്യാപിറ്റൽ ആർ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഈസിക്കൽ സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു ആർ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ആർ സ്ക്വയർ വെട്ടിപ്പോയിടെ ഈ ഈസിക്കൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ കഴിയും. ഈ രണ്ടാമത്തെ ആപ്ലിക്കേഷനോടൊപ്പം നമ്മൾ പഠിക്കേണ്ട ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്. നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ ഇതല്ലായിരുന്നോ, ഇ ഈസിക്കൽ ടു 1 ബൈ എപ്സിലോൺ 0 ക്യൂ ബൈ ആർ സ്ക്വയർ ആണ്. നമ്മളൊന്ന് ആലോചിക്കുകയെ, ഒരു കണ്ടക്ടറിൽ ചാർജ് ഒന്നുമില്ല. ചാർജ് ഇല്ലെങ്കിൽ ചാർജിനോട് ലെറ്റർ ഏതാ? ക്യൂ ഈസിക്കൽ ടു 0. ക്യൂ 0 ആണെങ്കിൽ ഇ എന്തുവാണ്? 0. ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. ചാർജ് ഇല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡും ഇല്ല. ദി വാനിഷിങ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ കണ്ടക്ടർ. കണ്ടക്ടറിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഇല്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ഇറ്റ് ഈസ് സേഫസ്റ്റ് ടു ബി ഇൻസൈഡ് എ കാർ. കാറിനകത്ത് അകത്തിരിക്കുന്നതാണ് സേഫ്. ഡ്യൂറിങ് തണ്ടർസ്റ്റോം ഓർ ലൈറ്റനിങ്. വൈ? നല്ല ഇടി വെട്ടുമ്പോഴും മഴ പെയ്യുമ്പോഴും ഒക്കെ മിന്നലൊക്കെ ഉള്ളപ്പം കാറിനകത്തിരിക്കുന്ന സേഫ്. കാരണം കാറിൻ്റെ മണ്ടയ്ക്ക് ഒരു മെറ്റാലിക് ഉണ്ടല്ലോ, ആ മെറ്റാലിക് ബോഡി ആയതുകൊണ്ട് ഇടിയും മിന്നലിനെയും പിടിച്ചെടുക്കാൻ ഏതിന് പറ്റും? ആ മെറ്റാലിക് ബോഡിക്ക് പറ്റും. അന്നേരം അകത്തോട്ട് ചാർജിനെ കടത്തി വിടത്തിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. അന്നേരം അത് ഏത് ആപ്ലിക്കേഷനാണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്. നമ്മുടെ ആപ്ലിക്കേഷൻ കുറിച്ച് അത് ഇട്ടിട്ടുണ്ട്. അന്നേരം ഇറ്റ് ഈസ് സേഫസ്റ്റ് ടു ബി ഇൻസൈഡ് എ കാർ റാദർ ദാൻ ഔട്ട്സൈഡ് എ ഗ്രൗണ്ട് ഓർ ട്രീ, നിയർ എ ട്രീ. അതായത് പുറത്ത് തുറസായ സ്ഥലത്തോ ഇടി വെട്ടുമ്പം മരത്തിൻ്റെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നോ ഒന്നും സേഫ് അല്ല. കാറിനകത്തിരിക്കുന്നതാണ് സേഫ്. ഡ്യൂറിങ് എപ്പം തണ്ടർസ്റ്റോം ഓർ ലൈറ്റനിങ്. വൈ? ഇറ്റ് ഈസ് ഡ്യൂ ടു ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്. ഇത് രണ്ടാമത്തെ ആപ്ലിക്കേഷനായിട്ട് കണക്ട് ചെയ്ത് പഠിച്ചോളാം. ഇനി നമുക്ക് മൂന്നാമത്തെ ആപ്ലിക്കേഷൻ പോകാം. അടുത്തത് മൂന്നാമത്തെ ആപ്ലിക്കേഷൻ ഗോസ് തിയറത്തിന്റെ ലാസ്റ്റ് ആപ്ലിക്കേഷൻ. അന്നേരം ഗോസ് തിയറം പ്രൂഫ് 3 ആപ്ലിക്കേഷൻ പഠിച്ചുകൊണ്ടേ പോവുള്ളൂ. ഇലക്ട്രിക് ഇന്റൻസിറ്റി ഡ്യൂ ടു എ ഇൻഫിനിറ്റീവ്ലി ലോങ് ലോങ് സ്ട്രെയിറ്റ് യൂണിഫോംലി ചാർജ് വയർ. ലോങ് സ്ട്രെയിറ്റ് ഇൻഫിനിറ്റീവ്ലി ഇതാണ് ലോങ് സ്ട്രെയിറ്റ് യൂണിഫോംലി ചാർജ് വയർ എന്ന് പറഞ്ഞാൽ ഒരു വയറിനകത്ത് ഒന്നിൽ മൊത്തത്തിൽ പോസിറ്റീവ് അല്ലെങ്കിൽ മൊത്തത്തിൽ നെഗറ്റീവ്. അതാണ് യൂണിഫോംലി ചാർജ് വയർ. അന്നേരം അതിന് യൂണിഫോംലി ചാർജ് വയർ എടുത്തു, ഒരു സിലിണ്ടർ അവിടെ പ്ലേസ് ചെയ്ത് സിലിണ്ടറിന് 2 എൻ ഫേസ് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ആ സിലിണ്ടറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് L ആണ്. അതിനിടയിലുള്ള ഡിസ്റ്റൻസ് എന്നൊക്കെ പറയുന്നത് R ആണ്. 2 കേർവ്ഡ് സർഫസ് ആണ് സിലിണ്ടറിൻ്റെ. ഒരു കേർവ്ഡ് സർഫസ് ആണെങ്കിൽ πRL ആണ്, 2 കേർവ്ഡ് സർഫസ് ആണെങ്കിൽ 2πRL ആണ്. അത് ഓർത്തിരുന്നോണം, ഇവനെ നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. അന്നേരം നമുക്ക് തുടങ്ങാം. ആദ്യം φ = ഇങ്ങനെ അങ്ങ് തുടങ്ങുകയാണ്. φ = E ഡോട്ട് ds ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. ഇലക്ട്രിക് ഫ്ലക്സ് E ഡോട്ട് ds എക്സ്പാൻഡ് ചെയ്ത് എന്തോ വരും? A ഡോട്ട് B എക്സ്പാൻഡ് ചെയ്താൽ AB cos θ. അന്നേരം φ = E ds cos θ. എപ്പോഴും ആംഗിൾ 0 ആണ് കോസ് തിയറത്തിൽ. 2 അഡ്വാൻറ്റേജ് എന്തുവാ? ആംഗിൾ 0, ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റന്റ്, θ 0. അന്നേരം φ = E ds cos 0. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, E ds cos 0. cos 0 എന്ന് പറഞ്ഞാൽ 1. അന്നേരം φ = E ds ഇക്വേഷൻ നമ്പർ 1. ഇൻ്റഗ്രേറ്റിംഗ് ഇക്വേഷൻ നമ്പർ 1. അന്നേരം φ = φ a നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട, dφ ആണെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഓൾറെഡി φ ഇൻ്റഗ്രേറ്റ് ചെയ്തതാണ്. ഇവിടെ ഇൻ്റഗ്രൽ കൊടുത്തു, ഇൻ്റഗ്രൽ E ds. ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള പുറത്തെടുത്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അന്നേരം φ = E × ഇൻ്റഗ്രൽ ds. ഇൻ്റഗ്രൽ dsന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? കേർവ്ഡ് സർഫസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് രണ്ടിടത്ത് ആകുമ്പം 2πRL കൊടുക്കാം. അന്നേരം φ = E × 2πRL ഇക്വേഷൻ നമ്പർ 2. ഇപ്പം നിങ്ങൾ നോക്കിയേ, 1ഉം 2ഉം ഒരു സൈഡ് സെയിം ആണ് അല്ലേ? അന്നേരം അടുത്തത് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അടുത്തത് നോക്കുകയാണ് ലാംഡ. അത് ഇക്വേറ്റ് ചെയ്യുന്നതിന് മുമ്പേ ലാംഡ = Q/L. ലാംഡ എന്ന് പറഞ്ഞാൽ ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നതാണ് ചാർജ് ബൈ യൂണിറ്റ് ലെങ്ത്. നമ്മൾ നേരത്തെ പഠിക്കുന്ന ഇക്വേഷൻ ലാംഡ = Q/L. അതിൽ നിന്ന് Q = ലാംഡ × L. അപ്ലൈയിങ് ഗോസസ് തിയറം. φ = 1/ε0 Q. എപ്പോഴും ഓർത്തണം, ഗോസ് തിയറം അപ്ലൈ ചെയ്തില്ലെങ്കിൽ നമുക്ക് കിട്ടില്ല. φ = 1/ε0 Q. ഇത് ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് കൊടുത്തു കേട്ടോ. ക്യൂവിന് പകരം നമുക്ക് ലാംഡ L എന്ന് കൊടുക്കാം. അന്നേരം φ = 1/ε0 ഇൻറ്റു ക്യൂവിന് പകരം ലാംഡ L. അന്നേരം φ = ലാംഡ L/ε0 ഇക്വേഷൻ നമ്പർ 5. ഇക്വേറ്റിംഗ് 3 and 5. 3 ഏതാണ്?
ഇ ഇൻറ്റു 2πRL ഇതാണ് ഇക്വേഷൻ 2 and 5 എന്നാണ് കേട്ടോ, സോറി 2 and 5. അന്നേരം ഇ ഇൻറ്റു 2πRL കാരണം 5 ആണ്, ഇതും 5 ആണ്. അന്നേരം ഇ ഇൻറ്റു 2πRL ഈസ് ഈക്വൽ ടു ലാംഡ എൽ ബൈ എപ്സിലോൺ 0. അതിൽ നിന്ന് ഇ ഈസ് ഈക്വൽ ടു ലാംഡ ബൈ ഇതിനകത്ത് എല്ലും ക്യാൻസൽ ലാംഡ ബൈ 2πR എപ്സിലോൺ 0. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2πR എപ്സിലോൺ 0. ഇതാണ്. അന്നേരം ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ നോട്ടിനകത്തുള്ളതങ്ങ് തിരുത്തിക്കണം കേട്ടോ. എളുപ്പത്തിലുള്ള സിമ്പിൾ സ്റ്റെപ്പുകളാണ് എല്ലാം. ഇത്രയേ ഓൾറെഡി ഗോസസ് തിയറത്തിൻ്റെ പ്രൂഫ് 3 ആപ്ലിക്കേഷൻ. നിങ്ങൾ ഇത് നന്നായിട്ട് ഒന്നോ രണ്ടോ വട്ടം കേട്ടിട്ട് ഒന്ന് പഠിച്ചു നോക്കി, നല്ലപോലെ എഴുതി പഠിച്ചിട്ട് നോട്ട്സ് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, നോട്ടും കിടപ്പുണ്ട്, പഠിച്ചിട്ട് പറ ഇത് സിമ്പിളല്ലേ. നിങ്ങൾ നോക്ക്. ഇനി നിങ്ങൾ തന്നെ നിങ്ങളുടെ കമൻസുകൾ നന്നായിട്ട് ഇടുക, എങ്ങനെ ഉണ്ടെന്ന് ഇടുക. ഈസിയായി ഫിസിക്സ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നെങ്കിൽ ഈസിയാന്ന് പറഞ്ഞ് തന്നെ ഇടുക. ബുദ്ധിമുട്ടുണ്ടെന്ന് തന്നെ ഇടുക. സത്യം പറയുന്നതിനൊരു കുഴപ്പമില്ല. അന്നേരം നല്ലപോലെ പഠിക്കുക. ഗോസ് തിയറം പ്രൂഫ് 3 ആപ്ലിക്കേഷൻ വെരി 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 ഇമ്പോർട്ടൻറ്റ്. അടുത്ത രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്നാണ്. ഇതിനും നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. 10-12 മാർക്കോളം വെയിറ്റേജ് കിട്ടും. എന്നാൽ നമ്മൾ ചില്ലറ കാര്യമല്ല, ഇത് വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. നിങ്ങൾ എൻ്റെ കൂട്ടത്തിൽ അങ്ങ് പഠിച്ചു പോകും. നമുക്ക് തുടങ്ങാം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ വി ആണ്. അത് ലെറ്റേഴ്സ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിനോട്ട് ലെറ്റർ വി ആണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇപ്പം 2 പോയിന്റ്സ് എടുക്കുക, എയും ബിയും. എ ഞാൻ ഇരിക്കുന്ന പോയിന്റ്, ബി ഇപ്പം നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ഇത് കാണുന്ന അല്ലെങ്കിൽ കൊല്ലത്തു നിന്ന് കാണുന്നത്, ഈ കൊല്ലത്തു എന്ന് പറയുന്നത് കൊല്ലമാണ് ബി. അതായത് ഇനി കാണാൻ പറ്റാത്തത്രയും ഡിസ്റ്റൻസ് ഇൻഫിനിറ്റി എന്ന് നമ്മൾ അതിനെ പറയും. അന്നേരം ബി എന്ന് പറയുന്ന പോയിന്റിൽ ഒരു ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. ബി എന്ന് പറയുന്ന പോയിന്റിൽ ഒരു ചാർജ് ഉണ്ടെങ്കിൽ അത് ഇൻഫിനിറ്റിയിലാണ്. അതിനെ എയിലോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ എയിലോട്ട് കൊണ്ടുവരണമെങ്കിൽ ഒരു തെള്ളിലൊന്നും വരത്തില്ല. എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. എവിടുന്ന് എവിടോട്ട് വർക്ക് ചെയ്യണം? ബിയിലിരിക്കുന്ന യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ എയിലോട്ട് വർക്ക് ചെയ്യണം. ഇൻഫിനിറ്റി ഇരിക്കുന്ന ചാർജിനെ നമുക്കറിയാവുന്ന പോയിന്റിലോട്ട് വർക്ക് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ആ വർക്ക് ഏത് രീതി വേണമെങ്കിലും ചെയ്യാം. ഓട്ടോ പിടിച്ച് കൊണ്ടുവരാം, ചാർജിനെ ടാക്സി പിടിച്ച് കൊണ്ടുവരാം, ഏത് രീതിയിൽ എന്തായാലും വർക്ക് ചെയ്താൽ മതി. അന്നേരം എവിടുന്ന് എവിടോട്ടാണെന്നുള്ള ഓർത്തോണം, ബിയിൽ നിന്ന് എയിലോട്ടാണ് വർക്ക് ചെയ്യുന്നത്. അന്നേരം എപ്പോഴും ഓർത്തോണം ഇലക്ട്രിക് ഫീൽഡ് തിരിച്ചുമായിരിക്കും. ബിയിൽ നിന്ന് എയിലോട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ എയിൽ നിന്ന് ബിയിലോട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. കാരണം നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ പഠിച്ചു കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കാത്ത എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് അടുത്തത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പബ്ലിക് എക്സാമിനൊക്കെ നിങ്ങൾ ശരിക്കും പഠിച്ചു ചെയ്യണം ഓണപരീക്ഷയും കേട്ടോ. റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഇ ആൻഡ് പൊട്ടൻഷ്യൽ വി. ഇയും വിയും തമ്മിലുള്ള ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഇയും പൊട്ടൻഷ്യൽ വിയും തമ്മിലുള്ള റിലേഷൻ. പടമൊക്കെ വളരെ സിമ്പിളാണ്. 4 സ്റ്റെപ്പേ ഉള്ളൂ. 4 സ്റ്റെപ്പ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക് ഉറപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോക്കിയേ, എ എന്നും ബി എന്നും പറയുന്ന 2 പോയിന്റ്സ്. ഇപ്പോൾ നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യലിനകത്ത് പറഞ്ഞ പോലെ ബി എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലുള്ള പോയിന്റാണ്. അവിടുത്തെ പൊട്ടൻഷ്യലാണ് ബി എന്ന് പറയുന്നത്. ബിയുടെ അവിടുത്തെ പൊട്ടൻഷ്യലാണ് ബി. അവിടെ ഡി വി വർക്ക് ചെയ്ത്, ശ്രദ്ധിച്ചോണം, ഡി വി എന്ന് പറയുന്ന വർക്കാണ്. ഡി വി വർക്ക് ചെയ്ത് ബിയിൽ നിന്നും നമ്മൾ എയിലോട്ട് ഈ പൊട്ടൻഷ്യലിനെ കൊണ്ടുവന്നു. അന്നേരം അവിടുത്തെ എയുടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താവും? ഈ ഡി വിയുടെ കൂട്ടണമല്ലോ. ഇവിടുത്തെ പൊട്ടൻഷ്യൽ വി ആ, ഡി വിയുടെ കൂട്ടണം വി പ്ലസ് ഡി വി എന്നാവും. അത് നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. എയും ബിയും 2 പോയിന്റ്സ്. ബി ഇൻഫിനിറ്റിയിലുള്ള പോയിന്റ്, ബിയുടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വി ആണ്. അത് ഡി വി വർക്ക് ചെയ്ത് എയിൽ വരുമ്പം എയുടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വി പ്ലസ് ഡി വി ആണ്. ഇനി എയ്ക്കും ബിക്കും ഇടയിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ഡി എക്സ് ആണ്. അങ്ങനെ വർക്ക് ചെയ്യുന്ന ഇവിടുന്ന് എവിടോട്ടാണ്? നമ്മൾ മുമ്പ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ പറഞ്ഞ പോലെ ബിയിൽ നിന്ന് എയിലോട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. അങ്ങനെയാണല്ലോ, ബിയിൽ നിന്ന് എയിലോട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് എങ്ങോട്ടാണോ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഇത്രയും ക്ലിയർ ആയി കഴിഞ്ഞാൽ എളുപ്പമാണ്. വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. വർക്കിന് വരെ നമുക്ക് എന്ത് കൊടുക്കാം? ഡി വി എന്ന് കൊടുക്കാം. അന്നേരം ഡി വി ഈസ് ഈക്വൽ ടു ഫോഴ്സിന് വരെ എഫ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് വരെ ഡി എക്സ്. ഡി വി ഈസ് ഈക്വൽ ടു എഫിന് വരെ നമുക്ക് ഇ എന്ന് കൊടുക്കുക. എന്തുകൊണ്ടാണ്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇ ഈസ് ഈക്വൽ ടു എഫ് ബൈ ക്യൂ. ക്യൂ എന്ന് പറയുന്നത് 1 കൂളംബ് ആണെങ്കിൽ ഇ ഈസ് ഈക്വൽ ടു എഫ് അല്ലെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു ഇ. അതുകൊണ്ടാണ് ഈ എഫിന് പകരം ഇ എന്ന് കൊടുത്തത്. പിന്നെ എന്തുകൊണ്ട് ഇവിടെ ഒരു മൈനസ് സൈൻ കൊടുത്തു? കാരണം വർക്ക് ചെയ്യുന്നത്, ഇതല്ലേ വർക്ക്, ഡി വി
വർക്ക് ചെയ്യുന്നതിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ് ഇലക്ട്രിക് ഫീൽഡ്, അതുകൊണ്ടാണ് ഇവിടെ മൈനസ് കൊടുത്തത്. അന്നേരം ഡി വി ഈസിക്കൽ ടു മൈനസ് ഇ ഇൻറ്റു ഡി എക്സ്. അതിൽ നിന്ന് ഇ ഈസിക്കൽ ടു മൈനസ് ഡി വി ബൈ ഡി എക്സ്. എത്ര സ്റ്റെപ്പ് ഉണ്ട്? 1, 2, 3, 4 സ്റ്റെപ്പ്. എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ. ഇ ഈസിക്കൽ ടു മൈനസ് ഡി വി ബൈ ഡി എക്സ്, റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ആൻഡ് പൊട്ടൻഷ്യൽ. ഇനി അടുത്ത ടോപ്പിക്കാണ് നമുക്ക് വരുന്ന ഇലക്ട്രോൺ വോൾട്ട് എന്നൊക്കെ പറയും. ഓക്കെ, അടുത്തത് നമുക്ക് ഇലക്ട്രോൺ വോൾട്ട് ജസ്റ്റ് ഒന്ന് പഠിക്കുക. എന്താണ് ഇലക്ട്രോൺ വോൾട്ട്? ഇലക്ട്രോൺ വോൾട്ട് ഡിനോട്ട് ലെറ്റർ ഇ വി, സ്മോൾ ഇ ക്യാപിറ്റൽ വി ആണ്. ഇറ്റ് ഈസ് ദി കൈനറ്റിക് എനർജി acquired by an electron when accelerated through a potential difference of 1 volt. എന്ന് പറഞ്ഞാൽ 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ ഒരു ഇലക്ട്രോണിനെ ആക്സലറേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ എന്തുവാ? മൂവ് ചെയ്യുമ്പോൾ കിട്ടുന്ന എനർജി ഏതാ? കൈനറ്റിക് എനർജിയെ പറയുന്ന പേരാണ് ഇലക്ട്രോൺ വോൾട്ട്. 1 ഇലക്ട്രോൺ വോൾട്ട് എത്ര എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1.6 ഇൻറ്റു 10⁻⁻19 കുളമ്പ് അല്ല, കൈനറ്റിക് എനർജി എന്നല്ലേ പറഞ്ഞത്. കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ എനർജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ്. അന്നേരം 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ 1.6 ഇൻറ്റു 10⁻⁻19 ജൂളാണ്. ക്ലിയർ? അതൊക്കെയാണ് 1 ഇലക്ട്രോൺ വോൾട്ട്. പിന്നെ കൺവേർഷനൊക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാകുന്ന കാര്യമുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജിനുള്ള ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ വി ഈസിക്കൽ 1/4πε0 Q/R. R² ഇല്ല പൊട്ടൻഷ്യലിന്. ഇക്കാണ് ഇലക്ട്രിക് ഫീൽഡിനാണ് Q/R². ഇവിടെ Q/R ഉള്ളൂ. ഈ ഇക്വേഷൻ ഒന്ന് നോക്കി വെച്ചേക്കുക. നമുക്കത് വെച്ച് വേറൊരു സാധനം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു 3 മാർക്കിന് ചോദിക്കാം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ് സ്ഫെറിക്കൽ ഷെൽ. അന്നേരം ഇതൊരു യൂണിഫോംലി ചാർജ് സ്ഫെറിക്കൽ ഷെല്ലാണെന്ന് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ കാണാം. കാരണം മൊത്തത്തിൽ പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ അതൊരു യൂണിഫോംലി ചാർജ് സ്ഫെറിക്കൽ ഷെല്ലാണ്. അതിൻ്റെ സെൻറ്ററാണ് O മുതൽ P വരെയുള്ള റേഡിയസ് ആണ് സ്മോൾ ആർ. മൊത്തത്തിൽ ആ സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ ആർ. അന്നേരം മൊത്തത്തിൽ ആ സ്ഫിയറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ആ ക്യാപിറ്റൽ ആർ ആണ്. സെൻറ്റർ മുതൽ പുറത്തുള്ള P വരെയുള്ള ഡിസ്റ്റൻസ് സ്മോൾ ആർ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട പൊട്ടൻഷ്യൽ 3 ഇടത്തെയാണ്. അത് നിങ്ങളങ്ങ് നന്നായിട്ട് പഠിക്കുക. പൊട്ടൻഷ്യൽ ഔട്ട്സൈഡ് ദി ഷെൽ എന്ന് പറഞ്ഞാൽ സർഫസ്. ഔട്ട്സൈഡ് ദി സർഫസ് കണ്ടുപിടിക്കണം. അറ്റ് ദി സർഫസ്, ഇതാണ് അറ്റ് ദി സർഫസ്, ആ സർഫസിനകത്തൂടെ. പിന്നെ സർഫസിനകത്തൂടെ ഇൻസൈഡ് ദി സർഫസ്. എന്നിട്ട് ഏതൊക്കെ കണ്ടുപിടിക്കേണ്ടത്? ഔട്ട്സൈഡ് ദി ഷെൽ കണ്ടുപിടിക്കണം, അറ്റ് ദി സർഫസ് കണ്ടുപിടിക്കണം, ഇൻസൈഡ്. ഇതെല്ലാം ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ മെയിൻ ഇക്വേഷൻ എപ്പോഴും ഓർത്തോണം. വി ഈസിക്കൽ ടു 1/4πε0 Q/r ആണ് അല്ലേ? ഇനി ഔട്ട്സൈഡ് ദി ഷെല്ലാണെങ്കിൽ ദാണ്ട് ഇതാണ് കണ്ടീഷൻ. സ്മോൾ ആർ ഈസ് ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ സ്മോൾ ആർ ആണ് ഗ്രേറ്റർ. സ്മോൾ ആർ തന്നെ കൊടുത്താൽ മതി. നമ്മുടെ മെയിൻ ഇക്വേഷൻ വി ഈസിക്കൽ 1/4πε0 Q/r. ഇനി അറ്റ് ദി സർഫസ് ഓഫ് ദി ഷെല്ലാണെങ്കിൽ സ്മോൾ ആർ ഈക്വൽ ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ സ്മോൾ ആറിന് പകരം അവിടെ എന്ത് കൊടുക്കണം? ക്യാപിറ്റൽ ആർ കൊടുക്കണം. അന്നേരം വി ഈസിക്കൽ 1/4πε0 Q/R. ഇക്വേഷൻ നമ്പർ 2. ഇനി ഇൻസൈഡ് ദി ഷെല്ലാണെങ്കിൽ സ്മോൾ ആർ ഈസ് ലെസ് ദാൻ ക്യാപിറ്റൽ ആർ. സ്മോൾ ആർ ഈസ് ലെസ് ദാൻ ക്യാപിറ്റൽ ആർ. അന്നേരം വി ഈസിക്കൽ ടു 1/4πε0 Q/R ആണ്. അന്നേരം നിങ്ങൾ ഇക്വേഷൻ 2, 3 നല്ലപോലെ ഒന്ന് തുറച്ച് നോക്കി. എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? രണ്ടാമത്തെ ഇക്വേഷൻ വി ഈസിക്കൽ 1/4πε0 Q/R ഇല്ലയോടെ. ഇക്വേഷൻ 3 വി ഈസിക്കൽ 1/4πε0 Q/R ഇല്ലയോ. 2ഉം 3ഉം സെയിം ആണ്. And from equations 2 and 3 we can clear that potential at the surface of the shell and inside the shell are same. അതാണ് ഇവിടെ പറയുന്നത്. Thus it is clear that from equations 2 and 3 electric potential is same at the surface of the shell and inside the shell. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെൽ. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഈ 3 ഇക്വേഷൻ മാത്രമല്ലേ ഉള്ളൂ. സിമ്പിൾ. ഇത് പ്രൂഫായിട്ടും വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. അടുത്ത ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് അതിൻ്റെ പ്രോപ്പർട്ടീസ് ചോദിക്കാം. വളരെ സിമ്പിളായിട്ടൊരു പടം. ഈ ആരോ മാർക്കിട്ടേക്ക് നിങ്ങൾ ഇലക്ട്രിക് ലൈൻസ് ആണെന്ന് വെച്ചു, ഈ ഡോട്ടഡ് നിങ്ങൾ ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് ആണെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ കൂട്ടുകാരെല്ലാം ഒരു ബെഞ്ചിൽ അടുപ്പിച്ചിരിക്കുക. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് നീങ്ങണമെങ്കിൽ വലിയ വർക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് നീങ്ങണം, അങ്ങോട്ട് നീങ്ങിയിരിക്കുന്നതിന് ഒരു വർക്ക് ചെയ്യേണ്ട. എന്നാൽ നിങ്ങൾ ഫസ്റ്റ് ബെഞ്ചിരിക്കുന്ന ഒരാൾ ലാസ്റ്റ് ബെഞ്ചിലോട്ട് പോകണമെങ്കിൽ വർക്ക് ചെയ്യണം. അവിടെ നിന്ന് എഴുന്നേറ്റ് സെക്കൻഡ് ബെഞ്ചിലോട്ടാണെങ്കിലും എഴുന്നേറ്റ് അങ്ങോട്ട് മാറണം. തൊട്ട് ആ ബെഞ്ചിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ വർക്ക് ചെയ്യേണ്ട. ചാർജസ് എല്ലാം സെയിം ആയിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യണോ വേണ്ടയോ? വേണ്ട. എല്ലാം ഒരുമിച്ച് ഒരിടത്തിരിക്കുകയാണെങ്കിൽ അവിടെ വർക്ക് ചെയ്യേണ്ട. ഈക്വി പൊട്ടൻഷ്യൽ സർഫസിൽ നിന്ന് തന്നെ അതിൻ്റെ അർത്ഥമുണ്ട്. ഈക്വി മീൻസ് ഈക്വൽ.
പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞാൽ ഒരു സർഫസിൽ പൊട്ടൻഷ്യൽ എല്ലാം സെയിം ആണെങ്കിൽ ആ സർഫസിനെ പറയുന്ന പേരാണ് ഈക്വി പൊട്ടൻഷ്യൽ സർഫസ്. ക്ലിയർ? ഇനി എൻ്റെ എടുത്ത ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ മുമ്പ് പറഞ്ഞതാണ്, നോ വർക്ക് ഈസ് ടു ബി ഡൺ ഇൻ മൂവിങ് എ ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ. നമ്മൾ ഒരു വർക്കും ചെയ്യേണ്ട ഒരു ചാർജിനെ മറ്റൊരിടത്തോട്ട് കൊണ്ടുവരുന്നതിന് നമ്മൾ നോ വർക്ക് ഈസ് ടു ബി ഡൺ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആൻഡ് ഈക്വി പൊട്ടൻഷ്യൽ സർഫസ് ഈസ് വൺ വിച്ച് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് സെയിം എവരിവെയർ ഓൺ ദി സർഫസ്. നോ വർക്ക് ഈസ് ടു ബി ഡൺ ഇൻ മൂവിങ് എ ചാർജ് ഫ്രം വൺ പോയിന്റ് ടു ദി അതർ. ഇനി പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഈസ് പെർപെൻഡിക്കുലർ ടു ദി ഈക്വി പൊട്ടൻഷ്യൽ സർഫസ്. നിങ്ങൾ ഇത് ഇലക്ട്രിക് ലൈൻസ് ആണെന്ന് വെച്ചു, ഇത് ഈക്വി പൊട്ടൻഷ്യൽ ആണെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ അല്ലയോ? ആദ്യത്തെ പോയിന്റ്, ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഈസ് പെർപെൻഡിക്കുലർ ടു ദി ഈക്വി പൊട്ടൻഷ്യൽ സർഫസ്. 2, നോ വർക്ക് ഈസ് ടു ബി ഡൺ. അത് നമ്മൾ പറഞ്ഞാണ്, നോ വർക്ക് ഈസ് ടു ബി ഡൺ ഇൻ മൂവിങ് എ ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അതർ. 3, ഇത് ഈക്വി പൊട്ടൻഷ്യൽ സർഫസ് ആണ്, അടുത്തത് ഇതാണ്, ഇത് തമ്മിൽ ഒരിക്കലും കൂട്ടിമുട്ടുന്നില്ല അല്ലെങ്കിൽ ഇന്റർസെക്ട് ചെയ്യുന്നില്ല. അതാണ് 3. ഈക്വി പൊട്ടൻഷ്യൽ സർഫസ് കനോട്ട് ഓർ ഡു നോട്ട് ഇന്റർസെക്ട് ഈച്ച് അതർ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി നിങ്ങൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. എന്നാൽ ഈ ചാപ്റ്ററിൻ്റെ പേരെന്തോ? രണ്ടാമത്തെ ചാപ്റ്ററാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇത്രയും. ഇനിയുള്ളത് കപ്പാസിറ്റൻസ് ആണ്. അത് ഇതുപോലെ ചെറിയ ചെറിയ ഡെറിവേഷൻസ് ഉണ്ട്, എന്നാൽ ഇതിനകത്ത് ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. എന്നിട്ട് നമുക്ക് കപ്പാസിറ്റൻസിലേക്ക് പോകാം. അന്നേരം നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിനകത്ത് നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ തീർന്നു. അടുത്തത് കപ്പാസിറ്റൻസ് ആണ്. കപ്പാസിറ്ററിനകത്ത് ആദ്യം എന്ത് പഠിക്കണം? ഇവിടെ കപ്പാസിറ്റർ. എന്താണ് ഈ കപ്പാസിറ്റർ? കപ്പാസിറ്റർ എന്ന് പറഞ്ഞ ഒരു ഡിവൈസ് ആണ്. കപ്പാസിറ്റർ ഇസ് എ ഡിവൈസ് യൂസ്ഡ് ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിക് ചാർജ് സ്റ്റോർ ചെയ്യുന്ന ഡിവൈസിനെ പറയുന്ന പേരാണ് കപ്പാസിറ്റർ. ആ ഇലക്ട്രിക് ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഡിവൈസിൻ്റെ എബിലിറ്റി പറയുന്ന പേരാണ് കപ്പാസിറ്റൻസ്. അന്നേരം ദി എബിലിറ്റി ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജ് ഈസ് നോൺ ആസ് കപ്പാസിറ്റൻസ്. അന്നേരം എന്താണ് കപ്പാസിറ്റർ എന്ന് ചോദിച്ചാൽ ഡിവൈസ് ആണ് യൂസ്ഡ് ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജ്. കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ ദി എബിലിറ്റി ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജ് ഈസ് കോൾഡ് കപ്പാസിറ്റൻസ്. അന്നേരം നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, Q ഈസ് പ്രൊപ്പോർഷണൽ ടു V. Q എന്ന് പറയുന്ന ചാർജ്, V എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ചാർജ് കൂടിയ പൊട്ടൻഷ്യൽ കൂടും. ഇപ്പം നമ്മൾ ആഹാരം കഴിച്ചാൽ നമുക്ക് പൊട്ടൻഷ്യൽ കിട്ടും, എനർജി കിട്ടും. അതുപോലെ തന്നെ ചാർജ് കൂടിയ പൊട്ടൻഷ്യൽ കൂടും, ചാർജ് കുറഞ്ഞാൽ പൊട്ടൻഷ്യൽ കുറയും. പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റണമെന്നുണ്ടെങ്കിൽ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് ഗുണിക്കണം. Q ഈസ് ഈക്വൽ ടു C ഇൻറ്റു V. ആ C ഈസ് ഈക്വൽ ടു Q ബൈ V. ഇത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ഈ ചാപ്റ്ററിനകത്ത്. C ഈസ് ഈക്വൽ ടു Q ബൈ V. അതിനകത്ത് C യെ പറയുന്ന പേരാണ് ഇറ്റ് ഈസ് നോൺ ആസ് കപ്പാസിറ്റൻസ് ഓഫ് എ കണ്ടക്ടർ. ഇനി ഇതിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എപ്പോഴും ഓർക്കുന്ന, കപ്പാസിറ്റൻസിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഫാരഡ് ആണ്. അല്ലാതെ മറ്റൊരു യൂണിറ്റ് നമുക്ക് ഇതിനകത്ത് പറയുന്നത് ചാർജിൻ്റെ കുളം ബൈ പൊട്ടൻഷ്യലിൻ്റെ വോൾട്ട്. അതിനെ കുളം പെർ വോൾട്ടും പറയാം, അല്ലെങ്കിൽ കുളം വോൾട്ട് റേസ് ടു -1, ഏത് രീതിയിലും പറയാം. 3 തരം ഫാരഡ് ഉണ്ട്. അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. മില്ലി ഫാരഡ്, മൈക്രോ ഫാരഡ്, പൈക്കോ ഫാരഡ്. 1 മില്ലി ഫാരഡ് എന്ന് പറഞ്ഞാൽ, മില്ലി എന്ന് പറഞ്ഞാൽ 10⁻³ ആണ്. അതായത് 1 × 10⁻³ ഫാരഡ്. മൈക്രോ ഫാരഡ് എന്ന് പറഞ്ഞാൽ, മൈക്രോ എന്ന് പറഞ്ഞാൽ 10⁻�6, 1 × 10⁻6 ഫാരഡ്. പൈക്കോ ഫാരഡ് എന്ന് പറഞ്ഞാൽ 1 × 10⁻12 ഫാരഡ്. അതായത് ഇത് 3 നോക്കിക്കൊണ്ട് പോകണം. 3 തരം ഫാരഡ് ഉണ്ട്. ഇനി ഫാരഡിൻ്റെ ഡെഫിനേഷൻ ചോദിക്കാം. സ്റ്റാൻഡേർഡ് യൂണിറ്റുകളിലെല്ലാം ഡെഫിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് C ഈസ് ഈക്വൽ ടു Q ബൈ V അല്ലേ? C എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റൻസ്. കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ആണ് ഫാരഡ്. അന്നേരം 1 ഫാരഡ് എന്ന് പറഞ്ഞാൽ ചാർജിൻ്റെ യൂണിറ്റ് എന്തുവാ? 1 കുളംബ് ബൈ പൊട്ടൻഷ്യലിലെ 1 വോൾട്ട്. 1 കുളംബ് ആണെങ്കിൽ 1 വോൾട്ടും ആണെങ്കിൽ അത് 1 ഫാരഡ് ആണ്. അന്നേരം ഫാരഡ് ഈസ് ദി കപ്പാസിറ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഇഫ് എ ചാർജ് ഓഫ് 1 കുളംബ് റൈസസ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ ബൈ 1 വോൾട്ട്. എന്ന് പറഞ്ഞാൽ 1 കുളമ്പും 1 വോൾട്ടും ഉണ്ടെങ്കിൽ അത് 1 ഫാരഡാണ്. ക്ലിയർ? അടുത്തത് കപ്പാസിറ്റൻസ് ഓഫ് എൻ ഐസൊലേറ്റഡ് സ്ഫെറിക്കൽ കണ്ടക്ടർ ഒന്നും വേണ്ട. ആണ്ടേ കണ്ടൻസർ. ഇത് ജസ്റ്റ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് എ കണ്ടൻസർ ഒന്ന് പഠിക്കണം. കണ്ടൻസർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് ആൻ അറേഞ്ച്മെന്റ് ഓഫ് കണ്ടക്ടേഴ്സ്. ഇറ്റ് ഈസ് ആൻ അറേഞ്ച്. കണ്ടൻസർ എന്ന് പറഞ്ഞാൽ ഒരു കപ്പാസിറ്റർ തന്നെയാണ്, പൂർണ്ണമായിട്ടും കപ്പാസിറ്റർ അല്ല. ഇറ്റ് ഈസ് ആൻ അറേഞ്ച്മെന്റ് ഓഫ് കണ്ടക്ടേഴ്സ് ടു ഇൻക്രീസ് ദി കപ്പാസിറ്റൻസ് ഓഫ് എ കണ്ടക്ടർ. അതെന്താണെന്ന് വിശദമായിട്ട് നമ്മൾ അതിൻ്റെ പ്രിൻസിപ്പിളിൽ നിന്ന് പഠിക്കും. പ്രിൻസിപ്പിൾ ഓഫ് എ കണ്ടൻസർ. ഈ പടം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നോക്കി, 2 മെറ്റൽ പ്ലേറ്റ്സ് ആണ്, P1 ഉം P2. അതായത് P1 ആൻഡ് P2 ആർ 2 മെറ്റൽ പ്ലേറ്റ്സ്. P1 ഈസ്, ഇങ്ങനെ പാട്ട് പോലെ പഠിക്കാം. P1 ഈസ് പോസിറ്റീവ്ലി ചാർജ്. P1 ഈസ് പോസിറ്റീവ്ലി ചാർജ്. P2 ഈസ് നെഗറ്റീവ്ലി ചാർജ്. എ ചാർജ് Q ഈസ് ഗിവൺ ടു ദി മെറ്റൽ പ്ലേറ്റ് P1. P2 ഈസ് എർത്ത്. ദി പ്ലേറ്റ്സ് ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്. ആ 2 പ്ലേറ്റ് P1 ഉം P2 നും ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്മോൾ d. ഇൻ ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ്, ആ പ്ലേറ്റ്സിന് ഇടയിലുള്ള
മീഡിയം എന്ന് പറയുന്നത് ഡൈലക്ട്രിക് മീഡിയമാണ്, ദാറ്റ് ഈസ് എയർ. ഇത്രയും നിങ്ങൾ പഠിച്ചാൽ അടുത്ത എക്സ്പ്രഷനും ഇതേ പടവും ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് ഇതുപോലെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. അന്നേരം അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ P1 ആൻഡ് P2 ആർ 2 മെറ്റൽ പ്ലേറ്റ്സ്. P1 ഈസ് പോസിറ്റീവ്ലി ചാർജ്, P2 ഈസ് നെഗറ്റീവ്ലി ചാർജ്. A charge Q is given to the metal plate P1. P2 is earth. The plates are separated by a distance small d. In between the plates there is a dielectric medium, that is air. ഇനി എൻ്റെ പ്രിൻസിപ്പിൾ 2 കാര്യങ്ങളാണ്. ഇപ്പോൾ 2 മെറ്റൽ പ്ലേറ്റ്സ് ഉള്ളെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ C=Q/V. എന്നാൽ ഇങ്ങനെ കുറേ മെറ്റൽ പ്ലേറ്റ്സ് ഉണ്ടെങ്കിൽ അവിടുത്തെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ C'=Q കോൺസ്റ്റൻ്റ് ആണ്, Q/V' എന്നുണ്ട്. C'=Q/V'. അതാണ് ഒരു പ്രിൻസിപ്പിൾ. മറ്റൊരു പ്രിൻസിപ്പിൾ ഇതിനകത്ത് നിങ്ങൾ നോക്കിയിട്ട് P1ലും P2ലും ഏതാണ് എർത്ത് ചെയ്തിരിക്കുന്ന മെറ്റൽ പ്ലേറ്റ്? P2 ആണ് എർത്ത് ചെയ്തിരിക്കുന്നത്. ഏത് പ്ലേറ്റ് ആണോ എർത്ത് ചെയ്തിരിക്കുന്നത് അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന പ്ലേറ്റിൻ്റെ കപ്പാസിറ്റൻസ് കൂടും. ഇവിടെ P2 ആണ് എർത്ത് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന മെറ്റൽ പ്ലേറ്റ് എന്ന് പറയുന്നത് P1 ആണ്, അതിൻ്റെ എന്ത് കൂടും? കപ്പാസിറ്റൻസ് കൂടും. അതാണ് രണ്ടാമത്. ദി പ്രസൻസ് ഓഫ് എർത്ത് കണ്ടക്ടർ P2. ഇതെല്ലാം അങ്ങ് വിട്ടിട്ട് ദി പ്രസൻസ് ഓഫ് എർത്ത് കണ്ടക്ടർ P2 നിയർ P1 ഇൻക്രീസസ് ദി കപ്പാസിറ്റൻസ് ഓഫ് P1. അത്രയും മതി. അന്നേരം ഏത് കണ്ടക്ടറാണോ എർത്ത് ചെയ്തിരിക്കുന്നത് അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന കണ്ടക്ടറിൻ്റെ എന്ത് കൂടും? കപ്പാസിറ്റൻസ് കൂടും. ഇത് വെച്ചിട്ട് ഇതിൻ്റെ വളരെ ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ ഉണ്ട്, വെരി വെരി ഇമ്പോർട്ടൻറ്റ് എക്സ്പ്രഷൻ ഫോർ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണം. ഇതേ സെയിം പടവും ഇതേ സെയിം അറേഞ്ച്മെൻറ്റും നമ്മൾ എഴുതാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ പ്രോബ്ലമോ തിയറിയോ 100% പരീക്ഷയ്ക്ക് വയ്ക്കാം കേട്ടോ. അന്നേരം ആദ്യം അറേഞ്ച്മെൻറ്റ് നിങ്ങൾ തന്നെ പറ. P1 ആൻഡ് P2 ആർ 2 മെറ്റൽ പ്ലേറ്റ്സ്. ഉറങ്ങല്ലേടി. P1 ഈസ് പോസിറ്റീവ്ലി ചാർജ്, P2 ഈസ് നെഗറ്റീവ്ലി ചാർജ്. എ ചാർജ് Q ഈസ് ഗിവൻ ടു ദി മെറ്റൽ പ്ലേറ്റ് P1. P2 ഈസ് എർത്ത്. ദി പ്ലേറ്റ്സ് ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് സ്മോൾ d. ഇൻ ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് ദർ ഈസ് എ ഡൈലക്ട്രിക് മീഡിയം, ദാറ്റ് ഈസ് എയർ. അല്ലേ? ഇത്രയും നമ്മൾ പറഞ്ഞതിന് ശേഷം, ഇത്രയും നമ്മൾ എഴുതിയതിന് ശേഷം നമുക്ക് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? C=Q/V. നമുക്ക് Q കണ്ടുപിടിക്കണം, V കണ്ടുപിടിക്കണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് C പോരും. നോക്കാം. അന്നേരം ആദ്യം നിങ്ങൾ പഠിച്ചിട്ടുള്ള സർഫസ് ചാർജ് ഡെൻസിറ്റി ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ച σ=Q/A. അതിൽ നമുക്ക് Q കണ്ടുപിടിക്കാം. Q=σA. ഇക്വേഷൻ നമ്പർ 1 ഉണ്ട്. Q കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി ഇതെല്ലാം യൂണിഫോമിലി ചാർജ് അല്ലേ? അന്നേരം യൂണിഫോമിലി ചാർജിൻ്റെ ഇക്വേഷൻസ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഗോസസ് തിയറം വെച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളതാ യൂണിഫോമിലി ചാർജ് സ്ഫെറിക്കൽ ഷെൽ. ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് എടുത്താൽ മതി. അവിടെ എഴുതിയിട്ടുണ്ട് E=σ/ε0. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചാൽ E=V/d. അതിൽ നിന്ന് V ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് V E/d. ഇക്വേഷൻ നമ്പർ 3. ഇനി ഈ ഇക്ക് പകരം നമുക്കിടയിൽ σ/ε0 കൊടുക്കരുതോ? കൊടുക്കാം. അന്നേരം V σ/ε0 d എന്ന് പറഞ്ഞാൽ V σ/d/ε0. അന്നേരം നമുക്ക് VU ആയി, ഇവിടെ Q ആയി. C Q/V അല്ലയോ? അതിനകത്ത് Qയും Vയും കിട്ടിയില്ലയോ? ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരായോ? അന്നേരം C Q/V. C വേണ്ട, നിങ്ങളങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. Qന് പകരം σA ആണോ? ബൈ Vക്ക് പകരം σ/d/ε0. സിഗ്മ ക്യാൻസൽ, ε0 അങ്ങ് മോളിൽ പോവും. അന്നേരമാണ് C ε0 A/d. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ ആണ്. C ε0 A/d. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതിനകത്തൊരു ഡൈലക്ട്രിക് കോൺസ്റ്റൻ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ആ പ്ലേറ്റ്സിനിടയിൽ ഒരു ഡൈലക്ട്രിക് കോൺസ്റ്റൻ്റ് ഉണ്ട്, ആ ഡൈലക്ട്രിക് മീഡിയം ഉണ്ട്. ആ മീഡിയം എന്ന് പറയുന്നത് എയർ ആണ്. ആ ഡൈലക്ട്രിക് മീഡിയം ഉണ്ടെങ്കിൽ ഓൾറെഡി ഒരു ഡൈലക്ട്രിക് കോൺസ്റ്റൻ്റ് ഉണ്ട്. ഡൈലക്ട്രിക് കോൺസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ ഈ ε0 കൂട്ടത്തിൽ ഒരു K കൂടെ വരും. ഡൈലക്ട്രിക് കോൺസ്റ്റൻ്റ് K ആണെങ്കിൽ C ε0 KA/d. അന്നേരം പ്രോബ്ലത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു പ്രോബ്ലത്തിനകത്ത് ഡൈലക്ട്രിക് കോൺസ്റ്റൻ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഏത് ഇക്വേഷൻ എടുക്കണം? C ε0 KA/d. ഡൈലക്ട്രിക് കോൺസ്റ്റൻ്റ് തന്നിട്ടില്ലെങ്കിൽ C ε0 A/d. അങ്ങനെ വേണം നമ്മൾ ഇക്വേഷൻ എടുക്കാൻ. ക്ലിയർ ആയോ? അന്നേരം ഇങ്ങനെ വേണം നിങ്ങൾ ഏത് പഠിക്കാൻ? കപ്പാസിറ്റൻസ് ഓഫ് എ പാരപ്ലേറ്റ് കപ്പാസിറ്റർ. ക്ലിയർ ആയേ? അടുത്തത് ഗ്രൂപ്പിംഗ് ഓഫ് കപ്പാസിറ്റേഴ്സ്. കപ്പാസിറ്റേഴ്സിനെ നമ്മൾ എങ്ങനെ കമ്പൈൻ ചെയ്യും, അതാണ് ഗ്രൂപ്പ് ചെയ്യുന്നത് പറഞ്ഞത്. ഇപ്പം റെസിസ്റ്റേഴ്സിനെ നമ്മൾ നേരത്തെ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. റെസിസ്റ്റേഴ്സിനെ നമുക്ക് 2 രീതിയിൽ കമ്പൈൻ ചെയ്യാം, സീരീസും പാരലും. ഇങ്ങനെ അടുപ്പിച്ച് കണക്ട് ചെയ്യുന്നത് സീരീസും, മുകളിലും താഴെയായിട്ട് കണക്ട് ചെയ്യുന്നത് പാരലും.
അന്നേരം ആദ്യം കപ്പാസിറ്റേഴ്സിനെ നമുക്ക് രണ്ട് രീതിയിൽ കമ്പൈൻ ചെയ്യാം അല്ലെങ്കിൽ ഗ്രൂപ്പ് ചെയ്യാം. കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ്, കപ്പാസിറ്റേഴ്സ് ഇൻ പാരലൽ. ആദ്യം സീരീസ് എടുക്കാം. ഇതാണ് കപ്പാസിറ്റർ സിമ്പൽ. ഒരെണ്ണം വലുത് ഒരെണ്ണം ചെറുതായിട്ടും വരയ്ക്കരുത്, അത് പോസിറ്റീവ് ബാറ്ററിയുടെ ഒക്കെ വരും. ഇതിങ്ങനെ വരയ്ക്കണം, രണ്ടും ഒരേപോലെ വരയ്ക്കണം. C1 C2 C3 3 കപ്പാസിറ്റേഴ്സ്, അതിൻ്റെ പ്ലസ് ക്യൂ മൈനസ് ക്യൂ എല്ലാം ചാർജ് കൊണ്ട് പൊട്ടൻഷ്യൽ കൊണ്ട് ഒരു എളുപ്പമാർഗ്ഗം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോണം. നമുക്ക് സി ഉണ്ട്, കപ്പാസിറ്റേഴ്സ് എന്തായാലും വേണം, 3 കപ്പാസിറ്റേഴ്സ് വേണം. അല്ലാതെ വരുന്ന രണ്ട് ടേം ക്യൂ വിയു ആണ്. ഏതൊക്കെയാണ്? ക്യൂവും വിയു ആണ്. ഇവിടെ സീരീസ് ആണെങ്കിൽ ശ്രദ്ധിച്ച് ഇത് കേട്ടാൽ ഇത് വളരെ സിമ്പിൾ. ഇതൊരു 7 മെത്തേഡ് ചെയ്യാം, എളുപ്പമൊരു മെത്തേഡ് പറഞ്ഞത്. സീരീസ് ആണെങ്കിൽ ക്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും, വി വേരി. ക്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും, വി വേരി എന്ന് പറഞ്ഞാൽ സീരീസിൽ എപ്പോഴും ചാർജ് കോൺസ്റ്റന്റ് ആയിരിക്കും, വി വേരി. അങ്ങനെയാണെങ്കിൽ വി എന്തായാലും വേരി ചെയ്യുമല്ലോ. അന്നേരം വേരി എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ എഴുതാം, വി ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3 പ്ലസ് അപ് ടു എക്സെട്ര. മെയിൻ ഇക്വേഷൻ എന്തോ? സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി. അതിൽ നിന്ന് വി ഒന്ന് കണ്ടുപിടിച്ച് വി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ സി. ഇവിടെ വരെ ഉള്ളൂ, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. V1 ഈസ് ഈക്വൽ ടു ചാർജ് കോൺസ്റ്റന്റ്, അന്നേരം ക്യൂ ബൈ സിക്ക് വരാൻ C1, V2 വരാൻ ക്യൂ ബൈ C2. അതുകൊണ്ട് V3 ഈസ് ഈക്വൽ ടു ക്യൂ ബൈ C3. ഇനി നിങ്ങൾ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ, V ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3. വിക്ക് വരാൻ കൊടുക്കാം ക്യൂ ബൈ സി ഈക്വൽ V1 വരാൻ ക്യൂ ബൈ C1 പ്ലസ് ക്യൂ ബൈ C2 പ്ലസ് ക്യൂ ബൈ C3 ആണ്ടേ പ്ലസ് അപ് ടു എക്സെട്ര. ക്യൂ ബൈ സി ഈക്വൽ ഇവിടെ എല്ലാം നമുക്ക് ക്യൂ കോൺസ്റ്റന്റ് എടുക്കാം. 1 by C1 plus 1 by C2 plus 1 by C3 plus up to etc. Q and Q get cancelled. 1 by C is equal to 1 by C1 plus 1 by C2 plus 1 by C3 plus up to etc. അങ്ങനെയാണെങ്കിൽ C എന്ന് പറയുന്ന എഫക്റ്റീവ് കപ്പാസിറ്റൻസാണ്, 1 by C എന്ന് പറയുമ്പോൾ റെസിപ്രോക്കൽ ഓഫ് എഫക്റ്റീവ് കപ്പാസിറ്റൻസ്. എങ്ങനെ കണക്ട് ചെയ്യുമ്പം കണക്റ്റഡ് ഇൻ സീരീസ് ഈസ് ഈക്വൽ ടു ദി സം ഓഫ് ദി, ഇത് സം അല്ലേ, 1 by C1 plus 1 by C2, അന്നേരം സം ഓഫ് ദി റെസിപ്രോക്കൽസ് ഓഫ് ഇൻഡിവിജ്വൽ കപ്പാസിറ്റൻസ്. എന്നാൽ 1 by C1 1 by C2 1 by C3 എല്ലാം കൂട്ടി കിട്ടുന്നല്ലേ 1 by C. എന്ത് ഈസി ആയിട്ട് പഠിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞേ പാരലൽ എന്തൊക്കെയായിരിക്കും പ്രത്യേകത? പാരലിൽ നിങ്ങൾ പറയണത് ഇത് പഠിച്ചതിന് ശേഷം ഇത് എളുപ്പമാണോ ഇല്ലയോ എന്ന്. വി കോൺസ്റ്റന്റ് ആയിരിക്കും, നേരെ തിരിച്ച് ക്യൂ വേരി. ഇത് ഓർത്ത എളുപ്പമാണ്. ഏതാണോ വേരി ചെയ്യുന്നത് അത് വെച്ച് വേണം നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കാൻ. ഇവിടെ വി ആണ് വേരി ചെയ്തതുകൊണ്ടാണ് വി ഈസിക്കൽ V1 പ്ലസ് V2 പ്ലസ് V3 എന്ന് എഴുതി. ഇവിടെ ക്യൂ ആണ് വേരി ചെയ്യുന്നതെങ്കിൽ ക്യൂ ഈസിക്കൽ ടു Q1 പ്ലസ് Q2 പ്ലസ് Q3 പ്ലസ് അപ് ടു എക്സെട്ര. മെയിൻ ഇക്വേഷൻ സി ഈസിക്കൽ ടു ക്യൂ ബൈ വി. അതിൽ നിന്ന് ക്യൂ ഈസിക്കൽ ടു സി വി. അതെ, ക്യൂ ആണ് കണ്ടുപിടിക്കും, ക്യൂ ഈസിക്കൽ സി വി. Q1 ഈസിക്കൽ ടു C1, വി അവിടെ കോൺസ്റ്റന്റ് ആണ്. Q2 ഈസിക്കൽ ടു C2V, Q3 ഈസിക്കൽ ടു C3V. ഇനി അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ, ഇതിനകത്തോട്ട് ക്യൂവിന് പകരം CV, Q1 പകരം C1V പ്ലസ് C2V പ്ലസ് C3V. CV ഈസിക്കൽ ടു വി എല്ലായിടത്തും നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം, C1 പ്ലസ് C2 പ്ലസ് C3 പ്ലസ് അപ് ടു എക്സെട്ര. വി ആൻഡ് വി ഗെറ്റ് ക്യാൻസൽ. സി ഈസിക്കൽ ടു C1 പ്ലസ് C2 പ്ലസ് C3 പ്ലസ് അപ് ടു എക്സെട്ര. ഇതാണ് മെയിൻ ഇക്വേഷൻ. എന്ത് പെട്ടെന്ന് പഠിക്കാം, വലിയ ടഫായിട്ടുള്ള ഒരു ടോപ്പിക്കും അല്ല. ഇതിനെ നമുക്ക് എങ്ങനെ പറയാം? സി എന്ന് പറയുന്ന എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണക്റ്റഡ് ഇൻ ഇങ്ങനെ പാരൽ ഈസ് ഈക്വൽ ടു ദി സം ഓഫ് റെസിപ്രോക്കൽ അങ്ങ് മാറ്റിയാൽ മതി, മറ്റേൻ്റെ ഈസ് ഈക്വൽ ടു ദി സം ഓഫ് ദി ഇൻഡിവിജ്വൽ കപ്പാസിറ്റൻസസ്. ഇത് സിമ്പിൾ. അടുത്തത് വലിയൊരു ടോപ്പിക് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ ഡിലീറ്റഡ് ടോപ്പിക്കിൽ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്ററിൻ്റെ ഡെറിവേഷൻ വേണ്ട എന്ന് പറഞ്ഞാൽ നോട്ട് ഡെറിവേഷൻ. നമുക്ക് മനസ്സിലായി, ഡെറിവേഷൻ വേണ്ട. ഓക്കെ, വേങ്ങാന്നൊന്നും വായിക്കരുത്, വേണ്ട. ഓക്കെ, പിന്നെന്താ വേണം? അതിൻ്റെ ഫൈനൽ ഇക്വേഷൻ വേണം. അത് വെച്ച് പ്രോബ്ലം ചോദിക്കാം. പ്രോബ്ലവും ഇമ്പോർട്ടൻ്റ് ആണ്. അന്നേരം എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്ററിൻ്റെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ U ഈസ് ഈക്വൽ ടു ഹാഫ് CV². ഇക്വേഷൻ മസ്റ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ്. U ഈസ് ഈക്വൽ ടു ഹാഫ് CV². സി എന്ന് പറയുന്ന കപ്പാസിറ്റൻസ്, വി എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ. അതിൻ്റെ പ്രോബ്ലം ഇത് വെച്ച് സിയും വിയും വെച്ച് അറിയാമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. സിമ്പിൾ, അത് പഠിച്ചോണം. ഫൈനൽ ഇക്വേഷൻ മാത്രം, ഡെറിവേഷൻ വേണ്ട. ഓക്കെ, അടുത്ത എനർജി ഡെൻസിറ്റി വേണം, എളുപ്പമാണ്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്തുവാ? മാസ് ബൈ വോളിയം. എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എനർജി ബൈ വോളിയോടെ സ്മോൾ യു ആണ് എനർജി ഡെൻസിറ്റി, എനർജി ബൈ വോളിയം. അന്നേരം ഒരു പാരപ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ എനർജി ഡെൻസിറ്റിയെ കണ്ടുപിടിക്കുന്നതെങ്കിൽ നമ്മൾ പാരപ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ എനർജി
സോറി ഇപ്പം നമ്മൾ എനർജി സ്റ്റോർഡ് നമ്മളിപ്പം പഠിച്ചില്ല ഇതാണ്ട് യു ഈസ് ഈക്വൽ ടു ഹാഫ് സി വി സ്ക്വയർ. ശ്രദ്ധിച്ചാണ് യു ഈസ് ഈക്വൽ ടു ഹാഫ് സി വി സ്ക്വയർ. കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിനുള്ള ഇക്വേഷൻ ആണ് യു ഈസ് ഈക്വൽ ഹാഫ് സി വി സ്ക്വയർ. യു ഈസ് ഈക്വൽ ഹാഫ് ഇൻറ്റു സിക്ക് പകരം നമുക്ക് എപ്സിലോൺ 0 എ ബൈ ഡി എന്ന് കൊടുക്കാം. കാരണം ആ ഇക്വേഷൻ നമ്മൾ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിനകത്ത് പഠിക്കുന്നതാണ്. അന്നേരം യു ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സിക്ക് പകരം കൊടുക്കുക എപ്സിലോൺ 0 എ ബൈ ഡി ഇൻറ്റു വി സ്ക്വയർ. അത് ഇക്വേഷൻ നമ്പർ 1. അന്നേരം എനർജി ആദ്യം കണ്ടുപിടിക്കണം, പിന്നെ വോളിയം കണ്ടുപിടിക്കണം. എനർജിയാണ് നമ്മളിപ്പം കണ്ടുപിടിച്ചത്. ഓക്കെ, എനർജി കണ്ടുപിടിച്ചു. ഇനി എന്ത് കണ്ടുപിടിക്കണം? വോളിയം. വോളിയം എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഏരിയ അല്ലേ? അങ്ങനെയാണെങ്കിൽ വോളിയം വി ഈസിക്കൽ ടു ഏരിയ ഇൻറ്റു ഹൈറ്റിന് അവർ എനിക്ക് ഡിസ്റ്റൻസ് ഒന്നും എടുക്കാവില്ല സിമ്പിളായിട്ട്. അന്നേരം വി ഈസിക്കൽ ടു എ ഇൻറ്റു ഡി. അന്നേരം വോളിയം ആയി. അന്നേരം യു ഈസിക്കൽ ടു എനർജിക്ക് പകരം ഹാഫ് എപ്സിലോൺ 0 എ ബൈ ഡി ഇൻറ്റു വി സ്ക്വയർ ബൈ എ ഇൻറ്റു ഡി. എയും വെട്ടിപ്പോയി. ഈ ഡി ഇങ്ങോട്ട് വരും, ഇവനോട്ട് ഡി ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ ഡി സ്ക്വയർ. അന്നേരം യു ഈസിക്കൽ ഹാഫ് എപ്സിലോൺ 0 വി സ്ക്വയർ ബൈ ഡി സ്ക്വയർ. ഇലക്ട്രിക് ഫീൽഡിനുള്ള മെയിൻ ഇക്വേഷൻ, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൻ്റെ മെയിൻ ഇക്വേഷൻ ആണ് ഇ ഈസിക്കൽ വി ബൈ ഡി. ഇതിനെ നിങ്ങളങ്ങ് സ്ക്വയർ ചെയ്തേടി. ഇവിടെ തന്നെ ഇ സ്ക്വയർ ഈസിക്കൽ ടു വി സ്ക്വയർ ബൈ ഡി സ്ക്വയർ. അതുകൊണ്ട് ഈ വി സ്ക്വയർ ബൈ ഡി സ്ക്വയർ എന്ന് പറയാൻ എനിക്ക് ഇ സ്ക്വയർ എന്ന് കൊടുക്കരുതോ? ഒരു ഇക്വേഷൻ എന്ത് വരും? ഇ സ്ക്വയർ ഈസിക്കൽ വി സ്ക്വയർ ബൈ ഡി സ്ക്വയർ ആണെങ്കിൽ യു ഈസിക്കൽ ഹാഫ് എപ്സിലോൺ 0 ഇ സ്ക്വയർ. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഒരു 1-2 വട്ടം ഒന്ന് കേട്ട് നോക്കിയാൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആണ്. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്നല്ല, ഒരുമാതിരി എല്ലാ ടോപ്പിക്സും എന്ത് ചെയ്തു? കവർ ചെയ്തു. ഇതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ കപ്പാസിറ്റൻസ്. നിങ്ങൾ കമൻസ് ഒക്കെ തൂത്തുവാരി കാണുന്നവരിടണം. എങ്ങനെ ഉണ്ടായിരുന്ന ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായോ? സിമ്പിളായിട്ട് മനസ്സിലായോ? 1-2 വട്ടം ഒന്ന് കേട്ട് നോക്കിയോ. കേട്ട് നോക്കാൻ ഒരു പാടില്ല. ഒന്ന് പുറകോട്ട് അടിച്ചു കഴിഞ്ഞാൽ ഒന്ന് കേട്ട് നോക്കാം. 1-2 വട്ടം കേട്ട് നല്ലപോലെ എഴുതി പഠിക്കണം. പക്കയായിരിക്കും. എപ്പടി ഇരിക്കുക? സൂപ്പറായിരിക്കും അണ്ണാ. അന്നേരം ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററാണ് കറണ്ട് ഇലക്ട്രിസിറ്റി. ഫിസിക്സിൻ്റെ പ്രാക്ടിക്കലായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ചാപ്റ്ററാണ്. തിയറിക്കും വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. നല്ല വെയിറ്റേജാണ്. അന്നേരം അത് പഠിക്കും. അടുത്ത ചാപ്റ്ററും പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ചാപ്റ്ററാണ്. പെരിയ ചാപ്റ്റർ ഇതൊക്കെ കറണ്ട് ഇലക്ട്രിസിറ്റി. 12 മാർക്ക് 15 മാർക്ക് ഈ ചാപ്റ്റർ. ആദ്യത്തെ 4 ചാപ്റ്ററിൽ നിന്ന് വെയിറ്റേജ് കൂടുതലാണ്. ഇത് പ്രാക്ടിക്കലിന് വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. അതിനകത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിൽ തുടങ്ങാം. ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു വളരെ സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഓടുന്ന 200 മീറ്റർ ഓടണം. അങ്ങോട്ട് 100 മീറ്റർ, ഇങ്ങോട്ട് 100 മീറ്റർ. അങ്ങോട്ട് നമ്മൾ ഓടുന്ന സ്പീഡ് ആയിരിക്കത്തില്ല, എന്തായാലും അത്രയും സ്പീഡ് വരത്തില്ല ഇങ്ങോട്ട് ഓടുമ്പോൾ. കാരണം തിരിഞ്ഞ് വരുമ്പോൾ ആ സ്പീഡ് കുറയും. മറ്റേതിന് എത്രയും സ്പീഡ് എന്തായാലും കാണത്തില്ല അല്ലേ? നേരെ 200 മീറ്റർ ഓടുന്ന പോലല്ല. 100 മീറ്റർ അങ്ങോട്ടും 100 മീറ്റർ ഇങ്ങോട്ടും. 100 മീറ്റർ കഴിയുമ്പോൾ ഇച്ചിരി ഒന്ന് തിരിയുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് സ്പീഡ് ഇച്ചിരി ഒന്ന് കുറയും. ഇത് തന്നെയാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. മരുന്ന് നോക്കിയാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇതൊരു കണ്ടക്ടറാണെന്ന് വെച്ചു. ആ കണ്ടക്ടറിനകത്ത് ഇലക്ട്രോൺസ് ഇലക്ട്രിക് ഫീൽഡ് ഒന്നും ഇല്ലെങ്കിൽ ഈ ഇലക്ട്രോൺസ് നല്ല അടിപൊളിയായിട്ട് അങ്ങ് സഞ്ചരിക്കും. റോഡിൽ വാഹനങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ സ്പീഡിൽ സഞ്ചരിക്കുന്ന പോലെ അത് ഇഷ്ടമുള്ള രീതി സഞ്ചരിക്കുന്നതിന് പറയുന്ന പേരാണ് റാൻഡം മോഷൻ. എന്തോ മോഷനാണ്? റാൻഡം മോഷൻ. എന്നാൽ ഇഷ്ടമുള്ള രീതിയിലാണ് സഞ്ചരിക്കുന്നത്. ആ സഞ്ചരിക്കുന്നതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇല്ലെങ്കിൽ. എപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തോ അത് പതുക്കെ ഡ്രിഫ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ തിരിഞ്ഞ് പതുക്കെ അത് സഞ്ചരിക്കും. അന്നേരം ആ ഡ്രിഫ്റ്റ് ചെയ്യാൻ എടുക്കുന്ന വെലോസിറ്റി പറയുന്ന പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇവിടെ പറയാം ഇങ്ങനെ. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദി ആവറേജ് വെലോസിറ്റി വിത്ത് വിച്ച് ഇലക്ട്രോൺസ് ആർ ഡ്രിഫ്റ്റഡ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അതാണ് ഇമ്പോർട്ടൻറ്റ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആബ്സെൻസ് ഒരിക്കലും ഡ്രിഫ്റ്റ് വെലോസിറ്റി നടക്കത്തില്ല. ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിലേ നടക്കത്തുള്ളൂ. അന്നേരം ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദി ആവറേജ് വെലോസിറ്റി വിത്ത് വിച്ച് ഇലക്ട്രോൺസ് ആർ ഡ്രിഫ്റ്റഡ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അതാണ് പോയിന്റ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് സ്മോൾ. ഡ്രിഫ്റ്റ് വെലോസിറ്റി കുറവാണ്, കാരണം തിരിഞ്ഞു വരുമ്പോൾ ഉള്ള സ്പീഡ് കുറവാണ്. ആൻഡ് ഈസ് ഓഫ് ദി ഓർഡർ ഓഫ് 10⁻³ മീറ്റർ പെർ സെക്കൻഡ്. അതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണെന്ന് പഠിച്ചിരിക്കണം. റിലാക്സേഷൻ ടൈം ഡിനോട്ട് ചെയ്തിട്ടൊരു ടോയാണ്. ടോ എവിടെയെങ്കിലും നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടോ? ഫസ്റ്റ് ഇയറിൽ ടോർക്ക് എന്ന് പറഞ്ഞ് പഠിക്കുന്നുണ്ട്. ടോർക്ക് ഡിനോട്ട് ലെറ്ററും ടോയാണ്. എന്താണ് റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ? റെസ്റ്റ് എടുക്കുക എന്നുള്ളത്. ഇത് ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ സക്സസീവ് കൊളീഷൻസ്. ചിലയിടത്ത് ഇങ്ങനെ മാത്രം നിർത്തും. സക്സസീവ് കൊളീഷൻസ് ഏതുമായിട്ട്? സക്സസീവ് കൊളീഷൻ എന്ന് പറഞ്ഞാൽ അടുപ്പിച്ചടുപ്പിച്ചുള്ള കൊളീഷൻസ്. ഇലക്ട്രോൺസ് വിത്ത് ആറ്റം ഓർ പോസിറ്റീവ് അയോൺ. ഇലക്ട്രോൺസ് ആറ്റവും പോസിറ്റീവ് അയോണുമായിട്ടുള്ള സക്സസീവ് ആയിട്ടുള്ള കൊളീഷൻസിനെ പറയുന്ന പേരാണ് റിലാക്സേഷൻ ടൈം. ഡിനോട്ട് ചെയ്ത ലെറ്റർ എന്ന് പറയുന്നത് ടോ.
ഈ രണ്ടെണ്ണവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡ്രിഫ്റ്റ് വെലോസിറ്റി, റിലാക്സേഷൻ ടൈം. ഇനി ഇത് തമ്മിലുള്ള ഡ്രിഫ്റ്റ് വെലോസിറ്റി തമ്മിലുള്ള റിലാക്സേഷൻ ടൈം തമ്മിലുള്ള റിലേഷൻ അതിൽ നമുക്ക് തുടങ്ങാം. ന്യൂട്ടൻ്റെ സെക്കൻഡ്, ഇനി ഞാൻ ഏറ്റവും സിമ്പിളായിട്ടാണ് ഇത് ഡിറൈവ് ചെയ്തേക്കുന്നത്, നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കും. അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ, എഫ് ഈസിക്കൽ ടു എം എ അല്ലേ, എഫ് ഈസിക്കൽ ടു എം എ, അതിൽ നിന്ന് എ ഈസിക്കൽ ടു എഫ് ബൈ എം, ഇക്വേഷൻ നമ്പർ 1. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോഴ്സിനുള്ള ഇക്വേഷൻ ക്യു ഇ അല്ലേ. ഇനി ഇലക്ട്രോൺ ആണ് സഞ്ചരിക്കുന്നതെങ്കിൽ, ഈ ക്യൂ എന്ന് പറയുന്ന ചാർജാണ്, ആ സ്ഥാനത്ത് ഇലക്ട്രോൺ ആണ് സഞ്ചരിക്കുന്നതെങ്കിൽ എഫ് ഈസിക്കൽ ടു ക്യൂവിന് പകരം സ്മോൾ ഇ ഇൻറ്റു ക്യാപിറ്റൽ ഇ. അവിടെ ഈ സ്മോൾ ഇ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആണ്, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇ ആണ്. ഇലക്ട്രോൺ സഞ്ചരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ് അവിടെ ഒരു മൈനസ് സൈൻ വന്നത്. അതാണ് ഇക്വേഷൻ നമ്പർ 2. ഇനി എ ഈസിക്കൽ ടു എഫ് ബൈ എമ്മിൽ ഈ എഫിന് പകരം നമുക്ക് മൈനസ് ഇ എന്ന് കൊടുക്കാം. അതായത് എ ഈസിക്കൽ മൈനസ് ഇ ബൈ എം, ഇക്വേഷൻ നമ്പർ 3. ഇനി സാധാരണ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം. അതിൽ നിന്ന് വെലോസിറ്റി ഈസിക്കൽ ടു ആക്സലറേഷൻ ഇൻറ്റു ടൈം. ഈ വെലോസിറ്റി നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റി ആയിട്ട് എടുക്കാം. എക്ക് പകരം നമുക്ക് മൈനസ് ഇ ബൈ എം ഇൻറ്റു ടൈമിന് പകരം നമുക്ക് റിലാക്സേഷൻ ടൈം ടോ എന്ന് കൊടുക്കാം. അന്നേരം ഡ്രിഫ്റ്റ് വെലോസിറ്റിയും റിലാക്സേഷൻ ടൈമും തമ്മിലുള്ള റിലേഷൻ കിട്ടി. ഇതാണ് റിലേഷൻ ബിറ്റ്വീൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് റിലാക്സേഷൻ ടൈം ടോ. വി ഈസിക്കൽ മൈനസ് ഇ എം ബൈ എം ഇൻറ്റു ടോ. ക്ലിയർ ആയല്ലോ റിലേഷൻ ബിറ്റ്വീൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് റിലാക്സേഷൻ ടൈം. ഇതിലും സിമ്പിളായിട്ട് ഒരു 3 മാർക്ക് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്ന് വെച്ചോ, എളുപ്പത്തിൽ പഠിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഡ്രിഫ്റ്റ് വെലോസിറ്റി ആയിട്ടുള്ള ബാക്കിയുള്ള റിലേഷൻ പഠിക്കണം. എന്നാൽ അടുത്തിലേക്ക് പോകാം. റിലേഷൻ ബിറ്റ്വീൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് കറണ്ട്. ഡ്രിഫ്റ്റ് വെലോസിറ്റി വി ആണ്, കറണ്ട് ഐ ആണ്. തമ്മിലുള്ള റിലേഷൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം. ഇത് നിങ്ങൾ പഠിക്കേണ്ട, ഞാൻ ഈ എഴുതിയേക്കുന്ന പഠിച്ചാൽ മതി. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പാസിംഗ് ത്രൂ ദി കണ്ടക്ടർ ഇൻ ടി സെക്കൻഡ്. ഒരു കണ്ടക്ടറിനകത്തൂടെ പാസ് ചെയ്യുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, അത് ഈ ഇക്വേഷൻ നിങ്ങൾ കാണാൻ പഠിക്കണം. എൻ എ വി ടി. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, എ ഏരിയ ക്രോസ് സെക്ഷൻ, വി ഡ്രിഫ്റ്റ് വെലോസിറ്റി, ടി ടൈം. ഇനി ചാർജ് ക്യൂ എന്ന് പറയുന്നത് ഈ നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ കൂട്ടത്തിൽ ഇലക്ട്രോണിൻ്റെ ചാർജ് കൊണ്ട് ഗുണിക്കണം. അന്നേരം എൻ എ വി ടി ഇൻറ്റു ഇ. ഇനി കറണ്ടിനുള്ള മെയിൻ ഇക്വേഷൻ ഐ ഈസിക്കൽ ടു ക്യൂ ബൈ ടി. ക്യൂവിന് വരെ നമുക്ക് എൻ എ വി ടി ഇൻറ്റു ഇ ബൈ ടി. ടിയും ടി അങ്ങ് വെട്ടിപ്പോകത്തില്ലേടെ. ഐ ഈസിക്കൽ ടു എൻ എ വി ഇ. ഐ എന്ന് പറയുന്നത് കറണ്ടും വി എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി. അന്നേരം കറണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ആയേ, ക്ലിയർ ആയേ. ഇനിയും റിലേഷൻ ബിറ്റ്വീൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് കറണ്ട് ഡെൻസിറ്റി. ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് വി, കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് ജെ. ജെയ്ക്കുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ജെ ഈസിക്കൽ ടു ഐ ബൈ എ. ജെ ഈസിക്കൽ ടു ഐക്ക് പകരം നമുക്ക് എൻ എ വി ഇ ബൈ എ. എയും ക്യാൻസൽ. ജെ ഈസിക്കൽ ടു എൻ വി ഇ. ഇതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് കറണ്ട് ഡെൻസിറ്റി. അന്നേരം ഉറപ്പായിട്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റിയായിട്ട് ബന്ധപ്പെട്ട റിലേഷൻ ഉറപ്പായിട്ടും ചോദിക്കാം. ഡ്രിഫ്റ്റ് വെലോസിറ്റിയും റിലാക്സേഷൻ ടൈമും, ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറണ്ടും, ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറണ്ട് ഡെൻസിറ്റി എല്ലാം സിമ്പിളാണെന്ന് എഴുതി ഒന്ന് നോക്കിയാൽ മതി. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് മൊബിലിറ്റി. ഞാൻ പറഞ്ഞു, ഡ്രിഫ്റ്റ് വെലോസിറ്റി പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിലേ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഉള്ളൂ. ഇലക്ട്രിക് ഫീൽഡ് ഇല്ലെങ്കിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇല്ല. ഇൻ ദി പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡാണ്. അന്നേരം ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രിക് ഫീൽഡ്. അന്നേരം വി ഈസ് പ്രൊപ്പോർഷണൽ ടു ഇ. പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റണമെങ്കിൽ കോൺസ്റ്റന്റ് കൊണ്ട് ഗുണിക്കണം. വി ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഇ. അതിൽ നിന്ന് മ്യൂ ഈസ് ഈക്വൽ ടു വി ബൈ ഇ. വേറെ ഒന്നും നിങ്ങളിപ്പോൾ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. മ്യൂ ഈസ് ഈക്വൽ ടു വി ബൈ ഇ. ഇതിനെ പറയുന്ന പേരാണ് മൊബിലിറ്റി. മ്യൂവിനെ പറയുന്ന പേരാണ് മൊബിലിറ്റി. അന്നേരം മൊബിലിറ്റി എങ്ങനെ പറയാം? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ റേഷ്യോ ഓഫ് വി എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി ടു ദി ഇലക്ട്രിക് ഫീൽഡ്. ഇതാണ് മൊബിലിറ്റി ഡിനോട്ട് ലെറ്റർ മ്യൂ. സിമ്പിളായിട്ടുള്ള റിലേഷൻസ്. ഇനി നമുക്ക് ഓംസ് ലോ, അങ്ങനെയുള്ള വീൻസ്റ്റൺ ബ്രിഡ്ജ്, കിർച്ചോഫ് ലോസ് ഒക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, അടുത്ത നമ്മുടെ ടോപ്പിക്ക് പ്രാക്ടിക്കലിനും തിയറിക്കും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. വേറെ ഒന്നുമല്ല, ഓംസ് ലോ. ഓംസ് ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിമ്പിളായിട്ട് പഠിക്കുകയും ചെയ്യാം. എന്നാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പോഴത്തെ സിലബസിൽ. എന്താണ് ഓംസ് ലോ? ഓംസ് ലോ എന്ന് പറഞ്ഞാൽ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ current through a conductor is directly proportional to potential difference between its terminals. എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുമ്പോൾ, നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുമ്പം കറണ്ടും പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്ന വോൾട്ടേജും ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുമ്പോൾ, എന്നിട്ട് നമുക്ക് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദി കണ്ടക്ടർ ഈസ്
ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഇറ്റ്സ് ടെർമിനൽസ്. കറണ്ട് എന്ന് പറയുന്നത് ഐ, ക്യാപിറ്റൽ ഐ ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ഐ ഈസ് പ്രൊപ്പോർഷണൽ ടു വി. തിരിച്ചും നമുക്ക് എഴുതാം വി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ. പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റണമെന്നുണ്ടെങ്കിൽ കോൺസ്റ്റന്റ് കൊണ്ട് ഗുണിക്കാം. അതായത് വി ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഐ. അതിൽ നിന്ന് ആർ ഈസ് ഈക്വൽ, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ, ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ. ആർ എന്ന് പറയുന്ന കോൺസ്റ്റന്റിനെ പറയുന്ന പേരാണ് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ. ആർ ഈസ് എ കോൺസ്റ്റന്റ് നോൺ ആസ് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ. യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓം ആണ് യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ്. വാട്ട് ഈസ് ദി യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഈസ് ഓം. എന്നിട്ട് എന്താണ് ഓംസ് ലോ? ആർ എന്ന് പറയുന്നത് എന്താണ്? റെസിസ്റ്റൻസ്. യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്താണ്? ഓം. ക്ലിയർ ആയേ? ഇനി ഓംസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം അങ്ങ് പഠിച്ചോളുക. വി ഐ ഗ്രാഫ്. ഓംസ് പ്രാക്ടിക്കലും ഗ്രാഫ് വരയ്ക്കാറുണ്ട് നിങ്ങൾക്ക്. വി ഐ ഗ്രാഫാണ്. എന്താണ് ഈ വി ഐ ഗ്രാഫ് എന്ന് പറയുന്നത്? വോൾട്ടേജ്. ഒരു ഗ്രാഫിന് രണ്ട് ആക്സിസ് അല്ലേ? എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്. എക്സ് ആക്സിൽ വോൾട്ടേജും വൈ ആക്സിൽ കറണ്ടും കൊടുത്താൽ ഗ്രാഫിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. അന്നേരം വോൾട്ടേജ് അലോങ് ദി എക്സ് ആക്സിസ് ആൻഡ് കറണ്ട് അലോങ് ദി വൈ ആക്സിസ്, ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. ഇതാണ് വി ഐ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി എപ്പോഴാണ് ഓംസ് ലോ ഒബേ ചെയ്യാത്തത്? ഓംസ് ലോ ഒബേ ചെയ്യാത്തത് വേറെ ഒരു കേസല്ല. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആകുമ്പോൾ ഓംസ് ലോ ഒബേ ചെയ്യും. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്താൽ ഓംസ് ലോ ഒബേ ചെയ്തില്ല. കാരണം ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആകുമ്പം റെസിസ്റ്റൻസ് അവിടെ കോൺസ്റ്റന്റ് ആയിരുന്നു. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് മാറും. ഒരു ഓംസ് ലോ ഒബേ ചെയ്യത്തില്ല. അതാണ് ഈ ബോക്സിനകത്തിട്ടേക്കുന്നത്. ഇഫ് ദി ടെമ്പറേച്ചർ ചേഞ്ചസ്, ഓംസ് ലോ ഈസ് നോട്ട് വാലിഡ് ബിക്കോസ് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ വേരീസ് വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ. പിന്നെ കണ്ടക്റ്റൻസ് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ കെ അല്ല, കെ ഇങ്ങനെ ഒന്ന് വളച്ചെഴുതണം, കാപ്പ എന്നാണ് പറയുന്നത്. കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് എന്നാണ്. അന്നേരം റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ഈസ് കോൾഡ് കണ്ടക്റ്റൻസ്. കണ്ടക്റ്റൻസ് കാപ്പ ഈസ് ഈക്വൽ ടു 1/R. റെസിപ്രോക്കൽ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ആർ ആണ് റെസിസ്റ്റൻസ്. റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ എന്ത് വരും? 1/R. യൂണിറ്റ് എന്തൊക്കെയാ? 1/Ω. 1/Ω എന്ന് പറയുന്നത് എന്തോ? ഓം റേസ് ടു -1. പിന്നെ ഓം തിരിച്ചെഴുതുന്നത്, ഓം തിരിച്ചെഴുതുന്ന പറഞ്ഞാൽ MHO, മോ. പിന്നെ മറ്റൊരു യൂണിറ്റ് സീമൻ. അന്നേരം എന്താണ് കണ്ടക്റ്റൻസ്? അതിൻ്റെ യൂണിറ്റുകൾ കൊടുത്തിരിക്കണം. ഓക്കെ. ഇനി അടുത്തതും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? 4 ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ്. നിങ്ങൾക്ക് ഇപ്പം തന്നെ ഇതെല്ലാം പഠിച്ചു പോകാം. ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ, ഏരിയ ക്രോസ് സെക്ഷൻ ഓഫ് ദി കണ്ടക്ടർ, ടെമ്പറേച്ചർ, നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ. ഏതൊക്കെയാണ് 4 ഫാക്ടേഴ്സ്? പറഞ്ഞല്ലേ. ഒന്ന് ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ, സ്മോൾ എൽ ആണ് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ. ഏരിയ ക്രോസ് സെക്ഷൻ, ടെമ്പറേച്ചർ, നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ. ഇതിനകത്ത് 4 ഫാക്ടേഴ്സ് ഉള്ളതിനകത്ത് 2 ഫാക്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ലെങ്തും ഏരിയയും. അത് വെച്ചാണ് റെസിസ്റ്റിവിറ്റി നമ്മൾ പറയാൻ പോകുന്നത്. റെസിസ്റ്റിവിറ്റി ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ റോ ആണ്. എപ്പോഴും റെസിസ്റ്റൻസ് ലെങ്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും, ഏരിയക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ. അതുകൊണ്ടാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയതുകൊണ്ടാണ് ആർ ഈസ് പ്രൊപ്പോർഷണൽ ടു എൽ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ് ആർ ഈസ് പ്രൊപ്പോർഷണൽ ടു 1/A. രണ്ടും ഒരു സൈഡ് ആറിലേടെ, ഒരു സൈഡ് ആർ ആയതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് എഴുതാം ആർ ഈസ് പ്രൊപ്പോർഷണൽ ടു L/A. പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റണമെന്നുണ്ടെങ്കിൽ കോൺസ്റ്റന്റ് കൊണ്ട് ഗുണിക്കണം. അന്നേരം ആർ ഈസ് ഈക്വൽ ടു റോ L/A. ആ റോയെ പറയുന്ന പേരാണ് റെസിസ്റ്റിവിറ്റി. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. റെസിസ്റ്റിവിറ്റി, വാട്ട് ഈസ് മീൻ ബൈ റെസിസ്റ്റിവിറ്റി എന്ന് ചോദിക്കാം കേട്ടോ, അതിൻ്റെ യൂണിറ്റും ഒക്കെ. അതിൽ നിന്ന് നമുക്ക് ആർ ഈസ് ഈക്വൽ ടു റോ L/A എന്ന് റോ ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ RA/L. ഇതാണ് റോയ്ക്കുള്ള ഇക്വേഷൻ. ഇനി റോ ഈസ് ഈക്വൽ ടു ആർ എന്ന് കിട്ടണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കണ്ടീഷൻ കൊടുക്കണം? എ എന്ന് പറയുന്നത്, ഏരിയ എന്ന് പറയുന്നത് 1 മീറ്റർ സ്ക്വയർ ആയിരിക്കണം. എൽ എന്ന് പറയുന്നത് 1 മീറ്റർ ആയിരിക്കണം. അന്നേരം വാട്ട് ഈസ് മെൻ ബൈ റെസിസ്റ്റിവിറ്റി? റെസിസ്റ്റിവിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദി, റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് അല്ലേ റോ, ആർ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് അല്ലേ. റെസിസ്റ്റിവിറ്റി ഡിഫൈൻഡ് ആസ് ദി റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ ഓഫ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ ക്രോസ് സെക്ഷൻ. യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ L ഈസ് ഈക്വൽ ടു 1 മീറ്റർ. യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ A ഈസ് ഈക്വൽ ടു 1 മീറ്റർ സ്ക്വയർ. then what is meant by resistivity? Resistivity is defined as the resistance of a conductor of unit length and unit area of cross section. ഇത് പഠിക്കുക. ഇതിൻ്റെ യൂണിറ്റ് മാത്രം 2 മാർക്കിന് ഡിറൈവ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി റോ ഈസ് ഈക്വൽ ടു RA/L അല്ലേ. നിങ്ങൾ തന്നെ പറഞ്ഞിട്ട് റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്തോ? ഓം.
ഏരിയയുടെ എന്തുവാ മീറ്റർ സ്ക്വയർ ബൈ ലെങ്തിൻ്റെ എന്തുവാ മീറ്റർ. അന്നേരം ഓം മീറ്റർ സ്ക്വയർ ബൈ മീറ്റർ. മീറ്ററും വെട്ടിപ്പോയില്ലേ ഇവിടെ. അന്നേരം റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം മീറ്റർ ആണ്. ഇനി ഒറ്റ ടോപ്പിക്ക്, ആ ടോപ്പിക്ക് കൂടെ കൊണ്ട് നമുക്ക് കണ്ടക്ടിവിറ്റി കൊണ്ട് നമുക്ക് ഓംസ് ലോ കംപ്ലീറ്റ് പഠിച്ചു. ഇതിനകത്തൊന്നും സ്കിപ്പ് ചെയ്തിട്ടില്ല. ഇതിനപ്പുറത്തേക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസും ഇല്ല. അതായത് കണ്ടക്ടിവിറ്റി ഡിനോട്ട് ലെറ്റർ സ്മോൾ സിഗ്മയാണ്. ഇങ്ങനൊരു സിഗ്മയുണ്ട്, ഇതാണ് സ്മോൾ സിഗ്മ. അന്നേരം കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റി റോ ആണെങ്കിൽ റെസിപ്രോക്കൽ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ സിഗ്മ ഇസിക്കൽ ടു 1/ρ ആണ്. സിഗ്മ ഇസിക്കൽ ടു 1/ρ. അങ്ങനെയാണെങ്കിൽ 1 റോയുടെ യൂണിറ്റ് എന്തുവാ ഓം മീറ്റർ. അന്നേരം 1 ഓം മീറ്റർ എന്ന് പറഞ്ഞാൽ എന്ത് വരും ഓം റൈസ് ടു -1 മീറ്റർ റൈസ് ടു -1. അന്നേരം യൂണിറ്റ് എന്ന് പറയുന്ന കണ്ടക്ടിവിറ്റിയുടെ ഓം റൈസ് ടു -1 മീറ്റർ റൈസ് ടു -1. അത് നിങ്ങൾ ഓംസ് ലോ പഠിക്കുമ്പോൾ എന്താണ് ഓംസ് ലോ, റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ്, VI ഗ്രാഫ്, ഓംസ് ലോ ഒബേ ചെയ്യാത്തത് എപ്പോഴാണ്, പിന്നെ റെസിസ്റ്റൻസ് അത് ഓക്കെ, കണ്ടക്റ്റൻസ് അതിൻ്റെ യൂണിറ്റ്, ഏതൊക്കെ ഫാക്ടേഴ്സാണ് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, റെസിസ്റ്റിവിറ്റി അതിൻ്റെ യൂണിറ്റ്, റെസിസ്റ്റിവിറ്റി എന്താണ്, കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ്, എല്ലാത്തിൻ്റെയും യൂണിറ്റുകളും പഠിച്ചു നോക്കണം. ക്ലിയർ? ആ ഒരു ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കുക. റെസിസ്റ്റൻസ് കളർ കോഡൊന്നും നിങ്ങൾക്ക് ഡിലീറ്റഡ് ടോപ്പിക്കാണ്. ഇനി കണ്ടക്ടേഴ്സിൻ്റെയും സെമി കണ്ടക്ടേഴ്സിൻ്റെ അലോയ്സിൻ്റെയും ആ ഗ്രാഫുകളൊന്നും നോക്കിക്കൊണ്ട് പോവുക. പിന്നെ ഇത് ഒന്ന് പഠിച്ചോണം, ഓമിക് ആൻഡ് നോൺ ഓമിക് കണ്ടക്ടേഴ്സ് ഓംസിലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഓംസിൽ ഒബേ ചെയ്യുന്ന കണ്ടക്ടേഴ്സ് എല്ലാം ഓമിക് കണ്ടക്ടേഴ്സ്, ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓംസിൽ ഒബേ ചെയ്യാത്ത കണ്ടക്ടേഴ്സ് എല്ലാം നോൺ ഓമിക് കണ്ടക്ടേഴ്സ്, അതിൻ്റെ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കത്തില്ല. അന്നേരം ഓമിക് കണ്ടക്ടേഴ്സും നോൺ ഓമിക് കണ്ടക്ടേഴ്സ് അതിൻ്റെ പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് വായിച്ച് നോക്കാനുള്ളതേ ഉള്ളൂ. അന്നേരം ഓംസ് ലോ ഒബേ ചെയ്യുന്ന കണ്ടക്ടേഴ്സിനെ പറയുന്ന പേര് ഓമിക് കണ്ടക്ടേഴ്സ് എന്നും ഓംസ് ലോ ഒബേ ചെയ്യാത്ത കണ്ടക്ടേഴ്സിനെ പറയുന്ന പേര് നോൺ ഓമിക് കണ്ടക്ടേഴ്സ്. ഓമിക് കണ്ടക്ടേഴ്സിൻ്റെ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണ്, നോൺ ഓമിക് കണ്ടക്ടേഴ്സിൻ്റെ ഗ്രാഫ് ഇറ്റ് ഈസ് നോട്ട് എ സ്ട്രെയിറ്റ് ലൈൻ. പിന്നെ ഇത് പഠിച്ചുകൊണ്ട് പൊക്കൊണ്ട ടോപ്പിക്കാണ് ഇന്റേണൽ റെസിസ്റ്റൻസ്. എന്നത് പറയുന്നില്ല, എളുപ്പമുള്ള ടോപ്പിക്കാണ്. ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ, അതായത് ഒരു സെല്ലിന് അകത്തുള്ള റെസിസ്റ്റൻസ് ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. ഒരു സെല്ലിന് സെൽ ഓഫർ ചെയ്യുന്ന സെല്ലിനകത്തുള്ള റെസിസ്റ്റൻസ് ആണ് ഇന്റേണൽ റെസിസ്റ്റൻസ്. പുറത്ത് കാണുന്ന റെസിസ്റ്റൻസിനെ പറയുന്ന പേരാണ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. അന്നേരം എന്താണ് ഇന്റേണൽ റെസിസ്റ്റൻസ്, അതിൻ്റെ ഇക്വേഷൻ, ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇന്റേണൽ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, നേച്ചർ ഓഫ് ദി ഇലക്ട്രോലൈറ്റ്സ്, രണ്ട് സെല്ലിനുണ്ടെങ്കിൽ നമ്മൾ ഇലക്ട്രോലൈറ്റ്സും ഇലക്ട്രോഡ്സും ഒക്കെ പഠിക്കുന്ന, പിന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഇലക്ട്രോഡ്സ്, എന്താ കുറേ ഫാക്ടേഴ്സ്, അതിൻ്റെ പിന്നെ ഏരിയ, ടെമ്പറേച്ചർ, എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഏതെങ്കിലും 4 ഫാക്ടർ നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകുക. ഏരിയ ആകാം, ടെമ്പറേച്ചർ ആകാം, ഇലക്ട്രോഡ്സ് ആകാം, ഇലക്ട്രോലൈറ്റ്സിൻ്റെ നേച്ചർ, ഏതെങ്കിലും 4 പ്രോപ്പർട്ടി നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകുക, 4 ഫാക്ടേഴ്സ് പഠിച്ചുകൊണ്ട് പോകുക. ഓക്കെ. പിന്നെ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കിർച്ചോഫിൻ്റെ ലോ. ഇന്റേണൽ റെസിസ്റ്റൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന കേട്ടോ. കിർച്ചോഫിൻ്റെ 2 ലോസ് ഉണ്ട്, കിർച്ചോഫിൻ്റെ ഫസ്റ്റ് ലോയും കിർച്ചോഫിൻ്റെ സെക്കൻഡ് ലോയും. എന്തോ കിർച്ചോഫിൻ്റെ ഫസ്റ്റ് ലോയെ പറയുന്ന പേരാണ്, മറക്കരുത്, ജംഗ്ഷൻ റൂൾ. ഇതാണ് ജംഗ്ഷൻ. ഈ ജംഗ്ഷനിലോട്ട് കയറി വരുന്ന എൻ്റർ ചെയ്യുന്ന കറണ്ട് ഏതൊക്കെയാണ്, I1, I2, I3 അല്ലേ? ജംഗ്ഷനിലോട്ട് കയറുന്ന കറണ്ട് അല്ലേ. ലീവ് ചെയ്യുന്ന കറണ്ട് ഏതൊക്കെയാണ്, I4ഉം I5. അന്നേരം ജംഗ്ഷനിലോട്ട് കയറുന്ന കറണ്ട് I1ഉം I2ഉം I3ഉം, ലീവ് ചെയ്യുന്ന കറണ്ട് I4ഉം I5ഉം. അങ്ങനെയാണെങ്കിൽ എന്താണ് ജംഗ്ഷൻ റൂൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, ദി ടോട്ടൽ കറണ്ട് എൻ്ററിങ് ദി ജംഗ്ഷൻ, ഏതൊക്കെ എൻ്റർ ചെയ്യുന്നത്, I1, I2, I3. ടോട്ടൽ എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം, I1 + I2 + I3 ഈക്വൽ ടോട്ടൽ കറണ്ട് ലീവിങ് ദി ജംഗ്ഷൻ. ലീവ് ചെയ്യുന്ന ഏതൊക്കെയാണ്, I4 + I5. ഇതാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ്. നിങ്ങൾ പലരും ചോദിക്കാറുണ്ട്, സാർ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയാൽ മതി. 2 സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നതാണ് ഏറ്റവും നല്ലത്, ഫുൾ മാർക്ക് കിട്ടും. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് സിമ്പിളാണ്, ദി ഓൾജിബ്രിക് സം ഓഫ് ദി കറണ്ട് മീറ്റിംഗ് അറ്റ് എനി ജംഗ്ഷൻ ഇൻ എ ക്ലോസ്ഡ് സർക്യൂട്ട് ഈസ് 0. അന്നേരം സിഗ്മ I = 0. ഇത് രണ്ടും നിങ്ങൾ എഴുതണം കേട്ടോ. ഈ ഫസ്റ്റ് ലോയെ പറയുന്ന പേര് ജംഗ്ഷൻ റൂൾ എന്നാണ്. എന്ത് റൂളാണ്, ജംഗ്ഷൻ റൂൾ. രണ്ടാമത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഈ ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്ക് പഠിക്കണമെങ്കിൽ ഇത് പഠിക്കണം. സെക്കൻഡ് ലോ,
സെക്കൻഡ് ലോയിൽ പറയുന്ന പേര് മെഷ് റൂൾ എന്നാണ്. മെഷ് റൂൾ അല്ലെങ്കിൽ ലൂപ്പ് റൂൾ. അത് ആ റൂൾ കൃത്യമായിട്ട് പഠിക്കണം. ഇൻ എനി ക്ലോസ്ഡ് മെഷ് എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചായിട്ട് എടുക്കുക, ഓഫ് ആൻ ഇലക്ട്രിക് സർക്യൂട്ട്, ഓൾജിബ്രിക് സം ഓഫ് ദി പ്രോഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ്. ഓൾജിബ്രിക് സം എന്ന് പറയുന്നത് സിഗ്മ, പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഐ, പ്രോഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഐ ഇൻറ്റു ആർ ഈസ് ഈക്വൽ ടു ഓൾജിബ്രിക് സം ഓഫ് ദി EMF. അന്നേരം ഇൻ എനി ക്ലോസ്ഡ് മെഷ് ഓഫ് ആൻ ഇലക്ട്രിക് സർക്യൂട്ട്, algebraic sum of the product of current and resistance is equal to the algebraic sum of the EMF. എന്ന് പറഞ്ഞാൽ സിഗ്മ IR is equal to സിഗ്മ E. ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഏത് ബ്രാഞ്ച് എടുത്താലും കറണ്ടിൻ്റെ ഡയറക്ഷൻ കറക്റ്റായിട്ടാണ് പോകുന്നതെങ്കിൽ, കറക്റ്റായിട്ടാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ പോകുന്നതെങ്കിൽ പ്ലസും, കറണ്ടിൻ്റെ ഡയറക്ഷൻ എപ്പം തിരിച്ചാണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരുവാണെങ്കിൽ മൈനസും. പിന്നെ ഒരു സർക്യൂട്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ആ സർക്യൂട്ടിനകത്ത് സെൽ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ EMF E എന്നും, ആ സർക്യൂട്ടിനകത്ത് സെൽ ഇല്ലെങ്കിൽ അവിടെ 0 എന്നും കൊടുക്കണം. ഈ പറയുന്നത് നിങ്ങളൊന്ന് ഒരു ടിപ്പ് ആൻഡ് ട്രിക്കാണ് കേട്ടോ. ടിപ്സ്, അതായത് കറണ്ട് ഡയറക്ഷൻ കറക്റ്റായിട്ടാണ് പോകുന്നതെങ്കിൽ പ്ലസ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ മൈനസ്, ഒരു സർക്യൂട്ടിനകത്ത് സെൽ ഉണ്ടെങ്കിൽ അവിടെ EMF E എന്ന് കൊടുക്കുക, ഒരു സർക്യൂട്ടിനകത്ത് സെൽ ഇല്ലെങ്കിൽ അവിടെ 0 എന്ന് കൊടുക്കുക. ക്ലിയർ ആയോ? ഇനി നമുക്ക് ഈ ചാപ്റ്ററിനകത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് 5 മാർക്കിന് 4 മാർക്കിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇതിനകത്ത് ഡിലീറ്റഡ് ടോപ്പിക് കുറച്ചുള്ളത് കൊണ്ട് ഇവൻ ബാഹുബലിയായി മാറി. വീൻസ്റ്റൺസ് ബ്രിഡ്ജ്, അതോടുകൂടി ചാപ്റ്റർ തീരുകയാണ്. നന്നായിട്ട് വരയ്ക്കണം, പടം വരച്ച് നല്ല വൃത്തിയായിട്ട് പഠിക്കണം, സിമ്പിളാണ്. അതിലോട്ട് പോകാം. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്ക് നമ്മൾ മെഷ് വെച്ച് ചെയ്യുന്നതാണ് വീൻസ്റ്റൺ ബ്രിഡ്ജ്. നിങ്ങൾ നല്ല വൃത്തിയായിട്ട് പടം വരയ്ക്കണം. വളരെ സിമ്പിളായിട്ടാണ് നമ്മളിത് പറയുന്നത്. 5 മാർക്ക് 4 മാർക്കിനും നിങ്ങൾക്ക് ഡബിൾ ടിക്ക് ചെയ്ത് പഠിച്ചു. പബ്ലിക് എക്സാം ഉറപ്പാണ്, ഓണത്തിൻ്റെ പരീക്ഷയ്ക്കും ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ വീൻസ്റ്റൺ ബ്രിഡ്ജ്. അത് നമുക്ക് നോക്കാം. ഇതിനകത്ത് 4 റെസിസ്റ്റേഴ്സ് ഉണ്ട്, PQRS. അതായത് നിങ്ങൾ ആദ്യം മനസ്സിൽ പറയണം 4 റെസിസ്റ്റേഴ്സ്, PQRS. 4 കറണ്ട് I1, I2, I3, I4. വേണമെങ്കിൽ ഒരു കറണ്ട് കൂടെ പറയാം, IG എന്ന് പറയുന്നത് ഗാൽവനോമീറ്റർ കറണ്ടാണ്. അന്നേരം PQRS എന്ന് പറയുന്ന 4 റെസിസ്റ്റേഴ്സ്, 4 കറണ്ട് I1, I2, I3, I4. IG എന്ന് പറയുന്ന ഗാൽവനോമീറ്റർ കറണ്ട്. G എന്ന് പറഞ്ഞാൽ ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ ഗാൽവനോമീറ്ററുമായിട്ട് എടുക്കാം, ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കാം. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എക്കും ബിക്കും ഇടയിലല്ലേ സെൽ ഉള്ളത്. അന്നേരം എ സെൽ ഈസ് കണക്റ്റഡ് ബിറ്റ്വീൻ എ ആൻഡ് ബി. ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത് സിക്കും ഡിക്കും ഇടയിലാണ്. അന്നേരം എ ഗാൽവനോമീറ്റർ ഈസ് കണക്റ്റഡ് ബിറ്റ്വീൻ സി ആൻഡ് ഡി. അന്നേരം എന്തൊക്കെ കാര്യങ്ങൾ പറയണം? PQRS 4 റെസിസ്റ്റേഴ്സ് ഇപ്പം തന്നെ അങ്ങ് പഠിച്ചോണം. I1, I2, I3, I4 എന്ന് പറയുന്ന 4 കറണ്ട്. IG എന്ന് പറയുന്ന ഗാൽവനോമീറ്റർ കറണ്ട്. സെല്ല് കണക്ട് ചെയ്തിരിക്കുന്നത് എക്കും ബിക്കും ഇടയിൽ, ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത് സിക്കും ഡിക്കും ഇടയിൽ. ക്ലിയർ ആയോ? ഇനി മൊത്തത്തിൽ ഈ സർക്യൂട്ടിനെ പറയുന്ന പേരെന്തോ നിങ്ങൾ നോക്കി. ഇവിടെ നിന്ന് തുടങ്ങണം, ACBDA. എയിൽ തുടങ്ങിയ ലെയിൽ അവസാനിക്കണം. മൊത്തം ACBDA. ഇനി ഞാൻ ഈ മെഷ് റൂള് കേൾക്കുമ്പോൾ ഞെട്ടേണ്ട ആവശ്യമൊന്നുമില്ല, എളുപ്പമാണ്. മെഷ് റൂൾ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യാൻ പോവാം. ഞാൻ പകുതിയായിട്ട് അങ്ങ് മുറിക്കാൻ പോവാം. ഇതിനെ ACBDA പകുതിയായിട്ട് മുറിക്കാൻ നമ്മൾ ഇങ്ങനെയല്ലേ വരുന്നത്? ആദ്യത്തെ ACDA, രണ്ടാമത്തെ എങ്ങനെ വരും? CBDC. അന്നേരം ആദ്യത്തത് ACDA എടുക്കുക. അവിടുത്തെ കറണ്ട് ഏതാണ്? I1. അവിടുത്തെ റെസിസ്റ്റൻസ് എന്തോ? P. പ്രോഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ I1P. നിങ്ങൾ കറണ്ടിന്റെ ഡയറക്ഷൻ നോക്കുവാണെങ്കിൽ കറക്റ്റ് ആരോ മറിഞ്ഞോട്ടാണ്. അവിടുത്തെ കറണ്ട് IG, അവിടുത്തെ റെസിസ്റ്റൻസ് G. അന്നേരം I1P പ്ലസ് IGG. ഇങ്ങോട്ട് വരുമ്പം കറണ്ട് ഇങ്ങോട്ടായിരുന്നു ആരോ മാർക്ക്, ഓപ്പോസിറ്റാണ് വരുന്നത്. ഓപ്പോസിറ്റാണ് വരുന്നതുകൊണ്ട് മൈനസ്. അവിടുത്തെ കറണ്ട് I2, അവിടുത്തെ റെസിസ്റ്റൻസ് R. ഈക്വൽ. നിങ്ങൾ ഇതിനിടയിൽ സെല്ല് വല്ലതും ഉണ്ടോ? ഇല്ല, കാരണം ഇവിടെ ഉള്ളൂ സെല്ല്. ഇതിനിടയിൽ സെല്ലൊന്നും ഇല്ലെങ്കിൽ നമുക്ക് 0 എന്ന് കൊടുക്കാം. സെല്ലുണ്ടെങ്കിൽ മാത്രമേ EMF എന്ന് കൊടുത്താൽ മതി. എന്നിട്ട് ഇങ്ങനെ ഇക്വേഷൻ നമ്പർ 1 എഴുതണം. അടുത്ത സർക്യൂട്ട് നിങ്ങൾ പറഞ്ഞേ CBDC. അവിടുത്തെ കറണ്ട് I3Q. നിങ്ങൾ ആരോ മാർക്ക് നോക്കിയേ, ഓപ്പോസിറ്റാ. അന്നേരം മൈനസ് I4S. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് IGG ഈക്വൽ 0. ഇക്വേഷൻ നമ്പർ 2.
അന്നേരം 1ഉം 2 ഇക്വേഷനും ആ പടം വരച്ച് ഇത്രയും വരെ എഴുതുന്നത് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. പിന്നെ അങ്ങോട്ട് എളുപ്പമാണ്. ഇനി 3 കണ്ടീഷനാണ്. അതായത് ഈ വീൻസ്റ്റൺ ബ്രിഡ്ജ് ബാലൻസ് ആവണമെങ്കിൽ ഈ 3 കണ്ടീഷൻ നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കണം. IG ഗാൽവനോമെട്രിക് കറണ്ട് 0, I1 = I3, I2 = I4. അന്നേരം 3 കണ്ടീഷൻ ഏതൊക്കെയാണ്? IG = 0, I1 = I3, I2 = I4. ഇനി ആദ്യത്തെ കണ്ടീഷൻ IG = 0, ഈ 2 ഇക്വേഷനും നമുക്ക് അപ്ലൈ ചെയ്യാം. അന്നേരം IG-ക്ക് 0 കൊടുക്കുമ്പോൾ ഈ ടേം അങ്ങ് പോകും. അന്നേരം ബാക്കി എന്ത് വരും? I1P - I2R = 0. അതിൽ നിന്ന് I1P = I2R, ഇക്വേഷൻ നമ്പർ 3. അതേപോലെ ഇക്വേഷൻ 2ലും IG-ക്ക് നിങ്ങൾ 0 നോട്, IG-യുടെ ടേം അങ്ങ് പോയി. ബാക്കി എന്ത് വരും? I3Q - I4S = 0. അതിൽ നിന്ന് I3Q = I4S, ഇക്വേഷൻ നമ്പർ 4. ഇക്വേഷൻ 3ഉം 4ഉം IG-ക്ക് 0 കൊടുത്തിട്ടുള്ള. എന്നിട്ട് ഇക്വേഷൻ നമ്പർ 4 ഒന്നുകൂടെ ഞാൻ വായിക്കാം. I3Q = I4S, ഇക്വേഷൻ നമ്പർ 4. എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ മൂന്നാമത്തെ കണ്ടീഷൻ I1 = I3, I2 = I4 എന്നാണ്ട് ഈ ഇക്വേഷൻ നമ്പർ 4ലോട്ട് അപ്ലൈ ചെയ്യണം. അതായത് I3ക്ക് പകരം I1 എന്നും I4ന് പകരം I2 എന്നും കൊടുക്കണം. എന്നൊരു ഇക്വേഷൻ എന്ത് വരും? I1Q = I2S, ഇക്വേഷൻ നമ്പർ 5. ഇനി ഇക്വേഷൻ 3 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 5. നിങ്ങൾ നോക്കിയേ, ഇക്വേഷൻ 3 സെയിം സൈഡിൽ ഡിവൈഡ് ചെയ്യുകയാണെ. I1P ബൈ 5 I1Q ഈക്വൽ I2R ബൈ I2S. I1ഉം I1ഉം ക്യാൻസൽ, I2ഉം ക്യാൻസൽ. ഫൈനൽ ഇക്വേഷൻ P/Q = R/S. ഈ Pയും Q R S എന്തുമായിരുന്നു? റെസിസ്റ്റേഴ്സ്. ആ റെസിസ്റ്റേഴ്സിൻ്റെ റേഷ്യോയ്ക്ക് ഈക്വൽ ആണ് ഫൈനൽ ഇക്വേഷൻ. ഇതാണ് വീൻസ്റ്റൺ ബ്രിഡ്ജിൻ്റെ പ്രിൻസിപ്പിൾ. അന്നേരം വീൻസ്റ്റൺ ബ്രിഡ്ജിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് P/Q = R/S. നന്നായിട്ട് നോക്കുക, വളരെ സിമ്പിളായിട്ട് പഠിക്കാം. ഡയഗ്രാം മസ്റ്റായിട്ട് നല്ല വൃത്തിയായിട്ട് പഠിക്കണം. ഡയഗ്രാം കറക്റ്റ് ആണെങ്കിൽ ഇതിന് മാർക്ക് കിട്ടത്തുള്ളൂ. എന്നിട്ട് ബാക്കിയുള്ളത് മെഷ് റൂൾ വെച്ച് കൃത്യമായിട്ട് ചെയ്യുക. കണ്ടീഷൻസ് ഓർത്തിരിക്കുക. IG 0 എന്ന് കൊടുക്കുക, I1 = I3, I2 = I4, ഇതെല്ലാം കൊടുത്തിട്ടില്ല. ഫൈനൽ ഇക്വേഷൻ എന്താണ്? P/Q = R/S. ഇതോടുകൂടി കറണ്ട് ഇലക്ട്രിസിറ്റി നമ്മൾ ഫിനിഷ് ചെയ്തു. ഇനി മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇതെല്ലാം കൂടെ പഠിക്കാൻ നിങ്ങൾക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് നല്ല അടിപൊളിയായിട്ട് പഠിക്കാം. ഒന്ന് കണ്ട് മനസ്സിലായെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റ് അടിച്ചിട്ടുണ്ടാവും. അടുത്തത് മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അടുത്ത നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ടോപ്പിക്സ് ഉള്ള ചാപ്റ്ററാണ്. ആദ്യം തന്നെ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ, അതായത് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ടെസ്ലയാണ്. ടെസ്ല. മാഗ്നറ്റിക് ഫീൽഡ് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ B ആണ് കേട്ടോ. അതിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ടെസ്ലയാണ്. CGS സിസ്റ്റത്തിനകത്തുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് ഗോസ് ആണ്. 1 ടെസ്ല എന്ന് പറഞ്ഞാൽ 10⁴ ഗോസ് ആണ്. 1 ടെസ്ല = 10⁴ ഗോസ്. ഇനി ഇങ്ങനൊരു പരീക്ഷയ്ക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ദി ബേസിക് ഫോഴ്സ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിലുള്ള ബേസിക് ഫോഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ രണ്ടും കൽപ്പിച്ച് ഉത്തരം പറഞ്ഞേക്കണം. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. അതായത് മാഗ്നറ്റിക് ഫീൽഡിൽ ഒരുപാട് ഫോഴ്സ്, നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് പഠിക്കാനുള്ള ഒരുപാട് ഫോഴ്സ് ഉണ്ട്. അതിനകത്ത് ബേസിക് ഫോഴ്സ്, ഫണ്ടമെന്റൽ ഫോഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആണ്. അതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഓർത്തിരുന്നോളുക. F = BQV sin θ. F = BQV sin θ. അത് നമുക്ക് വെക്ടർ ഫോമിൽ ഡിനോട്ട് ചെയ്യാം. വെക്ടർ F = Q × വെക്ടർ V × B. കാരണം V × B എന്ന് പറയുന്നത് VB sin θ. അതിനെ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ കിട്ടും, BQV sin θ. അതായത് നിങ്ങൾ സിംഗിൾ മാർക്കുള്ള ചോദ്യമാണ്. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിന് ഇക്വേഷൻ ആയിട്ട് ചോദിക്കാം. അന്നേരം F = BQV sin θ. ഫണ്ടമെന്റൽ ഫോഴ്സ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ചോദിക്കാം. അന്നേരവും മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആണ്. അതും F = BQV sin θ. വെക്ടർ ഫോമിൽ അത് ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാലും വെക്ടർ F = Q × V × B. പിന്നെ നമുക്ക് അറിയാവുന്ന കുറച്ച് റൂള്, നിങ്ങൾ മാഗ്നറ്റിക് ഫ്ലക്സ്, ഇലക്ട്രിക് ഫ്ലക്സ് പോലെ മാഗ്നറ്റിക് ഫ്ലക്സ് പഠിക്കാൻ കുഴപ്പമില്ല. ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് പാസിംഗ് ത്രൂ ദി സർഫസ്. ഇതിൻ്റെ യൂണിറ്റ് വെബർ ആണ്. WEBER. ഡബിൾ B ഇല്ല കേട്ടോ. വെബർ മാഗ്നറ്റിക് ഫ്ലക്സ്.
പിന്നെ 3 റൂള് അതിനകത്ത് ഈ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളും ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളും വളരെ ഇമ്പോർട്ടൻ്റ്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഇങ്ങനെ, കൈ ഇങ്ങനെ വെക്കണം. തമ്പ് ഇൻഡിക്കേറ്റ്സ് ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറന്റ് ആൻഡ് ദി ക്ലോസ്ഡ് ഫിംഗേഴ്സ് ഇൻഡിക്കേറ്റ്സ് ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ആൻഡ് ദി തമ്പ് ഇൻഡിക്കേറ്റ്സ് ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറന്റ് ആൻഡ് ദി ക്ലോസ്ഡ് ഫിംഗേഴ്സ് ഇൻഡിക്കേറ്റ്സ് ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. പിന്നെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൈ ഇങ്ങനെ വെക്കണം. തമ്പ് ഇൻഡിക്കേറ്റ്സ് ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഓർ അപ്ത്രസ്റ്റ്. Forefinger indicates the direction of magnetic field. Middle finger indicates the direction of electric current. ഈ 2 റൂൾ നിങ്ങൾ നോക്കിക്കോളുക. റൈറ്റ് ഹാൻഡ് തമ്പ് റൂളും ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളും. അത് കഴിഞ്ഞിട്ട് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കാം ബയോട്ട് സാവാർട്സും അതിൻ്റെ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള സർക്കുലർ ലൂപ്പ് എസ്സേ 100% ഒരു ചോദിക്കാവുന്ന ഒരു ചോദ്യം തന്നെയാണ്. എന്താണ് ബയോട്ട് സാവാർട്സ്? 2 സയന്റിസ്റ്റുകളാണ്, ബയോട്ടും സാവാർട്ടും എന്ന് പറഞ്ഞ 2 സയന്റിസ്റ്റുകൾ ചേർന്ന് മാഗ്നറ്റിക് ഫീൽഡും കറണ്ടും തമ്മിലുള്ള മാത്തമാറ്റിക്കൽ റിലേഷൻ കണ്ടുപിടിച്ച ലോയെ പറയുന്ന പേരാണ് ബയോട്ട് സാവാർട്സ് ലോ. ബയോട്ട് സാവാർട്സ് എന്ന് പറഞ്ഞാൽ ബയോട്ടും സാവാർട്ടും ചേർന്ന് മാഗ്നറ്റിക് ഫീൽഡും കറണ്ടും തമ്മിലുള്ള മാത്തമാറ്റിക്കൽ റിലേഷൻ ആണ് അവർ കണ്ടുപിടിച്ചത്. ആ ലോയെ പറയുന്ന പേരാണ് ബയോട്ട് സാവാർട്സ് ലോ. അതിന്റെ ഫൈനൽ ഇക്വേഷൻ നിങ്ങൾ അങ്ങ് പഠിച്ചു വെച്ചേക്കുക. dB is equal to μ0/4π into ideal sin theta by r square. ഇപ്പോഴും ഓർത്തേക്ക് dB is equal to μ0/4π into ideal sin theta by r square. അതിനകത്ത് μ0 എന്ന് പറയും, നമ്മൾ എപ്സിലോൺ 0 എന്തുവാന്ന് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. μ0 എന്ന് പറഞ്ഞാൽ പെർമിബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. μ0 എന്ന് പറഞ്ഞാൽ പെർമിബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. μ0യുടെ വാല്യൂ ഉണ്ട്, അതും നിങ്ങൾ പഠിച്ചിരിക്കണം, പ്രോബ്ലത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 4π into 10⁻⁻7 ന്യൂട്ടൺ പെർ ആംബിയർ സ്ക്വയർ അല്ലെങ്കിൽ ന്യൂട്ടൺ ആംബിയർ റേസ് ടു -2. അന്നേരം എന്താണ് ബയോട്ട് സാവാർട്സ് ലോ? അതിന്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. dB = μ0/4π into ideal sin theta by r square. അതിനകത്ത് μ0 എന്ന് പറഞ്ഞാൽ പെർമിബിലിറ്റി ആണ്. μ0യുടെ വാല്യൂ എത്രയാണ്? 4π into 10⁻⁻7 ന്യൂട്ടൺ ആംബിയർ റേസ് ടു -2. ഇനി അതിന്റെ ഒരേ ഒരു ആപ്ലിക്കേഷൻ, ഒരേ ഒരു മോൻ എന്നൊക്കെ പറയുന്ന ഒരേ ഒരു ആപ്ലിക്കേഷൻ ആണ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു സർക്കുലർ ലൂപ്പ് ക്യാരിങ് കറന്റ്. ഇത് ലെങ്തി ആയിട്ട് തന്നെയാണ്, പക്ഷെ മാർക്ക് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. വളരെ ഈസി ആയിട്ട് പറഞ്ഞു തരാം, ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. സർക്കുലർ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കോയിലാണ്. അതുകൊണ്ട് ഇതൊരു കോയിലാണ്. ഈ കോയിലിന്റെ സർക്കുലർ കോയിലിന്റെ മൊത്തത്തിലുള്ള റേഡിയസ് ആണ് എ. സ്മോൾ എ എന്ന് പറയുന്നതാണ് റേഡിയസ്. മൊത്തത്തിലുള്ള റേഡിയസ് എ ആണ്. ഈ സർക്കുലർ കോയിലിന്റെ മൊത്തത്തിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അതിനെ 2 പാർട്ടായിട്ട് എടുത്തു. എ ബി, എ ഡാഷ് ബി ഡാഷ്. എ ബിയുടെയും എ ഡാഷ് ബി ഡാഷിന്റെ അവിടുത്തെയും ലെങ്ത് എന്ന് പറയുന്നത് ഡി എൽ ആണ്. എ ബിയുടെ ലെങ്ത് ഡി എൽ ആണ്, എ ഡാഷ് ബി ഡാഷിന്റെ അവിടുത്തെയും ലെങ്ത് ഡി എൽ ആണ്. സി മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസ് ആർ ആണ്. ഒ മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസ്, സി മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസ് ആറും ഒ മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസ് എക്സും ആണ്. ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയാം, ഒരു സർക്കുലർ ലൂപ്പ്, ആ സർക്കുലർ ലൂപ്പിന്റെ മൊത്തത്തിലുള്ള റേഡിയസ് സ്മോൾ എ, ആ സർക്കുലർ ലൂപ്പിന്റെ മൊത്തത്തിലുള്ള സർക്കുലർ കോയിന്റെ മൊത്തത്തിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ള അതിനെ 2 പാർട്ടാക്കി. എ ബി, അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് എ ഡാഷ് ബി ഡാഷ്, രണ്ടിടത്തെയും ലെങ്ത് എന്ന് പറയുന്നത് ഡി എൽ. സി മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസ് 6, ഒ മുതൽ പി വരെ ഉള്ളത് എക്സ്. ക്ലിയർ ആയോ? ഇനി നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാം. അതായത് നമ്മുടെ യഥാർത്ഥ ലോ അനുസരിച്ച് dB = μ0/4π into ideal sin theta by r square ഇല്ലേ? സൈൻ തീറ്റ ആണ് കേട്ടോ. സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ. പക്ഷെ നമ്മൾ ഇവിടുത്തെ എടുത്തേക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഫൈ ആണ്. ഇതിനിടെയുള്ള ആംഗിൾ ഫൈ ആണ്. അന്നേരം ഞാൻ ഡി, അതായത് എ ബി ഉണ്ട്, എ ഡാഷ് ബി ഡാഷ് ഉണ്ട്. എ ബിയുടെ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിനെ ഞാൻ DB1 എന്ന് വിളിക്കുന്നു. എ ഡാഷ് ബി ഡാഷിന്റെ അവിടുത്തെ DB2 എന്ന് വിളിക്കുന്നു. അതായത് DB1 = μ0/4π into ഐഡിയൽ സൈൻ ഫൈ ആണ്. കാരണം നമ്മൾ ഇവിടെ എടുത്തേക്കുന്ന ആംഗിൾ ഫൈ ആണ്. ഐഡിയൽ സൈൻ ഫൈ ബൈ ആർ സ്ക്വയർ. ഫൈ എന്ന് പറയുന്നത് 90 ഡിഗ്രി കൊടുക്കുക. അന്നേരം DB1 = μ0/4π into ഐഡിയൽ ബൈ ആർ സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 1. വളരെ സിമ്പിൾ ആയിട്ട് DBക്കുള്ള മെയിൻ ഇക്വേഷൻ അറിയാം. തീറ്റയ്ക്ക് വരും ഫൈ എന്ന് കൊടുത്തു. ബയോട്ട് സാവാർട്സിലൂടെ ഏത് ആപ്ലിക്കേഷൻ എടുത്താലും ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ ആണെങ്കിലും ഫൈ ആണെങ്കിലും എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. അങ്ങനെ ഓർത്തിരുന്നാൽ എളുപ്പമായിരിക്കും. അന്നേരം DB1 = μ0/4π into ഐഡിയൽ ബൈ ആർ സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 1. DB1നെ 2 കമ്പോണൻസ് ആയിട്ട് തിരിച്ചു.
dB1 cos ഫൈയും dB1 sin ഫൈയും. മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു 99% കേസിലും സൈൻ കമ്പോണന്റ് ആണ് പെർപെൻഡിക്കുലർ. ഇവിടെ കോസിന്റെ കമ്പോണന്റ് ആണ് പെർപെൻഡിക്കുലർ. അതായത് dB1 cos ഫൈ പെർപെൻഡിക്കുലർ കമ്പോണന്റും dB1 sin ഫൈ പാരലൽ കമ്പോണന്റുമാണ്. അതുപോലെ നമുക്ക് dB2 കണ്ടുപിടിക്കാം. മറ്റേ a ഡാഷ് ബി ഡാഷിന്റെ അവിടുത്തെ ഇവിടുത്തെ a ഡാഷ് ബി ഡാഷിന്റെ അവിടുത്തെ dB2 ആയിട്ട് എടുക്കുക. μ0/4π ഇൻറ്റു ഐഡിയൽ, അവിടെയും സൈൻ ഫൈ ബൈ ആർ സ്ക്വയർ ആണ്. ഫൈക്ക് 90 ഡിഗ്രി കൊടുക്കുക. അന്നേരം സൈൻ 91 ആണ് കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്. dB2 μ0/4π ഇൻറ്റു ഐഡിയൽ ബൈ ആർ സ്ക്വയർ, ഇക്വേഷൻ നമ്പർ 2. ഇടയിൽ നിങ്ങൾ 1ഉം 2ഉം നന്നായിട്ടൊന്ന് തുറച്ച് നോക്കി, എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? dB1 എന്തോ μ0/4π ഇൻറ്റു ഐഡിയൽ ബൈ ആർ സ്ക്വയർ, dB2 μ0/4π ഇൻറ്റു ഐഡിയൽ ബൈ ആർ സ്ക്വയർ. ഇക്വേഷൻ സെയിം ആണ്. കാരണം പിന്നീട് നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും, dB1 dB2 ഓർത്തോണം, ഇങ്ങനെ എടുക്കാൻ പറ്റും. കാരണം 1ഉം 2ഉം എന്തുവാ സെയിം ആണ്. ഇനി ഞാൻ ഈ 4 കമ്പോണൻസ് കൂടെ ആഡ് ചെയ്യാൻ പോവാം. dB2നെ നമ്മൾ 2 കമ്പോണൻസ് ആയിട്ട് ആഡ് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്യും. dB2 cos ഫൈയും dB2 sin ഫൈയും. dB2 cos ഫൈ പെർപെൻഡിക്കുലറും dB2 sin ഫൈ പാരലൽ. ഇനി നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഈ 4 കമ്പോണൻസോടെ കൂട്ടുകയാണ്. dB1 cos ഫൈ പ്ലസ് dB1 sin ഫൈ, dB2 cos ഫൈ, dB2 sin ഫൈ. അന്നേരം പെർപെൻഡിക്കുലർ കമ്പോണന്റ് ക്യാൻസൽ ടീച്ചർ. ഇവിടെ പെർപെൻഡിക്കുലർ കമ്പോണന്റ് ഏതാ? കോസിന്റെ കമ്പോണന്റ്. അന്നേരം കോസിന്റെ കമ്പോണന്റ് ക്യാൻസൽ ചെയ്യും. ബാക്കി എന്ത് വരും? dB dB1 sin ഫൈ പ്ലസ് dB2 sin ഫൈ. അന്നേരം ഇനി നമ്മൾ എടുക്കേണ്ടത് dB1 എന്ന് പറയുന്നത് മുമ്പേ ഞാൻ പറഞ്ഞു dB1ഉം dB2ഉം സെയിം ആണ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ dB1ന്റെ കമ്പോണന്റ് എടുക്കാം, അല്ലെങ്കിൽ dB2ന്റെ കമ്പോണന്റ് എടുക്കാം. ഞാനിവിടെ എടുക്കാൻ പോകുന്നത് dB1ന്റെ കമ്പോണന്റ്. ഏതെടുത്താലും dB1ഉം dB2ഉം സെയിം ആണ്. അന്നേരം dB dB1 sin ഫൈ, ഇക്വേഷൻ നമ്പർ 3. നിങ്ങൾക്ക് ഒന്നുകൂടൊന്ന് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കിയാൽ അത് ക്ലിയർ ആവും കേട്ടോ. അതായത് dB dB1ന് പകരം നമുക്ക് ഇക്വേഷൻ നമ്പർ 1 μ0/4π ഐഡിയൽ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഇവിടുത്തെ സൈൻ ഫൈ, ഇക്വേഷൻ നമ്പർ 4. ഇനി നമ്മൾ ചെയ്യുന്നത് ഇക്വേഷൻ നമ്പർ 4 വന്നു. ഇനി ഇൻ്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ്, 2 സൈഡിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഇൻ്റഗ്രൽ dB, ഇപ്പുറത്ത് ഇൻ്റഗ്രൽ μ0/4π ഇൻറ്റു ഐഡിയൽ ബൈ ആർ സ്ക്വയർ ഇൻറ്റു സൈൻ ഫൈ. ഇവിടെ ഇൻ്റഗ്രൽ dx എന്ന് പറഞ്ഞാൽ x ആ, ഇൻ്റഗ്രൽ dy എന്ന് പറഞ്ഞാൽ y ആ. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ dB എന്ന് പറഞ്ഞാൽ എന്തുവാ? b ആ. അന്നേരം b ഈക്വൽ ഇപ്പുറത്ത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള എന്തുവാ? μ0/4π i sin ഫൈ ബൈ ആർ സ്ക്വയർ. കാരണം ഇൻ്റഗ്രൽ dl-നെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇൻ്റഗ്രൽ dl എന്ന് പറഞ്ഞാൽ നമ്മളൊരു സർക്കുലർ കോയിലല്ലേ എടുക്കുന്നത്. സർക്കുലർ കോയിലിൻ്റെ സർക്കംഫറൻസാണ് എന്ന് പറഞ്ഞാൽ 2πr ആണ്. പക്ഷേ ഈ സർക്കുലർ കോയിലിൻ്റെ റേഡിയസ് a ആയതുകൊണ്ട് ഇൻ്റഗ്രൽ dl-ന് വരെ നമുക്ക് 2πa എന്ന് കൊടുക്കാം. അന്നേരം ഇക്വേഷൻ വരും b μ0/4π ഇൻറ്റു i sin ഫൈ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഇൻ്റഗ്രൽ dl-ൻ്റെ സ്ഥാനത്ത് 2πa. അന്നേരം നമുക്ക് ഈ 4ഉം ഈ 2 ഒക്കെ അങ്ങ് വെട്ടിപ്പോവും. b ഇങ്ങനെ കിട്ടും μ0 i ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയേക്കുന്ന a sin ഫൈ ബൈ 2, ഇവിടെ 2 ഉണ്ട്, 2r സ്ക്വയർ, ഇക്വേഷൻ നമ്പർ 5. അന്നേരം നന്നായിട്ട് എഴുതി പഠിക്കണം. സിമ്പിൾ സ്റ്റെപ്പുകളാണ്. സ്റ്റെപ്പുകളൊന്നും ഒരു കൺഫ്യൂഷൻ ഇല്ല, മനസ്സിലാക്കാത്ത സ്റ്റെപ്പുകളൊന്നും ഇല്ല. അന്നേരം ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ദാണ്ട് ഈ സൈൻ ഫൈക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സൈൻ ഫൈ. അന്നേരം നമുക്ക് ട്രയാങ്കിൾ COP എടുക്കാം. ദാണ്ട് ഈ ട്രയാങ്കിൾ COP. അതിനകത്ത് നമുക്ക് COP എടുത്തിട്ട് സൈൻ ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ a/r. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് a, ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് r. എന്നിട്ട് നോക്കിയേ സൈൻ ഫൈ a/r. എന്നാൽ ഈ സൈൻ ഫൈക്ക് വരെ നമുക്ക് a/r എന്ന് കൊടുക്കാമല്ലോ. ഒരു ഇക്വേഷൻ എന്ത് വരും? b μ0 ia ബൈ 2r സ്ക്വയർ ഇൻറ്റു സൈൻ ഫൈക്ക് വരെ a/r. a ഇൻറ്റു a എന്തുവാടെ? a സ്ക്വയർ. ആർ സ്ക്വയർ ഇൻറ്റു ആർ എന്തുവാ? ആർ ക്യൂബ്. എന്നൊരു ഇക്വേഷൻ b μ0 ia സ്ക്വയർ ബൈ 2r സ്ക്വയർ ഇൻറ്റു ആർ എന്ന് പറഞ്ഞാൽ 2r ക്യൂബ്, ഇക്വേഷൻ നമ്പർ 7. എന്നിട്ട് അതേ ട്രയാങ്കിൾ എടുക്കുക. ഫ്രം ട്രയാങ്കിൾ COP. കോപ്പൊന്നും വായിക്കരുത്, COP എന്ന് തന്നെ വായിക്കുക. അവിടെ ഇതേപോലെ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ബേസ് സ്ക്വയർ പ്ലസ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ്. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ആർ സ്ക്വയർ x സ്ക്വയർ പ്ലസ് a സ്ക്വയർ. അതിൽ നിന്ന് r √(x സ്ക്വയർ പ്ലസ് a സ്ക്വയർ). r റൂട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ r സ്ക്വയർ x സ്ക്വയർ ആണെങ്കിൽ r സ്ക്വയർ √(x സ്ക്വയർ അല്ലെങ്കിൽ r സ്ക്വയർ x⁻½ എന്ന് കൊടുക്കുക. എന്നാൽ ഇവിടെ r റൂട്ട് അങ്ങ് മാറിയാൽ x സ്ക്വയർ പ്ലസ് a സ്ക്വയർ √1/2.
നമുക്ക് വേണ്ടത് ആർ ക്യൂബാണ്, നമ്മൾ കണ്ടുപിടിച്ച ആറാണ്. അന്നേരം ഇവിടെയും ക്യൂബ് കൊടുക്കുമ്പം ഇവിടെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അന്നേരം എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഓൾ റേസ് ടു 1/2 ഇൻറ്റു 3. 1/2 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 3/2 ആണ്. അന്നേരം ആർ ക്യൂബ് ഇസിക്കൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഓൾ റേസ് ടു 3/2. എന്നിട്ട് ഈ ആർ ക്യൂബിൻ്റെ സ്ഥാനത്തോട്ട് നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഓൾ റേസ് ടു 3/2 കൊടുക്കാം. ഒരു ഇക്വേഷൻ എന്ത് വരും? ബി ഇസിക്കൽ ടു μ0 I a square by 2 into x square plus a square the whole raised to 3/2. ഇതാണ് മെയിൻ ഇക്വേഷൻ. ഇതാണ് മെയിൻ ഇക്വേഷൻ. ഇനി ഒരു കോയിലാകുമ്പോൾ ഒരുപാട് ടേൺസ് വരത്തില്ല, ഒരുപാട് ചുരുൾ വരും. n ടേൺസ് ആണെങ്കിൽ, ഫോർ n ടേൺസ് ആണെങ്കിൽ ഇക്വേഷൻ ബി ഈസ് ഈക്വൽ ടു μ0 ഐക്ക് മുമ്പായിട്ട് n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത്രയേ ഉള്ളൂ. ഐ ഇവിടെ അല്ലേ കിടക്കുന്നത്, μ0 കഴിഞ്ഞിട്ട് ഐ, അതിന് മുമ്പ് n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അന്നേരം μ0 ni a സ്ക്വയർ ബൈ ബാക്കിയെല്ലാം അതുപോലെ തന്നെ 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദി ഹോൾ റേസ് ടു 3/2. ഇത്രയും വരെ എഴുതിയാൽ മതി. പക്ഷേ ഇത് നിങ്ങൾ നന്നായിട്ട് എഴുതി പഠിക്കണം. 1-2 വട്ടം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആവും. ഓരോ സ്റ്റെപ്പും നോക്കിക്കഴിഞ്ഞാൽ ഇത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 മാർക്കിൽ 1 മാർക്ക്, സിംഗിൾ മാർക്ക് പോകത്തില്ല. അതാണ് എൻ്റെ പ്രത്യേകത. ലെങ്തി ആണോ ഇല്ലയെന്നുള്ളതല്ല, നമുക്ക് 5 മാർക്കിന് 5 മാർക്കിൻ്റെ വേണ്ടേ, ഇല്ലൊരു ആദ്യത്വം വേണ്ടേ. അല്ലാതെ നമുക്കൊരു അര പേജിൻ്റെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 2 മാർക്ക്, 2.5 മാർക്ക്, 2 മാർക്ക്, ഒരു 1.5 മാർക്കൊക്കെ കിട്ടത്തുള്ളൂ. നല്ല വൃത്തിയായിട്ട് എഴുതി പഠിക്കുക. ഇതാണ് ബയോട്സ് അവാർഡ്സ്. അതിൻ്റെ വേണമെങ്കിൽ സെൻറ്റർ ഓഫ് ദി ഒരു സ്പെഷ്യൽ കേസ് ഉണ്ട്, ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ ലൂപ്പ് എക്സ് ഈസ് ഈക്വൽ ടു 0. അത് സിമ്പിൾ ആണല്ലോ. നമ്മുടെ മെയിൻ ഇക്വേഷൻ എടുക്കുക, ബി ഈസ് ഈക്വൽ μ0 I a സ്ക്വയർ ബൈ 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദി ഹോൾ റേസ് ടു 3/2. എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ 0 എന്ന് കൊടുക്കുക. അതിന് ആ എക്സിൻ്റെ ടേം അങ്ങ് പോയി. μ0 I a സ്ക്വയർ ബൈ 2 ഇൻറ്റു എ സ്ക്വയർ ദി ഹോൾ റേസ് ടു 3/2. ഒരു 2 ഉം 2 അങ്ങ് വെട്ടിപ്പോവും. അന്നേരം ബാക്കി μ0 I a സ്ക്വയർ ബൈ 2 a ക്യൂബ് എന്ന് വരും. എ ക്യൂബും ഒരു എ സ്ക്വയറും വെട്ടിപ്പോയി. ബി ഇസിക്കൽ μ0 I ബൈ 2a. ഇതിൻ്റെ പ്രോബ്ലം ചോദിക്കാം കേട്ടോ. അന്നേരം സർക്കിൾ അറ്റ് ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ ലൂപ്പാണ് ഈ കണ്ടീഷൻ എക്സ് ഇസിക്കൽ ടു 0. അത് വെച്ച് ബി ഇസിക്കൽ μ0 I ബൈ 2a. ക്ലിയർ ആയോ? ഇതാണ് സർക്കിൾ ലൂപ്പിൻ്റെ ഗ്രാഫുണ്ട് നോക്കുക. സിമ്പിൾ ഗ്രാഫാണ്, ഒരു വേരിയേഷൻ കാണിക്കുന്ന ഗ്രാഫ്. ഇനി ഇതിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കൺവേർഷൻ ഓഫ് 100% ഷോർട്ട് ക്വസ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻറ്റു അമ്മീറ്ററും കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻറ്റു വോൾട്ട് മീറ്ററും. നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് ക്വസ്റ്റിൻ്റെ പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻറ്റു അമ്മീറ്റർ. നമുക്ക് നോക്കാം. ഇതാണ് പടം, സർക്യൂട്ട് ഡയഗ്രാം. ഇതിനകത്ത് ഐ എന്ന് പറയുന്നത് മെയിൻ കറണ്ട്, ഐ ജി എന്ന് പറയുന്നത് ഗാൽവനോമീറ്റർ കറണ്ട്, ജി എന്ന് പറയുന്നത് ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ്. ഈ ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസിന് പാരലായിട്ടല്ലേ ഇവിടെ റെസിസ്റ്റൻസ് എസ് എന്ന് എഴുതിയിരിക്കുന്നത്. ആ എസിനെ പറയുന്ന പേരാണ് ഷണ്ട് റെസിസ്റ്റൻസ്. എസ് എന്ന് പറയുന്നത് ഷണ്ട് റെസിസ്റ്റൻസ് ആണ്, ലോ റെസിസ്റ്റൻസ് ആണ്. ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസിന് പാരലാണ്. അതിൻ്റെ കറണ്ടാണ്, എസിൻ്റെ കറണ്ടാണ് I മൈനസ് ഐ ജി. അത് കണ്ടുപിടിക്കാൻ എളുപ്പം എന്ന് പറഞ്ഞാൽ മെയിൻ കറണ്ട് മൈനസ് ഗാൽവനോമീറ്റർ കറണ്ട്. മെയിൻ കറണ്ട് ഏതാ? ഐ. ഗാൽവനോമീറ്റർ കറണ്ട് ഏതാ? ഐ ജി. ഡിഫറൻസ് ആകുമ്പോൾ I മൈനസ് ഐ ജി. അതായത് ഇത്രയും ടേംസ് നിങ്ങൾ വൃത്തിയായിട്ട് മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ബാക്കിയെല്ലാം എളുപ്പമാണ്. അതായത് ഐ മെയിൻ കറണ്ട് ആണ്, ഐ ജി എന്ന് പറയുന്ന ഗാൽവനോമീറ്റർ കറണ്ട് ആണ്, ജി എന്ന് പറയുന്ന ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് ആണ്. അതിന് പാരലായിട്ടൊരു ലോ റെസിസ്റ്റൻസ് ഉണ്ട്, അതിനെ പറയുന്ന പേര് ഷണ്ട് റെസിസ്റ്റൻസ് എന്നാണ്. അതിൻ്റെ കറണ്ട് എന്ന് പറയുന്നതാണ് I മൈനസ് ഐ ജി. ഓക്കെ. ഇനി 2 റെസിസ്റ്റേഴ്സ് പാരലാണെങ്കിൽ അതിൻ്റെ വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും. ഇവിടെ ജിയും എസും പാരലാണ്. അന്നേരം അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തുമായിരിക്കും? സെയിം ആയിരിക്കും. അതുകൊണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ജി ഈസിക്കൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് എസ്. ഇനി നമുക്ക് ഓംസിൽ അനുസരിച്ച് വി ഈസിക്കൽ ടു ഐ ഇൻറ്റു ആർ ഇല്ലയോ? ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് ചെയ്യാം. ഇങ്ങോട്ട് നിങ്ങൾ നോക്കിയേ, വി ഈസിക്കൽ ടു ജിയുടെ വോൾട്ടേജ് അക്രോസ് ജി എന്ന് ആക്കിക്കോ. ജിയുടെ അവിടുത്തെ കറണ്ട് ഏതാ? ജിയുടെ അവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് ഐ ജി. അവിടുത്തെ റെസിസ്റ്റൻസ് ഏതാ? ജി, ക്യാപിറ്റൽ ജി. എന്നാൽ ഐ ജി ജി ഈസിക്കൽ ടു എസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് എസ്. എസിൻ്റെ അവിടുത്തെ കറണ്ട് ഏതാ? I മൈനസ് ഐ ജി. അവിടുത്തെ റെസിസ്റ്റൻസ് ഏതാ? എസ്. അന്നേരം ഐ ജി ജി ഈസിക്കൽ I മൈനസ് ഐ ജി ഇൻറ്റു എസ്. ഐ ജി ജി ഈസിക്കൽ ടു അതൊട്ട് മൾട്ടിപ്ലൈ ചെയ്തേ ഐ എസ് മൈനസ് ഐ ജി എസ്. ഐ ജിയുടെ ടേംസ് എല്ലാം ഒരുമിച്ച് കൊണ്ടുവരാം. ഐ ജി ജി മൈനസ് ഐ ജി എസ് ഈസിക്കൽ ടു ഐ എസ്. ഐ ജി നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. ഐ ജി ഇൻറ്റു ജി പ്ലസ് എസ് ഈസിക്കൽ ടു ഐ എസ്. അതിൽ നിന്ന് ഐ ജി ഈസിക്കൽ ടു ഐ എസ് ബൈ ജി പ്ലസ് എസ്. ഈ ഇക്വേഷൻ വെച്ച് അത് ചെയ്യുന്നത് വി ഈസിക്കൽ ടു ഐ ആർ. ഓംസിനനുസരിച്ച് ആർ ഈസിക്കൽ ടു ബി ബൈ ഐ. അതിൽ നിന്ന് വി ഈസിക്കൽ ടു ഐ ആർ. അത് വെച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അത് ഇത്രയും ഓർത്താൽ മതി. 2 റെസിസ്റ്റേഴ്സ് പാരലാണെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് സെയിം ആണ്.
എന്നിട്ട് വളരെ സിമ്പിളായിട്ട് ഇത് വെച്ച് നമുക്കിത് ചെയ്തെടുക്കാം. പിന്നെ കൺവേർഷൻ ഗാൽവനോമീറ്റർ ഇൻറ്റു അമ്മീറ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത കൺവേർഷൻ ഗാൽവനോമീറ്റർ ഇൻറ്റു വോൾട്ട് മീറ്റർ. അവിടെ IG എന്ന് പറയുന്ന മെയിൻ കറണ്ട്, G എന്ന് പറഞ്ഞാൽ ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ്. ഇത് സീരീസ് ആയിട്ട് മറ്റൊരു ഹൈ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്, മറ്റേത് ലോ റെസിസ്റ്റൻസാണ്. ഇവിടെ ഒരു ഹൈ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ റെസിസ്റ്റൻസിന് ക്യാപിറ്റൽ R എന്ന് പറയും. ഓക്കെ, എക്കും ബിക്കും ഇവിടെയുള്ള വോൾട്ടേജ് കണ്ടുപിടിക്കണം. ഇതേ സെയിം ഇക്വേഷൻ ഉണ്ട്. V = I × R. V = Iക്ക് പകരം IG ഇൻറ്റു ആറിന് പകരം G+R. കാരണം എന്തോ G+R വരാനുള്ളതാണ്. രണ്ട് റെസിസ്റ്റേഴ്സ് R1ഉം R2ഉം രണ്ട് റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്തോ R1 + R2 ആണ്. അന്നേരം Gയും R ഇവിടെ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് G+R. അന്നേരം V = Iക്ക് പകരം IG, ആറിന് പകരം G+R. ഈ IG ഇങ്ങനെ താഴോട്ട് വന്നു. അന്നേരം V/IG = G+R. അതിൽ നിന്ന് R = V/IG - G. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രോബ്ലം വളരെ സിമ്പിളായിട്ടുണ്ട്. സെയിം പ്രോബ്ലം ചോദിക്കാൻ പരീക്ഷയ്ക്ക്, കാരണം NCERT അത് കിടക്കുന്നതാണ്. സെയിം പ്രോബ്ലം, വാല്യൂ പോലും വ്യത്യാസമില്ല. ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രോബ്ലവും പഠിച്ചോണം. ഓക്കെ, അതിനുശേഷം ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ബയോസാവേഴ്സ് കഴിഞ്ഞാൽ ആംബിയേഴ്സ് സർക്യൂട്ടൽ തിയറം. നന്നായിട്ട് പഠിക്കുക. അതിൻ്റെ രണ്ട് ആപ്ലിക്കേഷൻ. തിയറം നല്ല വൃത്തിയായിട്ടൊന്ന് ഓർത്ത് വെക്കണം. ആംബിയേഴ്സ് സർക്യൂട്ടൽ തിയറം സ്റ്റേറ്റ്സ് ദാറ്റ്, ഇത് വേറെ എന്തെങ്കിലുമായിട്ട് ബന്ധമുണ്ടോ നിങ്ങൾ നോക്കിക്കോണം. The line integral of the magnetic field around any closed path in free space എന്നുണ്ടേ, free space is equal to mu0, മ്യൂവിൻ്റെ താഴെയാണ് 0, mu0 times the total current enclosed by the path. ഗോസസ് തിയറി ഇതുപോലെ തന്നെയാണ് അല്ലേ, വേറെ രീതിയിലാണെന്നുള്ളത്. ഏകദേശം ഇതേ ഫോർമാറ്റാണ്. അതെ, ആംബിയേഴ്സ് സർക്യൂട്ടൽ തിയറം states that the line integral of the magnetic field around any closed path in free space is equal to mu0 times the total current enclosed by the path. അങ്ങനെയാണെങ്കിൽ സാധാരണ ഇൻ്റഗ്രൽ ഇങ്ങനെയാണ്, ക്ലോസ്ഡ് ആകുമ്പോൾ ഇങ്ങനെയാണ്. അന്നേരം ക്ലോസ് ഇൻ്റഗ്രൽ B.dl = mu0 I. ഇതാണ് മെയിൻ ഇക്വേഷൻ. ഇത് വെച്ചുള്ള രണ്ട് ആപ്ലിക്കേഷൻ ഉള്ളു ഇപ്പോൾ സിലബസിൽ. ഒന്ന്, മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ ലോങ് സ്ട്രൈറ്റ് കണ്ടക്ടർ. വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്ന, ലെങ്തി ഒന്നുമല്ല, സർക്കുലർ ലൂപ്പിൻ്റെ കൂട്ട്. ഇതാണ് ഫൈനൽ ഇക്വേഷൻ. ടോറോയിഡ് വേണ്ട, പിന്നെ സോളിനോയിഡ് മതി. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സോളിനോയിഡ്. ഇതും ലെങ്തി ഒന്നുമല്ല, വളരെ ഒരു 3, 4, 5, 6 സ്റ്റെപ്പേ ഉള്ളൂ. മറ്റേത് ഇച്ചിരി ലെങ്തിയാണ് സർക്കുലർ ലൂപ്പ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. ആംബിയേഴ്സ് സർക്യൂട്ട് തിയറത്തിന് രണ്ട് ആപ്ലിക്കേഷൻ നോക്കിക്കൊണ്ട് പോവുക. ഒന്ന് ലോങ് സ്ട്രൈറ്റ് കണ്ടക്ടറും, രണ്ട് സോളിനോയിഡും. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റിനകത്ത് ഒരു ഷോർട്ട് ക്വസ്റ്റിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നുണ്ട്. അതുകൊണ്ട് ഇതുകൂടെ നോക്കിക്കൊണ്ട് പോകണം. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഫോഴ്സ് ബിറ്റ്വീൻ 2 പാരലൽ കണ്ടക്ടേഴ്സ് ക്യാരിങ് കറണ്ട്. ഒരു 3, 4 സ്റ്റെപ്പേ ഉള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ ഡിഫൈൻ ആംബിയറിൻ്റെ ഡെഫിനേഷൻ. അന്നേരം ഫോഴ്സ് ബിറ്റ്വീൻ 2 പാരലൽ കണ്ടക്ടേഴ്സ് ക്യാരിങ് കറണ്ടും ആംബിയറിൻ്റെ ഡെഫിനേഷനോട് നോക്കുക. അന്നേരം ഇത്രയാകുമ്പം ആദ്യത്തെ 4 ചാപ്റ്റർ പക്കയാണ്. നിങ്ങൾക്ക് നല്ല മാർക്ക് മേടിക്കാം. അത് ഏത് എക്സാം ആണെങ്കിലും, ഒബ്ലിക് എക്സാം ആണെങ്കിലും, ഓണം എക്സാം ആണെങ്കിലും, ക്രിസ്മസ് എക്സാം ആണെങ്കിലും, നല്ല വെയിറ്റേജ് ഉള്ള ഫിസിക്സിൻ്റെ 4 ചാപ്റ്ററാണ്. ആദ്യത്തെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, പിന്നെ കറണ്ട് ഇലക്ട്രിസിറ്റി, നാലാമത് വരുന്നത് നമ്മുടെ മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. നന്നായിട്ട് പഠിക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക. നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ടൊരു വളരെ കുറച്ച് മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഫുള്ള് പഠിച്ചു തീർക്കാം. ഓക്കെ, നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് കിട്ടട്ടെ. നെവർ എവർ ഗിവ് അപ്പ്.